നമസ്കാരം. ചരിത്രത്തിന്റെ ഏടുകൾക്കുമപ്പുറത്തേക്ക്, സമയം പോലും കണക്കാക്കാൻ കഴിയാത്തത്ര പിന്നിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? മനുഷ്യരാശി ഉണ്ടാവുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, എന്തിന് നമ്മുടെ ഇന്നത്തെ ദൈവങ്ങൾ സിയൂസും തോറുമടക്കമുള്ളവർ ജനിക്കുന്നതിനു മുൻപ് ഈ പ്രപഞ്ചത്തിൽ എന്തായിരുന്നു? നമ്മളിന്ന് കേൾക്കാൻ പോകുന്നതൊരു സാധാരണ കഥയല്ല, ഇത് പ്രപഞ്ച സൃഷ്ടിയുടെ കഥയാണ്. സ്നേഹത്തിന്റെയും പകയുടെയും രക്തബന്ധങ്ങളുടെയും അധികാരത്തിനു വേണ്ടിയുള്ള ക്രൂരമായ പോരാട്ടങ്ങളുടെയും കഥയാണിത്. ഗ്രീക്ക് മിത്തോളജി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഇടിമിന്നൽ കയ്യിലേന്തിയ സിയൂസിനെയും സമുദ്രത്തിന്റെ രാജാവായ പൊസൈഡോണിനെയുമൊക്കെയാണ്. എന്നാൽ ഇവർക്കും മുൻപ് ഇവരെക്കാൾ ശക്തരും ഭീകരരുമായ ചില ശക്തികൾ ഇവിടെ വാണിരുന്നു. അന്ധകാരം മാത്രം നിറഞ്ഞ വെളിച്ചം കടന്നു ചെല്ലാത്ത ആ പഴയ ലോകത്തിന്റെ കഥ, ദ പ്രൈമോഡിയൽ ഇറ. ശൂന്യതയിൽ നിന്ന് ജീവൻ തുടിച്ചതെങ്ങനെ? മകനെക്കൊണ്ട് അച്ഛനെ കൊല്ലിക്കാൻ അമ്മയെ പ്രേരിപ്പിച്ചതെന്താണ്? കടലിലെ തിരമാലകളിൽ നിന്ന് സൗന്ദര്യത്തിന്റെ ദേവത എങ്ങനെ ജനിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ പരമ്പരയിലൂടെ നമുക്ക് കണ്ടെത്താം. നിങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ മുറുക്കിയിട്ടോളൂ. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. കൂട്ടുകാരെ, കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കഥ വായിക്കുന്നത് എവിടെ നിന്നാണ്? ഏത് രാജ്യത്ത് നിന്നാണ്? അവിടെ ഇപ്പോൾ സമയം എത്രയായി? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താമോ? ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിലിരുന്ന് ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ ഈ കഥയിലൂടെ ഒന്നിക്കുന്നത് എന്നറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മടിക്കാതെ കമന്റ് ചെയ്യൂ. ഒരു കാലത്ത്, അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അന്ന് കാലം അല്ലെങ്കിൽ സമയമെന്നൊന്നില്ല. ദിവസങ്ങളില്ല, രാത്രികളില്ല, വർഷങ്ങളില്ല. എന്തിന്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഭൂമിയോ കാണുന്ന ആകാശമോ ശ്വസിക്കുന്ന വായുവോ പോലുമില്ലായിരുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒന്നുമാത്രം: കെയോസ്. എന്താണ് ഈ കെയോസ്? അത് വർണ്ണിക്കാൻ വാക്കുകൾക്ക് കഴിയില്ല. അത് അഗാധമായ ഒരു ഗർത്തമായിരുന്നു. അനന്തമായി പരന്നുകിടക്കുന്ന, വെളിച്ചമില്ലാത്ത, ജീവനില്ലാത്ത, രൂപമില്ലാത്ത ഒരു ശൂന്യത. കണ്ണടച്ചാൽ കാണുന്ന ഇരുട്ടിനേക്കാൾ കറുത്ത, ഭയപ്പെടുത്തുന്ന നിശബ്ദത നിറഞ്ഞ ഒരിടം. അവിടെ വടക്കോ തെക്കോ കിഴക്കോ പടിഞ്ഞാറോ ഉണ്ടായിരുന്നില്ല. മുകളെന്നോ താഴെയെന്നോ ഉള്ള വേർതിരിവുകളില്ലായിരുന്നു. എല്ലാം കൂടിക്കുഴഞ്ഞ് അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന ഒരവസ്ഥ. നമ്മുടെ സയൻസ് പറയുന്ന ബിഗ് ബാങ്ങിന് മുൻപുള്ള അവസ്ഥയോട് ഇതിനെ ഉപമിക്കാം. പക്ഷേ ഗ്രീക്ക് പുരാണങ്ങളിൽ ഖേയോസ് എന്നത് വെറുമൊരു ശൂന്യതയായിരുന്നില്ല. അത് ജീവനുള്ള ഒരു ശൂന്യതയായിരുന്നു. വരാനിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ദൈവങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും വിത്തുകൾ ആ ശൂന്യതയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പ്രപഞ്ചം ഒരു വലിയ സ്ഫോടനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളോളം, അല്ല, യുഗങ്ങളോളം ഈ കെയോസ് അങ്ങനെ തന്നെ നിലനിന്നു. ആർക്കും പിടികൊടുക്കാത്ത നിഗൂഢതയായി. പിന്നീട് ആ ശൂന്യതയിൽ അത്ഭുതകരമായൊരു മാറ്റം സംഭവിച്ചു. നിശ്ചലമായിരുന്ന കെയോസിൽ നിന്ന് പെട്ടെന്ന് ജീവന്റെ ആദ്യ സ്പന്ദനങ്ങൾ ഉയർന്നുവന്നു. ആരും സൃഷ്ടിക്കാതെ തന്നെ ശൂന്യതയിൽ നിന്ന് ചില ശക്തികൾ സ്വയം രൂപപ്പെട്ടു. ഇവരായിരുന്നു പ്രപഞ്ചത്തിലെ ആദ്യത്തെ ദൈവങ്ങൾ അല്ലെങ്കിൽ ശക്തികൾ, പ്രൈമോഡിയൽ ഡീറ്റീസ്. ഇവർക്ക് അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്നില്ല. ഇവർ കെയോസിന്റെ മക്കളായിരുന്നു. ആദ്യം രൂപം കൊണ്ടത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ഗിയ. ഗിയ അഥവാ ഭൂമിദേവി, പ്രപഞ്ചത്തിന്റെ അമ്മ. അതുവരെ രൂപമില്ലാതിരുന്ന ശൂന്യതയിൽ ഉറച്ചതും സുന്ദരവുമായൊരു രൂപമായി അവൾ ഉയർന്നുവന്നു. അവളായിരുന്നു എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. പർവ്വതങ്ങളും താഴ്വരകളും നദികളുമെല്ലാം ഉൾക്കൊള്ളുന്ന ജീവന്റെ ഉറവിടം. വരാനിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചവിട്ടി നിൽക്കാനൊരിടം ആവശ്യമായിരുന്നു. ആ ഇടമായിരുന്നു ഗിയ. അവൾ മനോഹരിയായിരുന്നു, അതേസമയം ശക്തയുമായിരുന്നു. ആരുടെയും സഹായമില്ലാതെ അവൾ സ്വയം സൃഷ്ടിച്ചു. അവളുടെ വിശാലമായ മാറിൽ പർവ്വതനിരകൾ ഉയർന്നു നിന്നു. എന്നാൽ ഗിയയ്ക്കൊപ്പം തന്നെ കെയോസിന്റെ ഇരുണ്ട കോണുകളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന മറ്റൊരു ശക്തി കൂടി ജനിച്ചു. അതാണ് ടാർട്ടറസ്. ടാർട്ടറസിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയം തോന്നും. ഗിയ എന്ന ഭൂമിക്ക് എത്രയോ താഴെ, പാതാളത്തിനുമപ്പുറം സ്ഥിതി ചെയ്യുന്ന, ഒരിക്കലും വെളിച്ചം കടന്നു ചെല്ലാത്ത ഭീകരമായ ഗർത്തമാണ് ടാർട്ടറസ്. ഒരു ഇരുമ്പ് പാത്രം ആകാശത്തുനിന്ന് താഴേക്കിട്ടാൽ അത് ഭൂമിയിലെത്താൻ 9 ദിവസമെടുക്കും.
എന്നാൽ ഭൂമിയിൽ നിന്ന് ടാർട്ടറസിലേക്ക് അതെത്താൻ വീണ്ടും 9 ദിവസം കൂടിയെടുക്കും. അത്രയും ആഴത്തിലാണ് ടാർട്ടറസ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു ജയിലായിരുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന മൂടൽമഞ്ഞും ഇരുട്ടും നിറഞ്ഞ തടവറ. ഭൂമിയും പാതാളവുമുണ്ടായി. പക്ഷേ സൃഷ്ടി തുടരണമെങ്കിൽ ജീവൻ തുടിക്കണം. ജീവൻ തുടിക്കണമെങ്കിൽ അവിടെ ആഗ്രഹമുണ്ടാകണം. അങ്ങനെയാണ് കേയോസിൽ നിന്ന് മൂന്നാമത്തെ ശക്തി ഉദയം ചെയ്തത്. അതാണ് ഇറോസ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ക്യൂപ്പിഡ് എന്നൊക്കെ വിളിക്കുന്ന പ്രണയദേവന്റെ പഴയ ഏറ്റവും ശക്തമായ രൂപം. ഇറോസ് എന്നത് വെറുമൊരു ദേവനല്ല, അതൊരു വികാരമാണ്, ആകർഷണമാണ്. ആണും പെണ്ണും തമ്മിലുള്ള, വിത്തും മണ്ണും തമ്മിലുള്ള, പ്രപഞ്ചത്തിലെ ഓരോ കണികയും തമ്മിലുള്ള ആകർഷണ ശക്തിയാണ് ഇറോസ്. ഇറോസ് ഇല്ലായിരുന്നെങ്കിൽ ഗിയയ്ക്കു മക്കളുണ്ടാകുമായിരുന്നില്ല. പ്രപഞ്ചം അവിടെ അവസാനിക്കുമായിരുന്നു. സൃഷ്ടിയുടെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായിരുന്നു ഇറോസ്. പക്ഷേ കേയോസിന്റെ മക്കളിൽ വെളിച്ചം മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. 2 ഇരുണ്ട ശക്തികൾ കൂടി അവിടെ ജനിച്ചു. ഒന്ന് എറബസ് അഥവാ അന്ധകാരം. ഭൂമിക്കടിയിലെയും ടാർട്ടറസിലെയും കട്ട പിടിച്ച ഇരുട്ടാണ് എറബസ്. 2 നിക്സ് അഥവാ രാത്രി. കറുത്ത വസ്ത്രമണിഞ്ഞ് നക്ഷത്രങ്ങളെ വാരിവിതറുന്ന രാത്രിയുടെ ദേവത. ഇവർ 5 പേരുമാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ കുടുംബം. ഗിയ, ടാർട്ടറസ്, ഇറോസ്, എറബസ്, നിക്സ്. ഇവർക്ക് മനുഷ്യരൂപമായിരുന്നില്ല. ഇവർ പ്രകൃതിയുടെ തന്നെ ഭാഗങ്ങളായിരുന്നു. കാലം മെല്ലെ ഉരുണ്ടു നീങ്ങി. അപ്പോഴേക്കും സമയമെന്ന സങ്കല്പം മെല്ലെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഭൂമിദേവിയായ ഗിയ തനിച്ചായിരുന്നു. അവളുടെ വിശാലമായ ശരീരത്തിൽ പർവ്വതങ്ങളും കാടുകളുമുണ്ടായിട്ടും അവളെ സ്നേഹിക്കാനോ പുണരാനോ ആരുമില്ലെന്ന സത്യം അവളെ വേദനിപ്പിച്ചു. അവൾക്ക് മുകളിലുള്ളത് വെറും ശൂന്യത മാത്രമായിരുന്നു. തന്റെ ഏകാന്തത മാറ്റാൻ ഗിയ ഒരു തീരുമാനമെടുത്തു. തനിക്ക് തുല്യനായ, തന്നെ മുഴുവനായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളെ അവൾക്ക് വേണം. അങ്ങനെ ഗിയ മറ്റാരുടെയും സഹായമില്ലാതെ തന്റെ സ്വന്തം ശക്തി ഉപയോഗിച്ച് ഒരു മകനെ പ്രസവിച്ചു. അതായിരുന്നു യുറാനസ് അഥവാ ആകാശം. ആകാശമെന്നാൽ നക്ഷത്രങ്ങൾ പതിച്ച നീല വസ്ത്രമണിഞ്ഞ അതിശക്തനായ ആകാശം. ജനിച്ച നിമിഷം തന്നെ അവൻ ഗിയയെ അത്ഭുതത്തോടെ നോക്കി. അവളെ മുഴുവനായി പൊതിഞ്ഞുപിടിക്കാൻ പാകത്തിൽ അവൻ വളർന്നു വലുതായി. ഭൂമിക്ക് മുകളിൽ ഒരു പുതപ്പുപോലെ അവൻ വിരിഞ്ഞു നിന്നു. അവൻ ഗിയയുടെ മകനായിരുന്നു. എന്നാൽ പിന്നീട് അവളുടെ ഭർത്താവായും മാറി. ഭൂമിയും ആകാശവും ഒന്നിച്ചു. ഗിയയും യുറാനസും തമ്മിലുള്ള ആ ഒത്തുചേരൽ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. ആകാശത്തിൽ നിന്ന് മഴയായി യുറാനസ് ഗിയയിലേക്ക് പെയ്തിറങ്ങി. ആ മഴ ഏറ്റുവാങ്ങി ഗിയയുടെ മാറിൽ ചെടികളും മരങ്ങളും പൂക്കളും വിരിഞ്ഞു. നദികൾ ഒഴുകാൻ തുടങ്ങി. ലോകം ജീവസുറ്റതായി മാറി. പക്ഷേ ഈ മനോഹരമായ പ്രണയകഥയ്ക്ക് പിന്നിൽ വലിയൊരു ദുരന്തം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. യുറാനസ് നമ്മൾ വിചാരിക്കുന്നതുപോലെ ഒരു നല്ല ഭർത്താവോ സ്നേഹമുള്ള അച്ഛനോ ആയിരുന്നില്ല. അധികാരമോഹം തലയ്ക്ക് പിടിച്ച ഒരു ഏകാധിപതിയായിരുന്നു അവൻ. അവരുടെ ദാമ്പത്യത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്നത് സാധാരണ കുഞ്ഞുങ്ങളായിരുന്നില്ല. ദൈവങ്ങളെക്കാൾ വലിയ, പർവ്വതങ്ങളെക്കാൾ കരുത്തുള്ള ടൈറ്റന്മാർ, ഒപ്പം കാണാൻ പോലും അറപ്പുളവാക്കുന്ന വികൃതമായ രാക്ഷസന്മാരും. ആ മക്കളെ കണ്ട് യുറാനസ് എന്തു ചെയ്യും? സ്വന്തം മക്കളെ വെറുക്കുന്ന ഒരച്ഛൻ്റെയും മക്കൾക്കു വേണ്ടി ഭർത്താവിനെ കൊല്ലാൻ മടിക്കാത്തൊരമ്മയുടെയും ചോരയിൽ കുതിർന്ന കഥ. യുറാനസ് എന്ന ആകാശം ഗിയ എന്ന ഭൂമിയെ ഓരോ രാത്രിയിലും പുണർന്നു. ആ സമയത്ത് ആകാശത്തുനിന്ന് സ്നേഹത്തിന്റെ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. ആ മഴ ഏറ്റുവാങ്ങിയ ഗിയ ഗർഭം ധരിച്ചു. പ്രപഞ്ചത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന, അതുവരെ ആരും കണ്ടിട്ടില്ലാത്തത്രയും ശക്തരായ മക്കൾക്ക് ജന്മം നൽകാൻ അവൾ തയ്യാറെടുത്തു. പക്ഷേ ഗിയയുടെ വയറ്റിൽ വളരുന്നത് സാധാരണ കുട്ടികളായിരുന്നില്ല. ദൈവങ്ങളെക്കാൾ വലിപ്പമുള്ള, പർവ്വതങ്ങളെക്കാൾ കരുത്തുള്ള ഭീമാകാരന്മാരായിരുന്നു അവർ. സുവർണ മക്കൾ, ടൈറ്റന്മാർ, ദ ഗോൾഡൻ ചിൽഡ്രൻ, ദ ടൈറ്റൻസ്. ആദ്യം ജനിച്ചവർ അതിമനോഹരമായ രൂപമുള്ളവരായിരുന്നു. അവരെയാണ് ഗ്രീക്ക് പുരാണങ്ങളിൽ ടൈറ്റന്മാർ അഥവാ ദ ടൈറ്റൻസ് എന്ന് വിളിക്കുന്നത്. 6 ആൺമക്കളും 6 പെൺമക്കളും
മൊത്തം 12 പേർ. ഇവർ ഓരോരുത്തരും പ്രകൃതിയുടെ ഓരോ ശക്തികളായിരുന്നു. അവരെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓഷ്യാനസ്. ഇവനായിരുന്നു മൂത്തവൻ. കരയെ മുഴുവൻ ചുറ്റിയൊഴുകുന്ന മഹാസമുദ്രത്തിന്റെ പ്രഭു. ഇന്നത്തെ സമുദ്രങ്ങളല്ല, മറിച്ച് ഭൂമിയെ വട്ടമിട്ടൊഴുകുന്ന അനന്തമായ ജലപ്രവാഹമായിരുന്നു ഓഷ്യാനസ്. ഹൈപ്പീരിയൻ. പ്രകാശത്തിന്റെ ദേവൻ. സൂര്യനും ചന്ദ്രനും ഉദയം ചെയ്യുന്നതിനു മുൻപേ പ്രകാശമായി നിന്നത് ഇവനായിരുന്നു. സിയാസ്. ബുദ്ധിയുടെയും അറിവിന്റെയും ടൈറ്റൻ. ക്രിയസ്. നക്ഷത്ര സമൂഹങ്ങളുടെ ടൈറ്റൻ. അയാപെറ്റസ്. ഇവനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒത്തിരി കേൾക്കും, കാരണം മനുഷ്യരെ സൃഷ്ടിച്ച പ്രൊമിത്യൂസിന്റെ അച്ഛനാണ് അയാപെറ്റസ്. ആയുസ്സിന്റെയും മരണത്തിന്റെയും പ്രഭു. ക്രോണസ്. കൂട്ടത്തിൽ ഏറ്റവും ഇളയവൻ, പക്ഷേ ഏറ്റവും അപകടകാരി. ഇവനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇനി പെൺമക്കൾ. ടൈറ്റനസ്. തീമിസ്. ന്യായത്തിന്റെയും നീതിയുടെയും ദേവത. നിമോസിൻ. ഓർമ്മകളുടെ ദേവത, മെമ്മറി. ഹൈഥിയ. കാഴ്ചയുടെയും തിളക്കമുള്ള ആകാശത്തിന്റെയും ദേവത. റിയ. ഇവളാണ് പിന്നീട് ദേവന്മാരുടെ അമ്മയായി മാറുന്നത്. ഭൂമിദേവിയായ ഗിയയെപ്പോലെ തന്നെ ഫലഭൂയിഷ്ഠതയുടെ ദേവത. ഫീബി. പ്രവചനങ്ങളുടെയും ചന്ദ്രന്റെയും ദേവത. ടെത്തിസ്. സമുദ്രത്തിലെ ശുദ്ധജലത്തിന്റെ ദേവത. ഈ 12 പേരും അതിശക്തരും കാണാൻ വലിയ അഴകുള്ളവരുമായിരുന്നു. അച്ഛനായ യുറാനസിന് ഇവരെ വലിയ ഇഷ്ടമായിരുന്നു, കാരണം ആകാശമായ തനിക്ക് ചേർന്ന മക്കളാണിവരെന്ന് അവൻ അഹങ്കരിച്ചു. അവർ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂമി കുലുങ്ങുമായിരുന്നു. അവരുടെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ഇളയവനായ ക്രോണസ് ബാക്കിയുള്ളവരെ പോലെയായിരുന്നില്ല. അവൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അധികാരത്തോടുള്ള ആർത്തിയും ആരെയും വകവയ്ക്കാത്ത തന്റേടവും അവനുണ്ടായിരുന്നു. അച്ഛനായ യുറാനസിനെ അവൻ ആരാധിക്കുകയായിരുന്നില്ല, മറിച്ച് അസൂയയോടെ നോക്കിക്കാണുകയായിരുന്നു. എന്നെങ്കിലും ഈ ആകാശം മുഴുവൻ തന്റെ കൈപ്പിടിയിലൊതുക്കുമെന്ന് അവൻ മനസ്സിൽ കരുതി. ടൈറ്റന്മാർക്ക് ശേഷം ഗിയ വീണ്ടും ഗർഭം ധരിച്ചു. ഇത്തവണ ജനിക്കാൻ പോകുന്നത് സുന്ദരന്മാരായ മക്കളായിരുന്നില്ല, പ്രകൃതിയുടെ രൗദ്രഭാവമായിരുന്നു അവർ. അങ്ങനെ 3 ഭീകരർ ജനിച്ചു. അവരെ വിളിക്കുന്ന പേരാണ് സൈക്ലോപ്സുകൾ അഥവാ വട്ടക്കണ്ണുള്ളവർ എന്നാണ്. ഈ പേരിന്റെ അർത്ഥം വട്ടക്കണ്ണുള്ളവർ എന്നാണ്. അവർക്ക് സാധാരണ മനുഷ്യരെപ്പോലെ 2 കണ്ണുകളുണ്ടായിരുന്നില്ല. പകരം നെറ്റിയുടെ ഒത്ത നടുക്കായി വലിയ വട്ടത്തിലുള്ള ഒരേ ഒരു കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ പേരുകൾ അവരുടെ സ്വഭാവം വ്യക്തമാക്കുന്നതായിരുന്നു. ബ്രോണ്ടസ്, ഇടിമുഴക്കം; സ്റ്റിറോപ്സ്, മിന്നൽ; ആർജസ്, തിളക്കം. കാണാൻ വികൃതരായിരുന്നെങ്കിലും ഇവർക്ക് അപാരമായ കഴിവുകളുണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ കൊല്ലപ്പണിക്കാർ ഇവരായിരുന്നു. ഇടിമിന്നലുകൾ ഉണ്ടാക്കാനും ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പിന്നീട് സ്യൂസിന് ഇടിമിന്നൽ ആയുധമുണ്ടാക്കിക്കൊടുത്തത് ഇവരാണ്. പക്ഷേ പിതാവായ യുറാനസ് ഇവരെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. താൻ ഇത്രയും സുന്ദരനായ തിളങ്ങുന്ന ആകാശമായിട്ടും തനിക്കെങ്ങനെയാണ് ഇത്രയും വികൃതമായ മക്കളുണ്ടായത്? അവൻ അവരെ വെറുത്തു. ഇവർ എന്റെ മക്കളല്ല, പ്രകൃതിയുടെ പിഴവുകളാണ് എന്ന് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു. പക്ഷേ യുറാനസിന്റെ വെറുപ്പ് അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയത് അടുത്ത സെറ്റു മക്കൾ ജനിച്ചപ്പോഴാണ്. ഗിയ പ്രസവിച്ച 3ാമത്തെ കൂട്ടർ. അവരെ വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവില്ല. അത്രയ്ക്ക് ഭീകരവും അറപ്പുളവാക്കുന്നതുമായ രൂപമായിരുന്നു അവർക്ക്. അവരെ ഹെക്കാറ്റോൺ കയറുകൾ എന്ന് വിളിച്ചു. ഇതിന്റെ അർത്ഥം 100 കൈകളുള്ളവർ എന്നാണ്. ചിന്തിച്ചു നോക്കൂ, പർവ്വതത്തോളം വലിപ്പമുള്ള 3 രാക്ഷസന്മാർ. ഓരോരുത്തർക്കും തോളിൽ നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന 100 കൈകൾ. ആ 100 കൈകൾ വായുവിൽ സദാസമയവും അനങ്ങിക്കൊണ്ടിരിക്കും. കൂടാതെ ഓരോരുത്തർക്കും 50 തലകൾ. 50 തലകളിൽ നിന്നും ഒരേ സമയം 50 ശബ്ദത്തിൽ അവർ അലറും. അവരുടെ പേരുകൾ ഇതായിരുന്നു: കോട്ടസ്, കലിപ്പുള്ളവൻ; ബ്രയാറിയസ്, കരുത്തൻ; ജൈജസ്, കൈകൾ നീണ്ടവൻ. ഇവരുടെ ശക്തി അപാരമായിരുന്നു. 100 കൈകൾ കൊണ്ട് വലിയ പാറക്കല്ലുകൾ വാരിയെടുത്ത്
മെഷീൻ ഗണ്ണിൽ നിന്ന് വെടിയുണ്ടകൾ പായുന്നതുപോലെ ശത്രുക്കൾക്ക് നേരെ എറിയാൻ ഇവർക്ക് കഴിയുമായിരുന്നു. ഭൂകമ്പങ്ങളുടെയും സുനാമികളുടെയും ശക്തിയായിരുന്നു ഇവർക്ക്. യുറാനസിന്റെ ക്രൂരത, ദ ക്രൂവൽറ്റി. സ്വന്തം മക്കളെ കണ്ട് യുറാനസ് ഭയന്നു. അതെ, സർവശക്തനായ ആകാശം ഭയന്നു. ഒന്നാമതായി അവരുടെ രൂപം അവന് അറപ്പുളവാക്കി. ആകാശത്തിന്റെ സൗന്ദര്യത്തിന് ചേർന്നവരല്ല ഇവർ എന്നവൻ വിശ്വസിച്ചു. രണ്ടാമതായി അവരുടെ ശക്തി അവനെ അസ്വസ്ഥനാക്കി. എന്നെങ്കിലും ഈ 100 കയ്യന്മാർ തനിക്കെതിരെ തിരിഞ്ഞാൽ, തന്റെ അധികാരം നഷ്ടപ്പെട്ടാൽ? ഭയവും വെറുപ്പും മൂത്ത് യുറാനസ് ഒരു ക്രൂരകൃത്യം ചെയ്യാൻ തീരുമാനിച്ചു. ഈ മക്കൾ വെളിച്ചം കാണാൻ പാടില്ല. അവർ ഭൂമിയിൽ നടക്കാൻ പാടില്ല. അങ്ങനെ ഓരോ കുട്ടിയും ജനിച്ച ഉടനെ, പ്രത്യേകിച്ച് സൈക്ലോപ്സുകളെയും ഹെക്കാറ്റോൺ കയറുകളെയും അവൻ പിടിച്ചുകെട്ടി. ഗിയയുടെ കരച്ചിൽ അവൻ വകവെച്ചില്ല. അവൻ അവരെ എടുത്ത് തിരിച്ച് ഗിയയുടെ ഉള്ളിലേക്ക് തന്നെ തള്ളിയിട്ടു. എവിടേക്കാണ് തള്ളിയിട്ടത്? ഗിയയുടെ ഗർഭപാത്രത്തിന് താഴെ, ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ടാർട്ടറസ് എന്ന നരകത്തിലേക്ക്, അനന്തമായ ഇരുട്ടിലേക്ക്. അവർ ജനിച്ച ഉടനെ തന്നെ സ്വന്തം അച്ഛൻ അവരെ ജീവനോടെ കുഴിച്ചുമൂടി. ടാർട്ടറസിന്റെ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് ആ മക്കൾ ഉറക്കെ കരഞ്ഞു. അവരുടെ നിലവിളി പുറം ലോകം കേട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് ഭൂമിദേവിയായ ഗിയയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മക്കളെ ഭർത്താവ് കൺമുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നു. പോരാത്തതിന് അവരെ തിരിച്ച് തന്റെ തന്നെ ശരീരത്തിനുള്ളിലേക്ക്, ഭൂമിക്കടിയിലേക്ക് തള്ളിയിടുന്നു. ഗിയയുടെ വയറിനുള്ളിൽ ടാർട്ടറസിൽ കിടന്ന ആ മക്കൾ അനങ്ങുമ്പോഴും കരയുമ്പോഴും ഭൂമിക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. അത് വെറും ശാരീരിക വേദന മാത്രമായിരുന്നില്ല. മക്കളുടെ ഭാരം അവളെ ശ്വാസം മുട്ടിച്ചു. ഭൂമിക്കടിയിൽ വലിയ സമ്മർദ്ദം രൂപപ്പെട്ടു. ഇതാണ് ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വതങ്ങൾക്കും കാരണമായതെന്ന് കഥകൾ പറയുന്നു. ഓരോ ദിവസവും യുറാനസ് ആകാശത്തുനിന്ന് ചിരിച്ചുകൊണ്ട് താഴേക്ക് നോക്കും. തന്റെ അഴകില്ലാത്ത മക്കളെ ഒളിപ്പിച്ചതിൽ അവൻ സംതൃപ്തനായിരുന്നു. അവന്റെ ഈ അഹങ്കാരം ഗിയയിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. അവളുടെ സ്നേഹം പതുക്കെ വെറുപ്പായി മാറി. ആ വെറുപ്പ് കനത്ത പകയായി മാറി. ഇനിയും ഇത് സഹിക്കാൻ വയ്യ. അവൾ തീരുമാനിച്ചു, എന്റെ മക്കളെ മോചിപ്പിക്കണം. ഈ ക്രൂരനായ ഭർത്താവിനെ പാഠം പഠിപ്പിക്കണം. പക്ഷേ യുറാനസ് ആകാശമാണ്. അവൻ സർവശക്തനാണ്. അവനെ വെറും കൈകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേകമായ എന്തെങ്കിലും വേണം. ഗിയ തന്റെ ഉള്ളിലെ ഏറ്റവും കാഠിന്യമേറിയ ലോഹങ്ങളെ ഉരുക്കിയെടുത്തു. ഗ്രീക്ക് പുരാണങ്ങളിൽ ഇതിനെ അഡമാൻറ്റൈൻ അല്ലെങ്കിൽ ഗ്രേ ഫ്ലിന്റ് എന്ന് വിളിക്കുന്നു. വജ്രത്തേക്കാൾ കടുപ്പമുള്ള, ഒരിക്കലും നശിക്കാത്ത ലോഹം. ഈ ലോഹം കൊണ്ട് അവൾ ഒരു ഭീമാകാരമായ അരിവാൾ അല്ലെങ്കിൽ സിക്കിൾ നിർമ്മിച്ചു. അതിന്റെ വായ്ത്തലയ്ക്ക് അങ്ങേയറ്റം മൂർച്ചയുണ്ടായിരുന്നു. എന്നിട്ട് അവൾ തന്റെ സ്വതന്ത്രരായ മക്കളെ, ടൈറ്റന്മാരെ രഹസ്യമായി വിളിച്ചുകൂട്ടി. അവർ ഒത്തുകൂടിയപ്പോൾ ഗിയയുടെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു. അവൾ ആ വലിയ അരിവാൾ അവരുടെ മുന്നിൽ വെച്ചു. മക്കളെ, അവൾ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ഒരു പിതാവല്ല, അതൊരു പിശാചാണ്. നിങ്ങളുടെ സഹോദരങ്ങളെ അവൻ ഇരുട്ടറയിൽ അടച്ചിട്ടിരിക്കുകയാണ്. എനിക്കിനിയും ഇത് താങ്ങാനാവില്ല. അവനെ ശിക്ഷിക്കണം, അവനെ വീഴ്ത്തണം. ആർക്കുണ്ടതിന് ധൈര്യം? ഒരു നിമിഷം അവിടെ നിശബ്ദത പരന്നു. ടൈറ്റന്മാർ പരസ്പരം നോക്കി. ഓഷ്യാനസ് തല താഴ്ത്തി. ഹൈപ്പീരിയൻ പേടിയോടെ മാറി നിന്നു. ആകാശമായ യുറാനസിനെ നേരിടുകയോ? അത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ആർക്കും അതിന് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരൊച്ചയുയർന്നു. ഞാൻ ചെയ്യാമമ്മേ. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് ക്രോണസായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ഇളയവൻ. പക്ഷെ അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ക്രൂരമായൊരു ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ മുന്നോട്ട് വന്നു. ഗിയയുടെ കയ്യിൽ നിന്ന് ആ വലിയ അരിവാൾ വാങ്ങി. അമ്മ, എനിക്ക് വഴി കാണിച്ചു തരൂ. അച്ഛന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കാം, ക്രോണസ് പറഞ്ഞു. ഗിയയ്ക്ക് സന്തോഷമായി. അവൾ ക്രോണസിനെ ചേർത്തു പിടിച്ചു. എന്നിട്ട് യുറാനസിനെ എങ്ങനെ, എപ്പോൾ ആക്രമിക്കണമെന്നുള്ള കൃത്യമായ പദ്ധതി അവൾ മകന് പറഞ്ഞുകൊടുത്തു. അതൊരു ചതിപ്രയോഗമായിരുന്നു. നേരിട്ടുള്ള യുദ്ധമായിരുന്നില്ല, മറിച്ച് പതിയിരുന്നാക്രമിക്കാനുള്ള പദ്ധതി. അങ്ങനെ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ അട്ടിമറിക്ക് അരങ്ങൊരുങ്ങി. ഗിയയുടെ പദ്ധതി തയ്യാറായിരുന്നു. പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ അട്ടിമറിക്ക് സമയമടുത്തുകൊണ്ടിരുന്നു. സന്ധ്യമയങ്ങി. സൂര്യൻ അസ്തമിച്ചു. ലോകം മെല്ലെ ഇരുട്ടിലേക്ക് വഴുതി വീണു. ഈ സമയം ഗിയ
തന്റെ ഏറ്റവും ഇളയ മകനായ ക്രോണസിനെ വിളിച്ചു. അവൾ അവനെ ഭൂമിയുടെ ഒരു രഹസ്യ അറയിൽ, ഒരു വലിയ ഗുഹയിലാണെന്ന് കരുതപ്പെടുന്നു, ഒളിപ്പിച്ചു നിർത്തി. ക്രോണസിന്റെ കയ്യിൽ അമ്മ നൽകിയ ആ ഭീമാകാരമായ ആയുധമുണ്ടായിരുന്നു. അഡമാന്റൈൻ ലോഹം കൊണ്ടുണ്ടാക്കിയ വജ്രത്തേക്കാൾ മൂർച്ചയുള്ള അരിവാൾ. അതിന്റെ വായ്ത്തല ഇരുട്ടിലും തിളങ്ങുന്നുണ്ടായിരുന്നു. ക്രോണസിന്റെ ഹൃദയം പടപടാ ഇടിച്ചു. ഭയം കൊണ്ടായിരുന്നില്ല, മറിച്ച് ആകാംക്ഷ കൊണ്ടായിരുന്നു. അവൻ കാത്തിരിക്കുന്നത് സ്വന്തം പിതാവിനെ കൊല്ലാനല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ അധികാരം പിടിച്ചെടുക്കാനാണ്. ശബ്ദമുണ്ടാക്കരുത്, അമ്മ അവനോട് മന്ത്രിച്ചു. അവൻ വരാൻ സമയമായി. അവൻ നിന്നെ കാണാൻ പാടില്ല. അവൻ എന്നെ സമീപിക്കുമ്പോൾ, അവനൊട്ടും പ്രതീക്ഷിക്കാത്ത ആ നിമിഷം നീ ചാടി വീഴണം. ക്രോണസ് തലയാട്ടി. അവൻ ഇരുളിൽ പതുങ്ങിയിരുന്നു. അവന്റെ കണ്ണുകൾ ഇരയെ കാത്തിരിക്കുന്ന വേട്ടമൃഗത്തെപ്പോലെ ജ്വലിച്ചു. അവന്റെ സഹോദരന്മാരായ മറ്റു ടൈറ്റന്മാർ ദൂരെ മാറി ഭയത്തോടെയും ആകാംക്ഷയോടെയും എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിന്നു. രാത്രിയായി. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. പ്രപഞ്ചം മുഴുവൻ നിശബ്ദമായി. അപ്പോൾ മുകളിൽ നിന്നൊരു വലിയ നിഴൽ ഭൂമിയിലേക്ക് ഇറങ്ങിവരാൻ തുടങ്ങി. അത് യുറാനസായിരുന്നു. നക്ഷത്രങ്ങൾ പതിച്ച നീല വസ്ത്രമണിഞ്ഞ് ലോകത്തെ മുഴുവൻ മൂടുന്ന വലിപ്പവുമായി അവൻ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി. അവനൊട്ടും സംശയമുണ്ടായിരുന്നില്ല. താൻ ഈ പ്രപഞ്ചത്തിന്റെ അധിപനാണ്. തന്നെ എതിർക്കാൻ ആർക്കും, സ്വന്തം മക്കൾക്ക് പോലും കഴിയില്ലെന്ന അഹങ്കാരം അവനുണ്ടായിരുന്നു. അവൻ ഭൂമിദേവിയായ ഗിയയെ സമീപിച്ചു. എന്റെ പ്രിയേ, അവൻ വിളിച്ചു. അവന്റെ ശബ്ദം കാറ്റിന് ഇലയനക്കം പോലെ മൃദുവായിരുന്നെങ്കിലും അതിൽ അധികാരത്തിന്റെ ധ്വനിയുണ്ടായിരുന്നു. അവൻ ഗിയയെ മുഴുവനായി പുണർന്നു. ആകാശം ഭൂമിയെ മൂടുന്ന ആ നിമിഷം പ്രപഞ്ചം നിശ്ചലമായി. യുറാനസ് ശാന്തനായിരുന്നു. അവൻ സുരക്ഷിതനാണെന്ന് വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വാസം തെറ്റായിരുന്നു. ഗിയ സിഗ്നൽ നൽകി. ആ നിമിഷം ഒളിച്ചിരുന്ന ഗുഹയിൽ നിന്ന് ക്രോണസ് ഒരു മിന്നൽ പിണർ പോലെ പുറത്തേക്ക് ചാടി. ആരാണവിടെ? യുറാനസ് ചോദിച്ചു. പക്ഷെ ഉത്തരം കേൾക്കാൻ അവന് സാവകാശം കിട്ടിയില്ല. ക്രോണസ് തന്റെ ഇടത് കൈകൊണ്ട് അച്ഛനെ ബലമായി പിടിച്ചു. വമ്പൻ പാറക്കല്ലുകൾ പോലെ ഭാരമുള്ള യുറാനസിന്റെ ശരീരം അവൻ അനങ്ങാൻ സമ്മതിക്കാതെ പൂട്ടിയിട്ടു. എന്നിട്ട് വലതു കൈയിൽ കരുതിയിരുന്ന ആ ഭീകരമായ അരിവാൾ വായുവിലുയർത്തി. അത് താഴ്ന്നിറങ്ങിയത് കണ്ണിമയ്ക്കുന്ന വേഗത്തിലായിരുന്നു. ഒരു വലിയ അലർച്ച പ്രപഞ്ചത്തെ നടുക്കി. ക്രോണസ് സ്വന്തം അച്ഛന്റെ ജനനേന്ദ്രിയം ആ അരിവാൾ കൊണ്ട് ഛേദിച്ചു കളഞ്ഞു. അത് വെറുമൊരു മുറിവായിരുന്നില്ല, അത് ആകാശത്തിന്റെ പൗരുഷത്തിനും അധികാരത്തിനുമേറ്റ തിരിച്ചടിയായിരുന്നു. യുറാനസ് വേദന കൊണ്ട് പുളഞ്ഞു. അവന്റെ നിലവിളിയിൽ നക്ഷത്രങ്ങൾ വിറച്ചു. ഭയവും വേദനയും കൊണ്ട് അവൻ ഭൂമിയിൽ നിന്നകലേക്ക്, വളരെ അകലേക്ക് മാറിപ്പോയി. ഇതാണ് പുരാണങ്ങൾ പറയുന്നത്. അതുവരെ ആകാശം ഭൂമിയോട് ചേർന്ന് കിടക്കുകയായിരുന്നു. എന്നാൽ ആ മുറിവേറ്റ നിമിഷം യുറാനസ് വേദന കൊണ്ട് പിടഞ്ഞ് ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയി. അതുകൊണ്ടാണ് ഇന്നും ആകാശം ഭൂമിയിൽ നിന്ന് ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത്. അന്നുമുതൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു. യുറാനസ് ആകാശത്തേക്ക് പിന്മാറിയെങ്കിലും അവന്റെ മുറിവിൽ നിന്നുള്ള ചോരത്തുള്ളികൾ ഭൂമിയിലേക്ക്, അഥവാ ഗിയയിലേക്ക് വീണു. സാധാരണ രക്തമായിരുന്നില്ല അത്. പ്രപഞ്ചത്തിലെ ആദ്യത്തെ രാജാവിന്റെ, അമരനായ ദൈവത്തിന്റെ രക്തമായിരുന്നു. അത് വെറുതെ മണ്ണിൽ അലിഞ്ഞുപോയില്ല. ഗിയയുടെ മണ്ണിൽ വീണ ഓരോ തുള്ളി ചോരയിൽ നിന്നും പുതിയ ജീവനുകൾ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ അവ സുന്ദരമായ ജീവനുകളായിരുന്നില്ല. പകയോടും പ്രതികാരത്തോടും കൂടിയവരായിരുന്നു അവർ. എറിനിയസ്, ദി എറിനിയസ്, ദി ഫ്യൂറീസ്, ഇവരായിരുന്നു ആദ്യം ജനിച്ചത്. പാതാളത്തിലെ പ്രതികാര ദേവതകൾ. തലമുടിക്കു പകരം പാമ്പുകൾ, ചോരയൊലിക്കുന്ന കണ്ണുകൾ, വവ്വാലിൻ്റേതുപോലുള്ള ചിറകുകൾ. സ്വന്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ ജനിച്ചത്. പിൽക്കാലത്ത് ഒറസ്റ്റസിനെ പോലുള്ളവരെ ഇവർ വേട്ടയാടുന്നത് നമ്മൾ കാണും. ജയന്റുകൾ, ദ ജയൻസ്, ഭീമാകാരമായ ശരീരവും തിളങ്ങുന്ന ആയുധങ്ങളുമേന്തിയ പടയാളികൾ. ഇവർ സാധാരണ ടൈറ്റന്മാരല്ല, മറിച്ച് യുദ്ധത്തിനുവേണ്ടി മാത്രം ജനിച്ചവരായിരുന്നു. മെലിയെ, മരങ്ങളുടെ നിംഫുകൾ, ട്രീ നിംസ്, കുന്തങ്ങളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉറപ്പുള്ള തടി നൽകുന്ന മരങ്ങളിലെ ദേവതകളായിരുന്നു ഇവർ.
ഭൂമിയിൽ ചോര വീണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഛേദിക്കപ്പെട്ട ആ ഭാഗം ചെന്നു വീണത് സമുദ്രത്തിലായിരുന്നു. ക്രോണസ് ആ അരിവാൾ വീശിയപ്പോൾ അച്ഛന്റെ ശരീരഭാഗം തെറിച്ചു വീണത് വിശാലമായ സമുദ്രത്തിലേക്കാണ്. ആ ഭാഗം കടലിലെ തിരമാലകളിലൂടെ ഒഴുകി നടന്നു. അത് വെള്ളത്തിൽ തൊട്ടപ്പോൾ അതിനു ചുറ്റും വെളുത്ത നിറത്തിലുള്ള ഒരു പത ഫോം രൂപപ്പെട്ടു. കാലം കടന്നുപോയി. ആ വെളുത്ത പത സമുദ്രത്തിലൂടെ ഒഴുകി നടന്നു. ആദ്യമത് സൈറ്റേറ എന്ന ദ്വീപിനടുത്തുകൂടിപ്പോയി. പിന്നീടത് സൈപ്രസ് എന്ന ദ്വീപിന്റെ തീരത്തെത്തി. അവിടെയൊരു അത്ഭുതം സംഭവിച്ചു. ആ വെളുത്ത പതകൾക്കിടയിൽ നിന്ന് അതിമനോഹരിയായ ഒരു യുവതി ഉയർന്നുവന്നു. അവൾക്ക് വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. അവളുടെ ചർമ്മം പാലുപോലെ വെളുത്തതും മുടി സ്വർണ്ണ നിറത്തിലുള്ളതുമായിരുന്നു. അവൾ കരയിലേക്ക് കാലെടുത്തുവെച്ചു. അവൾ മണലിൽ ചവിട്ടിയ നിമിഷം ഉണങ്ങിയ മണലിൽ പച്ചപ്പുകൾ മുളച്ചു, പൂക്കൾ വിരിഞ്ഞു, കാറ്റിൽ സുഗന്ധം പരന്നു. പ്രകൃതി മുഴുവൻ അവളെ സ്വാഗതം ചെയ്തു. അവളായിരുന്നു ആഫ്രോഡൈറ്റ്. ഗ്രീക്ക് ഭാഷയിൽ ആഫ്രോസ് എന്നാൽ പത എന്നാണർത്ഥം. പതയിൽ നിന്ന് ജനിച്ചവൾ എന്നാണ് ആഫ്രോഡൈറ്റ് എന്ന പേരിന്റെ അർത്ഥം. അവൾ പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ലൈംഗികതയുടെയും ദേവതയായി മാറി. യുരാനസിന്റെ അഥവാ ആകാശത്തിന്റെ മകളായിട്ടാണ് അവളെ കണക്കാക്കുന്നത്. പക്ഷേ അവൾക്ക് അമ്മയില്ല. അവൾ ജനിച്ചത് സമുദ്രത്തിലെ പതയിൽ നിന്നാണ്. അവൾക്ക് ചുറ്റും ഇറോസ് എന്ന പ്രണയവും ഹിമറോസ് എന്ന ആഗ്രഹവുമുള്ള ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഒളിമ്പസിലേക്ക് പോയപ്പോൾ എല്ലാ ദൈവങ്ങളും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി എന്ന് പുരാണങ്ങൾ പറയുന്നു. രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം ജനിച്ചത് എന്നത് ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു വിരോധാഭാസമാണ്. നമുക്ക് തിരിച്ച് ക്രോണസിലേക്ക് വരാം. അച്ഛനെ തോൽപ്പിച്ച ക്രോണസ് വിജയിയായി നിന്നു. യുറാനസ് വേദനയോടെ ആകാശത്തിന്റെ ഏറ്റവും മുകളിലേക്ക് പിൻവാങ്ങി. പക്ഷേ പോകുന്ന പോക്കിൽ അവൻ ക്രോണസിനെ നോക്കി ഒരു ഭീകരമായ ശാപം, കേഴ്സ്, മുഴക്കി. ടിറ്റാനസ്, നീ എന്നെ ചതിച്ചു. അധികാരം കിട്ടാൻ വേണ്ടി സ്വന്തം അച്ഛനെ വെട്ടിവീഴ്ത്തി. പക്ഷേ ഇതിവിടെ അവസാനിക്കില്ല. നീ എന്നോട് ചെയ്തതെന്താണോ അത് നിന്റെ മക്കൾ നിന്നോടും ചെയ്യും. നിന്റെ സിംഹാസനം നിന്റെ ചോരയിൽ പിറന്നവർ തന്നെ തകർത്തെറിയും. കാത്തിരുന്നോ. ക്രോണസ് അതുകേട്ട് പുച്ഛിച്ചു തള്ളി. ഇനി ഞാനാണ് രാജാവ്. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, അവൻ ചിന്തിച്ചു. യുരാനസ് പോയതോടെ പ്രപഞ്ചത്തിന്റെ ഭരണം ക്രോണസിന്റെ കൈകളിലായി. അവൻ ചെയ്ത ആദ്യത്തെ കാര്യം ടാർട്ടറസിൽ കിടന്നിരുന്ന തന്റെ സഹോദരങ്ങളായ ടൈറ്റന്മാരെ മോചിപ്പിക്കുക എന്നതായിരുന്നു. ഒഷ്യാനസ്, ഹൈപ്പീരിയൻ, അയാപെറ്റസ് തുടങ്ങിയവരെല്ലാം പുറത്തുവന്നു. അവർ ക്രോണസിനെ തങ്ങളുടെ രാജാവായി അംഗീകരിച്ചു. എന്നാൽ ഇവിടെ ക്രോണസ് ഒരു വലിയ തെറ്റു ചെയ്തു. തന്റെ അമ്മയായ ഗിയ അവനെ സഹായിച്ചത് ടാർട്ടറസിൽ കിടക്കുന്ന എല്ലാ മക്കളെയും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് വികൃതരൂപികളായ സൈക്ലോപ്സുകളെയും 100 കയ്യന്മാരായ ഹെക്കാറ്റോൺ കയറുകളെയും കൂടി മോചിപ്പിക്കണം എന്നതായിരുന്നു ഗിയയുടെ ആഗ്രഹം. പക്ഷേ ക്രോണസ് അവരെ മോചിപ്പിച്ചില്ല. അയ്യേ, ഈ വികൃതജന്മങ്ങളെ എനിക്ക് വേണ്ട, അവർ അവിടെ തന്നെ കിടക്കട്ടെ എന്നു പറഞ്ഞ് അവൻ ആ ഗുഹയുടെ വാതിൽ വീണ്ടും അടച്ചു. ഇത് ഗിയയെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾക്ക് ക്രോണസിനോടും ദേഷ്യം തോന്നി. ഇവനും അച്ഛനെപ്പോലെ തന്നെ ക്രൂരനാണല്ലോ, അവൾ തിരിച്ചറിഞ്ഞു. യുറാനസിന്റെ ശാപം ഫലിക്കാൻ ഗിയയും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു തുടങ്ങി. എന്തായാലും ക്രോണസിന്റെ ഭരണം തുടങ്ങി. ഇതിനെ ഗ്രീക്ക് പുരാണങ്ങളിൽ ദ ഗോൾഡൻ ഏജ് എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരുണ്ടായിരുന്നു, ആദ്യത്തെ സെറ്റു മനുഷ്യർ. അവർക്ക് നിയമങ്ങളോ പോലീസോ കോടതിയോ ഒന്നും വേണ്ടിയിരുന്നില്ല. എല്ലാവരും സന്തോഷത്തോടെ അസുഖങ്ങളില്ലാതെ മരിക്കാതെ ജീവിച്ചിരുന്ന കാലം. ഭൂമിയിൽ നിന്ന് ധാരാളം വിളവുകൾ തനിയെ ലഭിച്ചിരുന്നു. കൃഷി ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ക്രോണസ് തന്റെ സഹോദരിയായ റിയ എന്നയെ വിവാഹം കഴിച്ചു. അവർ പ്രപഞ്ചത്തിന്റെ രാജാവും റാണിയുമായി വാണു. പക്ഷേ യുറാനസിന്റെ ആ ശാപം, നിന്റെ മക്കൾ നിന്നെ ചതിക്കും എന്ന ആ വാചകം ക്രോണസിന്റെ മനസ്സിൽ ഒരു തീപ്പൊരി പോലെ നീറിപ്പിടിച്ചിരുന്നു. അവന് മക്കളുണ്ടാകുമോ? ആ മക്കൾ അവനെ കൊല്ലുമോ? ഈ ഭയം കാരണം ക്രോണസ് ചെയ്തത് തന്റെ അച്ഛനായ യുറാനസ് ചെയ്തതിനേക്കാൾ വലിയ ക്രൂരതയായിരുന്നു.
അതെന്താണെന്നോ, പിറന്നു വീഴുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ ഓരോന്നായി അവൻ വിഴുങ്ങാൻ തുടങ്ങി. സ്യൂസ് എന്ന മഹാദേവൻ ജനിക്കുന്നതിനും ആരും കാണാത്ത ഒരു പാറക്കഷണം ചരിത്രം മാറ്റുന്നതിനും മുമ്പ് നടന്ന ആ കൊടും ക്രൂരത. അവൻ റിയയെ നോക്കി. അവൾ ഗർഭിണിയായിരുന്നു. അവളുടെ വയറ്റിൽ വളരുന്നത് തന്റെ ആദ്യത്തെ കുട്ടിയാണ്. ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള നിമിഷം. പക്ഷെ ക്രോണസിന്റെ മുഖത്ത് സന്തോഷമായിരുന്നില്ല, മറിച്ച് ഭയമായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. റിയ പ്രസവിച്ചു. ആദ്യത്തെ കുട്ടി ഒരു പെൺകുഞ്ഞായിരുന്നു, ഹെസ്റ്റിയ. റിയ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ ക്രോണസിന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. അവൾ കരുതിയത് കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഭർത്താവിന്റെ മനസ്സു മാറുമെന്നാണ്. പക്ഷേ ക്രോണസ് ആ കുഞ്ഞിനെ സ്നേഹത്തോടെയല്ല നോക്കിയത്. അവന്റെ കണ്ണുകളിൽ ക്രൂരമായൊരു തിളക്കം വന്നു. അവൻ വായ വലുതായി തുറന്നു. ഒരു പെരുമ്പാമ്പ് ഇരയെ വിഴുങ്ങുന്നതുപോലെ സ്വന്തം മകളായ ഹെസ്റ്റിയയെ അവൻ ജീവനോടെ വിഴുങ്ങി. റിയ ഞെട്ടിത്തരിച്ചുപോയി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കരയാൻ പോലും കഴിയാതെ അവൾ തറയിൽ വീണു. പക്ഷേ ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു. ഹെസ്റ്റിയ ഒരു ദേവതയാണ്. അതുകൊണ്ട് ക്രോണസിന്റെ വയറ്റിൽ ചെന്നാലും അവൾ മരിക്കില്ല. അവൾ അവിടെ ജീവനോടെ ഇരുട്ടിൽ അച്ഛന്റെ വയറ്റിലെ തടവറയിൽ കിടന്നു. പിന്നീട് റിയ രണ്ടാമതും ഗർഭിണിയായി. ഇത്തവണയുണ്ടായതും പെൺകുഞ്ഞാണ്, ഡിമീറ്റർ, കൃഷിയുടെ ദേവത. ക്രോണസ് കാത്തിരുന്നില്ല. കുഞ്ഞ് ജനിച്ച ഉടനെ അവൻ അവിടെ എത്തി. റിയയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചുവാങ്ങി. രണ്ടാമത്തെ കുട്ടിയെയും അവൻ വിഴുങ്ങി. റിയയുടെ നിലവിളി ടൈറ്റന്മാരുടെ കൊട്ടാരത്തിൽ മുഴങ്ങി. പക്ഷെ ആരും അവിടെ സഹായിക്കാൻ വന്നില്ല. ക്രോണസ് അത്രയ്ക്കു ശക്തനായിരുന്നു. മൂന്നാമത് ജനിച്ചത് ഹീര, പിന്നീട് സിയൂസിന്റെ ഭാര്യയാകുന്നവൾ. അവളെയും ക്രോണസ് വിഴുങ്ങി. നാലാമത് ജനിച്ചത് ഒരാൺകുഞ്ഞായിരുന്നു, ഹെയ്ഡീസ്, പാതാളത്തിന്റെ രാജാവാകാൻ പോകുന്നവൻ. ക്രോണസിന് ആൺകുട്ടികളെയായിരുന്നു കൂടുതൽ പേടി. കാരണം താനും ഒരാൺകുട്ടിയായിട്ടാണ് അച്ഛനെ കൊന്നത്. ഹെയ്ഡീസിനെയും അവൻ വിഴുങ്ങി. അഞ്ചാമത് ജനിച്ചത് പൊസൈഡൻ, സമുദ്രങ്ങളുടെ രാജാവ്. അവനും ക്രോണസിന്റെ വയറ്റിലെ ഇരുട്ടറയിലേക്ക് പോയി. ഇപ്പോൾ 5 മക്കൾ: ഹെസ്റ്റിയ, ഡിമീറ്റർ, ഹീര, ഹെയ്ഡീസ്, പൊസൈഡൻ. ഇവർ5 പേരും ക്രോണസിന്റെ വയറ്റിൽ ജീവനോടെയുണ്ട്. അവർ അവിടെ കിടന്നു വളരുന്നുണ്ട്. പക്ഷേ പുറം ലോകം കാണാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ അവർ നരകിച്ചു. 5 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന ആലോചിച്ചു നോക്കൂ. റിയ തകർന്നുപോയി. അവൾ മാതൃത്വത്തിന്റെ ദേവതയാണ്. എന്നിട്ടും സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അവൾ 6ാം തവണയും ഗർഭിണിയായി. ഇത്തവണ അവൾ ഒരു തീരുമാനമെടുത്തു. ഇല്ല, ഈ കുഞ്ഞിനെ ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. ഈ കുഞ്ഞ് ജീവിക്കണം, ഇവൻ വളരണം, ഇവൻ എൻ്റെ ബാക്കി മക്കളെ രക്ഷിക്കണം. അവൾ സഹായത്തിനായി തൻ്റെ മാതാപിതാക്കളെ വിളിച്ചു, ഗിയയെയും യുറാനസിനെയും. ഗിയ അവിടെ എത്തി. മകളുടെ സങ്കടം കണ്ട് ഗിയയ്ക്ക് കുറ്റബോധം തോന്നി. കാരണം പണ്ട് ക്രോണസിനെ ഭർത്താവിനെതിരെ തിരിച്ചുവിട്ടത് ഗിയയായിരുന്നു. ഇപ്പോൾ ആ കർമ്മഫലം മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മേ, എന്നെ സഹായിക്കൂ, റിയ കരഞ്ഞു പറഞ്ഞു. ഈ കുഞ്ഞിനെങ്കിലും അച്ഛൻ്റെ വയറ്റിൽ കിടക്കാതെ ഭൂമിയിൽ ജീവിക്കാനൊരവസരമുണ്ടാക്കിത്തരൂ. ഗിയ അവളോട് പറഞ്ഞു, മോളെ, നീ വിഷമിക്കേണ്ട. ക്രോണസിന്റെ വിധി കുറിക്കപ്പെട്ടതാണ്. ഈ കുഞ്ഞവനെ തോൽപ്പിക്കും. പക്ഷെ അതിന് നീ ഒരു കാര്യം ചെയ്യണം. പ്രസവിക്കാൻ നീ ഇവിടെ നിൽക്കരുത്. ക്രോണസ് കാണാതെ ദൂരേക്ക് പോകൂ. ഗിയ ഒരു രഹസ്യസ്ഥലം റിയയ്ക്ക് പറഞ്ഞുകൊടുത്തു. ക്രീറ്റ് ദ്വീപ്. അവിടെ ഡിക്റ്റേ എന്നു പേരുള്ള ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിൽ ആരും കാണാത്ത ഒരു ഗുഹയുണ്ട്. അവിടെ പോയി പ്രസവിക്കാൻ ഗിയ ഉപദേശിച്ചു. രാത്രിയുടെ മറവിൽ റിയ കൊട്ടാരത്തിൽ നിന്നൊളിച്ചോടി. അവൾ ക്രീറ്റ് ദ്വീപിന്റെ തീരത്തെത്തി. കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞ ആ ദ്വീപിലെ ഇരുണ്ട ഗുഹയിലേക്ക് അവൾ കയറി. അവിടെ ഭൂമിയുടെ ആഴങ്ങളിൽ ടോർച്ചുകളുടെ വെളിച്ചത്തിൽ റിയ തന്റെ 6ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. അതൊരാൺകുട്ടിയായിരുന്നു.
അവൻ ജനിച്ചപ്പോൾ ഗുഹ മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞു. അവന്റെ കരച്ചിൽ ഇടിമുഴക്കം പോലെ ശക്തമായിരുന്നു. അവന്റെ പേരായിരുന്നു സിയൂസ്, ഗ്രീക്ക് പുരാണങ്ങളിലെ രാജാവാകാൻ പോകുന്നവൻ, ഇടിമിന്നലുകളുടെ ദേവൻ. റിയ അവനെ കയ്യിലെടുത്തു. അവൾക്കവനെ അവിടെ നിർത്താൻ കഴിയില്ല. ക്രോണസ് അവളെ അന്വേഷിക്കുന്നുണ്ടാകും. അവൾക്ക് തിരിച്ചു പോകണം. പക്ഷെ കുഞ്ഞിനെ എന്തു ചെയ്യും? ഗിയ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗിയ ആ കുഞ്ഞിനെ ഏറ്റെടുത്തു. നീ പൊയ്ക്കോളൂ, ഇവനെ ഞാൻ നോക്കിക്കോളാം. പ്രകൃതി ഇവനെ വളർത്തും. ഗിയ ഉറപ്പു നൽകി. ഇനിയാണ് കഥയിലെ ഏറ്റവും ഉദ്വേഗഭരിതമായ ഭാഗം. റിയ തിരിച്ചു ക്രോണസിന്റെ കൊട്ടാരത്തിലെത്തി. അവൾ വെറും കൈയോടെ അല്ല പോയത്. വഴിയിൽ വെച്ച് അവൾ ഒരു വലിയ കല്ല് കണ്ടു. ഒംഫലോസ് എന്നറിയപ്പെടുന്ന ഉരുണ്ട കല്ല്. അവൾ ആ കല്ലെടുത്ത് കുഞ്ഞിനെ പൊതിയുന്നതുപോലെ പട്ടുതുണികൾ കൊണ്ട് പൊതിഞ്ഞു. പുറമെ നിന്ന് നോക്കിയാൽ അത് കൈക്കുഞ്ഞാണെന്നേ തോന്നൂ. അവൾ കൊട്ടാരത്തിലെത്തി. ക്രോണസ് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എവിടെ എവിടെ എൻ്റെ 6ാമത്തെ കുഞ്ഞ്? അവൻ അലറി. റിയ കരഞ്ഞുകൊണ്ട് അഭിനയിച്ചു. അവൾ ആ തുണിയിൽ പൊതിഞ്ഞ കല്ല് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതാ നിന്റെ മകൻ, ഇവനെയും നീ തിന്നോളൂ, എന്നെ വെറുതെ വിടൂ. ക്രോണസ് സംശയിച്ചില്ല. അവൻ ആ കുഞ്ഞിൻ്റെ മുഖം കാണണമെന്ന് പോലും തോന്നിയില്ല. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. റിയയുടെ കയ്യിൽ നിന്ന് ആ പൊതി പിടിച്ചു വാങ്ങി. അവൻ ആ കല്ലിൻ്റെ ഭാരം തോന്നിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ദൈവങ്ങൾക്ക് കല്ലും മാംസവും തമ്മിലുള്ള ഭാരം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് അത്ഭുതമാണ്. അല്ലെങ്കിൽ ക്രോണസിന്റെ അത്യാർത്തിയും അഹങ്കാരവും അവന്റെ ബുദ്ധിയെ മറച്ചിട്ടുണ്ടാകും. ഒന്നും നോക്കാതെ ആ കല്ല് അവൻ വായിലേക്കിട്ടു. ഒറ്റ വിഴുങ്ങൽ. കല്ലവന്റെ തൊണ്ടയിലൂടെ ഇറങ്ങി വയറ്റിലെത്തി. ക്രോണസ് തൃപ്തിയോടെ വയറിൽ തടവി. ഇനി എനിക്ക് പേടിക്കാനില്ല. എൻ്റെ എല്ലാ മക്കളും എൻ്റെ ഉള്ളിലുണ്ട്. ആ പ്രവചനം തെറ്റാണ്. ഞാൻ തന്നെയാണ് എക്കാലത്തെയും രാജാവ്. അവൻ അഹങ്കാരത്തോടെ ചിരിച്ചു. പക്ഷേ അവൻ വിഴുങ്ങിയത് സ്വന്തം വിധിയെയായിരുന്നു എന്നവൻ അറിഞ്ഞില്ല. അതേസമയം ദൂരെ ക്രീറ്റ് ദ്വീപിലെ ഗുഹയിൽ യഥാർത്ഥ മകൻ സിയൂസ് സുരക്ഷിതനായിരിക്കുന്നുണ്ടായിരുന്നു. ക്രീറ്റ് ദ്വീപിൽ സിയൂസ് വളർന്നത് വളരെ വിചിത്രമായ സാഹചര്യത്തിലായിരുന്നു. അവന് പാല് കൊടുക്കാൻ അമ്മയില്ല. പകരം അമൽത്തിയ എന്നു പേരുള്ള ഒരു ആടാണ് അവന് പാൽ നൽകിയത്. ചില കഥകളിൽ അമൽത്തിയ ഒരു നിംഫാണെന്നും പറയുന്നു. അവന് തേൻ കൊണ്ടുവന്നു കൊടുത്തത് തേനീച്ചകളായിരുന്നു. അവനെ ഉറക്കിയത് മരങ്ങളുടെ ഇലയനക്കങ്ങളായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ കരയുമല്ലോ. സിയൂസ് കരയുമ്പോൾ ആ ശബ്ദം കൊട്ടാരത്തിലിരിക്കുന്ന ക്രോണസ് കേട്ടാലോ? അതിന് ജിയ ഒരു വിദ്യ കണ്ടുപിടിച്ചു. ക്യൂറേറ്റസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം പടയാളികളെ അവൾ ആ ഗുഹയ്ക്ക് കാവൽ നിർത്തി. സിയൂസ് എപ്പോഴൊക്കെ കരയാൻ തുടങ്ങുന്നോ അപ്പോഴൊക്കെ ഈ പടയാളികൾ അവരുടെ കയ്യിലുള്ള വാളും പരിചയും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ ശബ്ദമുണ്ടാക്കും. ആ ലോഹങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദത്തിൽ കുഞ്ഞിന്റെ കരച്ചിൽ മുങ്ങിപ്പോകും. ഒപ്പം അവർ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും മാറി. കൊട്ടാരത്തിൽ ക്രോണസ് താൻ സുരക്ഷിതനാണെന്ന് കരുതി ജീവിച്ചു. എന്നാൽ ഗുഹയിൽ സിയൂസ് വളർന്നു. സാധാരണ കുട്ടിയായല്ല, അതിശക്തനായ, ബുദ്ധിമാനായ, പ്രതികാരത്തിന് ദാഹിക്കുന്ന ഒരു യുവാവായി അവൻ മാറി. അവന്റെ പേശികൾ ഉറച്ചു. അവന്റെ കണ്ണുകളിൽ മിന്നൽ പിണരുകൾ തിളങ്ങി. അവൻ ചോദിച്ചു, ആരാണെന്റെ അച്ഛൻ? എവിടെയാണെന്റെ സഹോദരങ്ങൾ? അമ്മയായ റിയ അവനെ കാണാൻ രഹസ്യമായി വരാറുണ്ടായിരുന്നു. അവൾ അവനോട് സത്യം പറഞ്ഞു. നിന്റെ അച്ഛൻ ഒരു രാക്ഷസനാണ്. നിന്റെ സഹോദരങ്ങളെ അവൻ വിഴുങ്ങി. അവരെ രക്ഷിക്കണം. നിനക്കു മാത്രമേ അതിന് കഴിയൂ. സിയൂസ് ആ നിമിഷം ഒരു പ്രതിജ്ഞയെടുത്തു. ഞാൻ വരുന്നുണ്ട്, എന്റെ അച്ഛനെ നേരിടാൻ, എന്റെ സഹോദരങ്ങളെ മോചിപ്പിക്കാൻ. പക്ഷേ ഒറ്റയ്ക്കു പോയാൽ ക്രോണസിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ക്രോണസ് ടൈറ്റന്മാരുടെ രാജാവാണ്. അവനു ചുറ്റും മറ്റു ടൈറ്റന്മാരുണ്ട്. സിയൂസിന് ആയുധങ്ങളില്ല, സൈന്യമില്ല. അവനു വേണ്ടത് ബുദ്ധിയാണ്. ക്രോണസിന്റെ വയറ്റിൽ കിടക്കുന്ന 5 പേരെ എങ്ങനെ പുറത്തെത്തിക്കും? അവരെ പുറത്തെത്തിച്ചാൽ മാത്രമേ സിയൂസിന് ഒരു സൈന്യത്തെ ലഭിക്കൂ. അതിനായി സിയൂസ് തന്റെ ആദ്യത്തെ ഭാര്യയായ അല്ലെങ്കിൽ ഉപദേശികയായ മെറ്റിസ് എന്ന ദേവതയെ സമീപിച്ചു. ബുദ്ധിയുടെ ദേവതയാണ് മെറ്റിസ്. അവൾ സിയൂസിന് ഒരു മരുന്ന് അല്ലെങ്കിൽ പോഷൻ ഉണ്ടാക്കിക്കൊടുത്തു. ഇത് കുടിപ്പിച്ചാൽ ക്രോണസ് ഛർദ്ദിക്കും. അവൻ വിഴുങ്ങിയതെല്ലാം പുറത്തുവരും.
മെറ്റിസ് പറഞ്ഞു. പക്ഷേ എങ്ങനെ ഈ മരുന്ന് ക്രോണസിനെ കുടിപ്പിക്കും? സിയൂസ് ഒരു വേഷം മാറൽ നടത്തി. രാജകൊട്ടാരത്തിലെ ഒരു വേലക്കാരനായി അല്ലെങ്കിൽ കപ്പ് ബേററായി അവൻ ഒളിമ്പസിലേക്ക് കയറി. ഗ്രീക്കു പുരാണങ്ങളിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒന്നിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ക്രീറ്റ് ദ്വീപിലെ ഇരുണ്ട ഗുഹയിൽ ആട്ടിൻപാലും തേനും കഴിച്ചു വളർന്ന സിയൂസ് ഇപ്പോൾ ഒരു യുവാവായി മാറിയിരിക്കുന്നു. അവന്റെ പേശികളിൽ കരുത്തുണ്ട്, കണ്ണുകളിൽ ബുദ്ധിയുണ്ട്, മനസ്സിൽ നിറയെ പ്രതികാരദാഹവും. തന്റെ സഹോദരങ്ങളെ അച്ഛന്റെ വയറ്റിൽ നിന്ന് മോചിപ്പിക്കുക എന്ന വലിയ ദൗത്യവുമായാണ് അവൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ ടൈറ്റന്മാരുടെ രാജാവായ ക്രോണസിനെ നേരിടാൻ ശക്തി മാത്രം പോരായിരുന്നു. ക്രോണസ് വസിക്കുന്നത് ഓത്രിസ് പർവ്വതത്തിലാണ്, മൗണ്ട് ഓത്രിസ്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ടൈറ്റന്മാരുടെ ശക്തികേന്ദ്രമായ കോട്ട. അവിടെ കാവൽക്കാരുണ്ട്, മറ്റു ടൈറ്റന്മാരുണ്ട്. നേരിട്ട് ചെന്ന് എന്റെ സഹോദരങ്ങളെ തിരികെ തരൂ എന്ന് ചോദിച്ചാൽ സിയൂസിനെ അവിടെ വെച്ച് തന്നെ അവർ കൊന്നുകളയും. അതുകൊണ്ട് സിയൂസ് തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവന് സഹായത്തിനായി ബുദ്ധിയുടെ ദേവതയായ മെറ്റിസ് കൂടെയുണ്ടായിരുന്നു. ചില കഥകളിൽ സിയൂസിന്റെ ആദ്യത്തെ പ്രണയിനിയാണ് മെറ്റിസ്. അവൾ സിയൂസിന് ഒരു പ്രത്യേക ഔഷധക്കൂട്ട് നൽകി. ഇത് വെറും വിഷമല്ല, മെറ്റിസ് പറഞ്ഞു. ഇതുള്ളിൽ ചെന്നായി പിന്നെ ക്രോണസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൻ കഴിച്ചതെല്ലാം പുറത്തേക്ക് വരും. പക്ഷേ ഇതവനെക്കൊണ്ട് കുടിപ്പിക്കണം. അതാണ് നിന്റെ വെല്ലുവിളി. സിയൂസ് തന്റെ രാജകീയ വേഷങ്ങളെല്ലാം ഉപേക്ഷിച്ചു. പകരം ഒരു സാധാരണ വേലക്കാരന്റെ വേഷം ധരിച്ചു. അമ്മയായ റിയ അവനെ സഹായിക്കാൻ തയ്യാറായി നിന്നിരുന്നു. ക്രോണസിന്റെ കൊട്ടാരത്തിൽ വീഞ്ഞും അമൃതും വിളമ്പുന്ന ഒരു പുതിയ വേലക്കാരനായി റിയ സിയൂസിനെ ക്രോണസിന് പരിചയപ്പെടുത്തി. ക്രോണസ് അവനെ നോക്കി. ആ മുഖത്ത് ഒരു പരിചയവും ക്രോണസിന് തോന്നിയില്ല. കാരണം താൻ വിഴുങ്ങിയ മകൻ ഒരു കല്ലു മാത്രമാണെന്നാണ് ക്രോണസ് വിശ്വസിച്ചിരുന്നത്. ശരി, ഇവനിവിടെ നിൽക്കട്ടെ, ക്രോണസ് സമ്മതിച്ചു. സ്വന്തം മരണത്തെയാണ് താൻ ജോലിക്ക് വച്ചിരിക്കുന്നതെന്ന് ആ രാജാവ് അറിഞ്ഞില്ല. അന്ന് രാത്രി ഓത്രിസ് പർവ്വതത്തിൽ വലിയൊരു വിരുന്ന് നടക്കുകയായിരുന്നു. ടൈറ്റന്മാർ എല്ലാവരും സന്തോഷത്തിലാണ്. ലോകം മുഴുവൻ അവരുടെ കാൽക്കീഴിലാണ്. ക്രോണസ് സിംഹാസനത്തിൽ അഹങ്കാരത്തോടെയിരുന്നു. എനിക്ക് ദാഹിക്കുന്നു, വീഞ്ഞുകൊണ്ടുവരൂ, ക്രോണസ് ആജ്ഞാപിച്ചു. സിയൂസ് മുന്നോട്ട് വന്നു. അവന്റെ കൈകൾ വിറച്ചില്ല. സ്വർണപാത്രത്തിൽ നിറയെ ചുവന്ന വീഞ്ഞ്. പക്ഷേ അതിൽ മെറ്റിസ് നൽകിയ ആ മരുന്ന്, കടുക്, ഉപ്പ്, മറ്റു ചില ഔഷധങ്ങൾ എന്നിവ ചേർത്ത മിശ്രിതം അവൻ കലർത്തിയിരുന്നു. സിയൂസ് ആ പാത്രം ക്രോണസിന് നീട്ടി. പ്രഭു, അങ്ങയ്ക്കായി ഏറ്റവും വിശിഷ്ടമായ വീഞ്ഞ്, സിയൂസ് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. ക്രോണസ് ആ പാത്രം വാങ്ങി. ഒരൊറ്റ ശ്വാസത്തിൽ അവനത് മുഴുവൻ കുടിച്ചു തീർത്തു. സിയൂസ് പിൻവാങ്ങി. ഒരു തൂണിന് മറവിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ക്രോണസിന്റെ മുഖഭാവം മാറി. ആദ്യമൊരു അസ്വസ്ഥത, പിന്നെ വയറ്റിൽ നിന്നൊരിരമ്പൽ. അവന്റെ മുഖം വിളറി വെളുത്തു. എന്താ, എനിക്കെന്തുപറ്റി? ക്രോണസ് നെഞ്ചിൽ കൈവച്ചു. അവന്റെ വയറ്റിൽ കിടന്ന മക്കൾ, ദേവന്മാർ, പുറത്തുവരാൻ വെമ്പൽ കൊണ്ടു. മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ക്രോണസ് സിംഹാസനത്തിൽ നിന്ന് താഴെ വീണു. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. പിന്നീട് നടന്നത് ചരിത്രമാണ്. ക്രോണസ് ഛർദ്ദിക്കാൻ തുടങ്ങി. ആദ്യം പുറത്തേക്ക് വന്നതെന്താണെന്നോ? അവൻ അവസാനം വിഴുങ്ങിയ ആ വലിയ കല്ല്, ഓംഫാലോസ് എന്ന ആ കല്ല് വലിയ ശബ്ദത്തോടെ തറയിൽ വീണു. ഈ കല്ല് പിന്നീട് സിയൂസ് ഡെൽഫിയിൽ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. അതിനു പിന്നാലെ അത്ഭുതകരമായ കാഴ്ചകൾ നടന്നു. ക്രോണസ് വിഴുങ്ങിയ ക്രമത്തിന് വിപരീതമായി മക്കൾ ഓരോരുത്തരായി പുറത്തേക്ക് വന്നു. ആദ്യം വന്നത് പൊസൈഡൻ, സമുദ്രങ്ങളുടെ ഭാവി രാജാവ്. പിന്നാലെ ഹെയ്രീസ്, പാതാളത്തിന്റെ അധിപൻ. പിന്നെ ഹീര. അതിനുശേഷം ഡിമീറ്റർ. ഏറ്റവും അവസാനം ആദ്യം വിഴുങ്ങിയ ഹെസ്റ്റിയ. ഇവർ കുഞ്ഞുങ്ങളായിട്ടല്ല പുറത്തുവന്നത്. വർഷങ്ങൾ പലത് കഴിഞ്ഞതുകൊണ്ട് ക്രോണസിന്റെ വയറ്റിൽ കിടന്ന് അവർ പൂർണ്ണ വളർച്ചയെത്തിയ യുവതീ-യുവാക്കളായി മാറിയിരുന്നു. അമരന്മാരായതുകൊണ്ട് അവർക്ക് ദഹനമോ മരണമോ സംഭവിച്ചില്ല. പുറത്തിറങ്ങിയ ഉടനെ അവർക്ക് കാര്യം മനസ്സിലായി. മുന്നിൽ നിൽക്കുന്ന യുവാവ് തങ്ങളുടെ സഹോദരൻ സിയൂസാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. നന്ദി സഹോദരാ, പൊസൈഡൻ സിയൂസിനെ കെട്ടിപ്പിടിച്ചു. നമുക്കിവിടെ നിൽക്കാൻ സമയമില്ല. ക്രോണസ് ഇപ്പോൾ ക്ഷീണിതനാണ്, പക്ഷെ അവൻ തിരിച്ചുവരും.
മറ്റു ടൈറ്റന്മാർ നമ്മളെ വലയും മുൻപ് രക്ഷപ്പെടണം, ഹേഡീസ് മുന്നറിയിപ്പ് നൽകി. ക്രോണസ് ഛർദ്ദിച്ച് അവശനായി കിടക്കുമ്പോൾ സിയൂസും സഹോദരങ്ങളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവർ ഓത്രിസ് പർവ്വതത്തിൽ നിന്ന് ഏറെ അകലെയുള്ള മറ്റൊരു ഉയർന്ന പർവ്വതത്തിലേക്ക് പോയി. അതാണ് ഒളിമ്പസ് പർവ്വതം. അവിടെ അവർ തങ്ങളുടെ താവളമുറപ്പിച്ചു. മേഘങ്ങൾക്ക് മുകളിൽ ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പർവ്വതം അവരുടെ കോട്ടയായി മാറി. അങ്ങനെ ലോകം രണ്ടായി പിരിഞ്ഞു. ഒരു വശത്ത് ഓത്രിസ് പർവ്വതത്തിൽ ക്രോണസും മറ്റ് ടൈറ്റന്മാരും, മറുവശത്ത് ഒളിമ്പസ് പർവ്വതത്തിൽ സിയൂസും സഹോദരങ്ങളും. ഇവരെയാണ് നമ്മൾ ഒളിമ്പിയന്മാരെന്ന് വിളിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് സന്ധിയില്ലാത്ത യുദ്ധമാണ്. അധികാരം നിലനിർത്താൻ ടൈറ്റന്മാരും അധികാരം പിടിച്ചെടുക്കാൻ ഒളിമ്പിയന്മാരും. യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിനെയാണ് ടൈറ്റാനോമാക്കി എന്ന് വിളിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ യുദ്ധം പോലെയല്ല ഇത്. ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഓരോ ദിവസവും ഭൂമി കുലുങ്ങി. പർവ്വതങ്ങൾ പിഴുതെടുത്ത് അവർ പരസ്പരം എറിഞ്ഞു. സമുദ്രങ്ങൾ തിളച്ചുമറിഞ്ഞു. ആകാശം കത്തിജ്വലിച്ചു. ടൈറ്റന്മാർ വളരെ ശക്തരായിരുന്നു. അവർക്ക് വലിപ്പവും അനുഭവസമ്പത്തുമുണ്ടായിരുന്നു. ആറ്റ്ലസ് എന്ന ടൈറ്റനായിരുന്നു അവരുടെ സൈന്യാധിപൻ. ക്രോണസിനേക്കാൾ ശക്തനായിരുന്നു അവൻ. മറുവശത്ത് സിയൂസും സഹോദരങ്ങളും ചെറുപ്പമാണ്, വേഗമുള്ളവരാണ്. പോസിഡോൺ കടലുകളെ ഇളക്കിമറിച്ചു. ഹെയ്ഡിസ് ഇരുട്ടിൽ നിന്ന് ആക്രമിച്ചു. പക്ഷേ ആർക്കും ജയിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം, 5 വർഷം, 10 വർഷമായിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല. ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഈ യുദ്ധം കാരണം നരകിച്ചു. കാടുകൾ കത്തിനശിച്ചു. നദികൾ വറ്റിപ്പോയി. സിയൂസ് നിരാശനായി. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ടൈറ്റന്മാരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അവരുടെ ശക്തി അപാരമാണ്. നമുക്ക് ജയിക്കണമെങ്കിൽ എന്തെങ്കിലും പുതിയ വഴി കണ്ടെത്തണം, സിയൂസ് സഹോദരങ്ങളോട് പറഞ്ഞു. ആ സമയത്താണ് പഴയൊരു പ്രവചനവുമായി ഗിയ വീണ്ടും രംഗത്തെത്തുന്നത്. ഗിയ സിയൂസിനോട് പറഞ്ഞു, മകനെ, നിന്റെ ശക്തി കൊണ്ട് മാത്രം നീ ജയിക്കില്ല. ടൈറ്റന്മാരെ തോൽപ്പിക്കണമെങ്കിൽ നിനക്ക് ചിലരുടെ സഹായം വേണം. നീ മറന്നുപോയ ചിലർ. ആരാണവർ? സിയൂസ് ചോദിച്ചു. നിന്റെ അച്ഛൻ ക്രോണസ് പണ്ട് പാതാളത്തിൽ അഥവാ ടാർട്ടറസിൽ അടച്ചിട്ട ചിലരുണ്ട്. നിന്റെ സ്വന്തം അമ്മാവന്മാർ. 3 സൈക്ലോപ്സുകളും 3 ഹെക്കാട്ടോൺ കയറുകളും. അവരെ മോചിപ്പിക്കൂ. അവർ നിന്നെ സഹായിക്കും. അവർക്ക് മാത്രമേ ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ കഴിയൂ. സിയൂസ് ആലോചിച്ചു. അത് വലിയൊരു റിസ്ക്കാണ്. ടാർട്ടറസ് എന്നത് നരകത്തിനും താഴെയുള്ള സ്ഥലമാണ്. അവിടേക്ക് പോയി ആ ഭീകരരൂപികളെ മോചിപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അവിടേക്ക് കാവലായി നിൽക്കുന്നത് ക്യാമ്പേ എന്ന ഭീകരമായ ഡ്രാഗണാണ്. പക്ഷേ സിയൂസിന് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ പോകും, സിയൂസ് തീരുമാനിച്ചു. പാതാളത്തിലേക്ക് പോയി ആ രാക്ഷസന്മാരെ ഞാൻ എൻ്റെ സൈന്യത്തിൽ ചേർക്കും. യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായി മാറി സിയൂസും സഹോദരന്മാരായ പോസിഡോണും ഹേഡിസും കൂടി പാതാളത്തിലേക്ക് യാത്ര തിരിച്ചു. ഭൂമിയുടെ അടിത്തട്ടിലേക്ക്, ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങിപ്പോയി. അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല, ഭയപ്പെടുത്തുന്ന നിശബ്ദത മാത്രം. ഏറ്റവും അടിയിൽ ടാർട്ടറസിന്റെ കവാടത്തിൽ അവർ ആ കാവൽക്കാരിയെ കണ്ടു. ക്യാമ്പേ. പാമ്പിന്റെ മുടിയും തേളിന്റെ വാലും 1000 മാരിവില്ലുകളുടെ നിറമുള്ള ചിറകുകളുമുള്ള ഭീകരജന്തു. അവളെ തോൽപ്പിക്കാതെ അകത്തു കടക്കാൻ കഴിയില്ല. സിയൂസ് തന്റെ സർവ്വശക്തിയുമെടുത്ത് ക്യാമ്പയെ ആക്രമിച്ചു. മിന്നലുകളും ഇരുട്ടും ഏറ്റുമുട്ടി. ഒടുവിൽ സിയൂസ് ആ ഡ്രാഗണിനെ വധിച്ചു. അവർ ടാർട്ടറസിന്റെ വലിയ ഇരുമ്പുവാതിലുകൾ തുറന്നു. അകത്ത് യുഗങ്ങളായി ചങ്ങലയിൽ കിടക്കുന്ന ആ 6 പേരെ അവർ കണ്ടു. 3 സൈക്ലോപ്സുകൾ, ഒറ്റക്കണ്ണുള്ള ഭീമന്മാർ, 3 ഹെക്കാറ്റോൺ കയറുകൾ, 100 കൈകളും 50 തലകളുമുള്ള രാക്ഷസന്മാർ. അവർ സിയൂസിനെ കണ്ട് അലറി. ആരാണത്? ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണോ? സിയൂസ് ശാന്തമായി പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളുടെ സഹോദരപുത്രനാണ്, ക്രോണസിന്റെ മകൻ. പക്ഷെ ഞാൻ അവനെപ്പോലെയല്ല, നിങ്ങളെ മോചിപ്പിക്കാൻ വന്നതാണ്. പകരം നിങ്ങളെന്നെ യുദ്ധത്തിൽ സഹായിക്കണം. സ്വാതന്ത്ര്യം എന്ന വാക്ക് കേട്ടപ്പോൾ ആ ഭീമന്മാരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം വന്നു. ഞങ്ങൾ സഹായിക്കാം. ക്രോണസിനോട് ഞങ്ങൾക്ക് പകരം ചോദിക്കണം. ഞങ്ങളെ ഇരുട്ടിലിട്ട അവനെ പാഠം പഠിപ്പിക്കണം.
സൈക്ലോപ്സുകൾ വലിയ കൊല്ലപ്പണിക്കാരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നന്ദി സൂചകമായി അവർ സിയൂസിനും സഹോദരങ്ങൾക്കും ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന 3 ആയുധങ്ങൾ സമ്മാനിക്കാൻ തീരുമാനിച്ചു. സിയൂസിന് അവർ നൽകിയത് ഇടിമിന്നൽ തണ്ടർബോൾട്ടായിരുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ആയുധം. വിനാശകരമായ ശക്തിയുള്ള, കയ്യിൽ പിടിക്കാവുന്ന മിന്നൽ പിണർ. പൊസിഡോണിന് അവർ നൽകിയത് ത്രിശൂലമാണ്. 3 മുനയുള്ള ഈ ശൂലം കൊണ്ട് സമുദ്രങ്ങളെ പിളർക്കാനും സുനാമികളുണ്ടാക്കാനും ഭൂകമ്പം സൃഷ്ടിക്കാനും സാധിക്കും. ഹേഡിസിന് അവർ നൽകിയത് ഇരുട്ടിന്റെ തൊപ്പി, ഹെൽം ഓഫ് ഡാർക്ക്നെസ് ആണ്. ഇത് തലയിൽ വെച്ചാൽ ആർക്കും അവനെ കാണാൻ കഴിയില്ല. അവൻ അദൃശ്യനാകും, ഇൻവിസിബിൾ. നിഴലുകൾ പോലും അവനെ കാണിക്കില്ല. ഈ 3 ആയുധങ്ങളും പിന്നെ 100 കയ്യന്മാരായ ഹെക്കാട്ടോൺ കയറുകളുടെ കായിക ശക്തിയും. ഇപ്പോൾ സിയൂസിന്റെ സൈന്യം സജ്ജമാണ്. 10 വർഷമായി സമനിലയിൽ തുടരുന്ന യുദ്ധം അവസാനിക്കാൻ പോകുന്നുവെന്ന് അവർക്കുറപ്പായിരുന്നു. സിയൂസ് തന്റെ പുതിയ ആയുധമായ ഇടിമിന്നലിലേക്ക് നോക്കി. അത് വെറുമൊരായുധമായിരുന്നില്ല. പ്രകാശത്തിന്റെയും ശബ്ദത്തിന്റെയും വിനാശത്തിന്റെയും മൂർത്തരൂപമായിരുന്നു. അത് കയ്യിൽ പിടിച്ചപ്പോൾ അവന്റെ ശരീരത്തിലൂടെ 1000 വോൾട്ട് വൈദ്യുതി പ്രവഹിക്കുന്നതുപോലെ തോന്നി. മറുവശത്ത് ഓത്രിസ് പർവ്വതത്തിൽ ടൈറ്റന്മാരുടെ രാജാവായ ക്രോണസ് അപ്പോഴും അഹങ്കാരത്തിലായിരുന്നു. സിയൂസ് പാതാളത്തിലേക്ക് പോയതും അവിടെ നിന്ന് രാക്ഷസന്മാരെ മോചിപ്പിച്ചതും അവൻ അറിഞ്ഞിരുന്നില്ല. തന്റെ ശക്തിക്ക് മുന്നിൽ ഒളിമ്പ്യന്മാർക്ക് അധികകാലം പിടിച്ചുനിൽക്കാൻ കഴിയില്ലെന്ന് അവൻ വിശ്വസിച്ചു. ടൈറ്റന്മാരുടെ സൈന്യാധിപനായ അറ്റ്ലസ് യുദ്ധത്തിന് തയ്യാറായി നിന്നു. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് സിയൂസ് ഒരു പുതിയ തന്ത്രം പ്രയോഗിച്ചു. നേരിട്ടുള്ള ആക്രമണത്തിനു മുൻപ് ശത്രുവിന്റെ മനസ്സ് തകർക്കണം. അതിനായി അവൻ തന്റെ സഹോദരനായ ഹേഡിസിനെ നിയോഗിച്ചു. ഹേഡിസ് സൈക്ലോപ്സുകൾ നൽകിയ ഇരുട്ടിന്റെ തൊപ്പി, ഹെൽം ഓഫ് ഡാർക്ക്നെസ്, തലയിൽ വെച്ചു. ആ നിമിഷം അവൻ അദൃശ്യനായി. അവനെ കാണാൻ ആർക്കും കഴിയില്ല. അവന്റെ നിഴൽ പോലും ഭൂമിയിൽ വീഴില്ല. അവൻ വായു പോലെ ഓത്രിസ് പർവ്വതത്തിലേക്ക് നടന്നുകയറി. ടൈറ്റന്മാർ ഉറങ്ങിക്കിടക്കുന്ന പാളയത്തിലേക്ക് അവൻ നുഴഞ്ഞുകയറി. അവിടെ അവൻ ഭീതി വിതച്ചു. ടൈറ്റന്മാരുടെ ആയുധങ്ങൾ അവൻ ഒളിപ്പിച്ചുവെച്ചു. അവരുടെ ഉറക്കത്തിലേക്ക് പേടി സ്വപ്നങ്ങൾ കടത്തിവിട്ടു. ഉറങ്ങിക്കിടന്ന ക്രോണസിന്റെ ചെവിയിൽ അവൻ മന്ത്രിച്ചു, നിന്റെ സമയം കഴിഞ്ഞു. നിന്റെ അച്ഛൻ പറഞ്ഞ ശാപം ഫലിക്കാൻ പോകുന്നു. ക്രോണസ് ഞെട്ടിയുണർന്നു. ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. പക്ഷെ അന്തരീക്ഷത്തിൽ മരണത്തിന്റെ ഗന്ധം അവൻ അനുഭവപ്പെട്ടു. ഭയം മെല്ലെ അവന്റെ മനസ്സിലേക്ക് അരിച്ചു കയറി. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തോൽക്കുന്നതിനേക്കാൾ വലിയ പരാജയമാണ് ഭയപ്പെടുക എന്നത്. നേരം വെളുത്തു. ഓത്രിസ് പർവ്വതത്തിന് താഴെ ഒളിമ്പ്യന്മാരുടെ സൈന്യം നിരന്നു. ഇത്തവണ യുദ്ധം തുടങ്ങിയത് പൊസൈഡോണായിരുന്നു. അവൻ തന്റെ പുതിയ ത്രിശൂലം വായുവിൽ ചുഴറ്റി. എന്നിട്ട് സർവശക്തിയുമെടുത്ത് അത് ഭൂമിയിൽ ആഞ്ഞടിച്ചു. അതുവരെ കാണാത്തത്ര വലിയൊരു ഭൂകമ്പം അവിടെയുണ്ടായി. ഓത്രിസ് പർവ്വതം അടിമുടി വിറച്ചു. കൂറ്റൻ പാറകൾ ഇടിഞ്ഞു വീണു. ടൈറ്റന്മാർക്ക് ബാലൻസ് കിട്ടാതെ വീണുപോയി. ഭൂമി പിളർന്നു. സമുദ്രം കരകവിഞ്ഞൊഴുകി. തിരമാലകൾ പർവ്വതത്തോളം ഉയരത്തിൽ പൊങ്ങി ടൈറ്റന്മാരുടെ കോട്ടയിലേക്ക് ആഞ്ഞടിച്ചു. എന്താണ് സംഭവിക്കുന്നത്? അറ്റ്ലസ് അലറി. ഭൂമി നമ്മളെ ചതിക്കുകയാണോ? അല്ല, ഭൂമി ഗിയ അവരെ ചതിക്കുകയായിരുന്നില്ല. മറിച്ച് സമുദ്രങ്ങളുടെ പുതിയ രാജാവ് തന്റെ ശക്തി കാണിക്കുകയായിരുന്നു. ഭൂകമ്പവും പ്രളയവും കൊണ്ട് ടൈറ്റന്മാർ ചിതറിയോടുന്ന സമയത്താണ് സിയൂസ് രംഗപ്രവേശം ചെയ്തത്. അവൻ ഒളിമ്പസ് പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ കയറി നിന്നു. ആകാശം കറുത്തിരുണ്ടു. കാർമേഘങ്ങൾ കൂട്ടിമുട്ടി. അവൻ തന്റെ വലതുകൈ ഉയർത്തി. ആ കൈയിൽ മിന്നൽ പിണരുകൾ തിളങ്ങി. ക്രോണസ്! സിയൂസ് അലറി. ആ ശബ്ദം ലോകം മുഴുവൻ കേട്ടു. ആദ്യത്തെ ഇടിമിന്നൽ, ലൈറ്റ്നിംഗ് ബോൾട്ട്, അവൻ എറിഞ്ഞു. അത് വെറുമൊരു വെളിച്ചമായിരുന്നില്ല. സൂര്യനേക്കാൾ 10 ഇരട്ടി ചൂടുള്ള, ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഊർജമായിരുന്നു അത്. അതു ചെന്നു തറച്ചത് ടൈറ്റന്മാരുടെ സൈന്യത്തിന്റെ നടുവിലാണ്.
വലിയൊരു സ്ഫോടനം നടന്നു. ടൈറ്റന്മാർ തെറിച്ചുപോയി. പാറകൾ ഉരുകിയൊലിച്ചു. മരങ്ങൾ കത്തിച്ചാമ്പലായി. ക്രോണസ് ഞെട്ടിപ്പോയി. ഇങ്ങനെയൊരായുധം അവൻ കണ്ടിട്ടില്ല. ഇടിമിന്നലിനെ കൈപ്പിടിയിലൊതുക്കാൻ കഴിയുന്ന ഒരാൾ, അത് ദൈവങ്ങൾക്ക് പോലും അസാധ്യമാണെന്നായിരുന്നു അവൻ കരുതിയിരുന്നത്. പക്ഷെ തന്റെ മകനത് സാധിച്ചിരിക്കുന്നു. സിയൂസ് ഒന്നിനു പുറകെ ഒന്നായി മിന്നലുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഓത്രിസ് പർവ്വതം അക്ഷരാർത്ഥത്തിൽ കത്തുകയായിരുന്നു. ഇടിമിന്നലിന്റെയും ഭൂകമ്പത്തിന്റെയും നടുവിൽ ടൈറ്റന്മാർ പതറി നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ദുരന്തം അവരെ തേടിയെത്തിയത്. സിയൂസ് തന്റെ രഹസ്യ ആയുധങ്ങളെ പുറത്തിറക്കി. ഹെക്കറ്റോൺ കയറുകൾ, ദ ഹെക്കറ്റോൺ കൈറീസ്. കോട്ടസ്, ബ്രയാറിയസ്, ഗൈജസ് എന്നീ 3 ഭീമന്മാർ യുദ്ധക്കളത്തിലേക്ക് ചാടി വീണു. ഓരോരുത്തർക്കും 100 കൈകൾ വീതം. 3 പേർക്കും കൂടി 300 കൈകൾ. അവർ ചുറ്റുമുള്ള വലിയ പാറക്കല്ലുകൾ വാരിയെടുത്തു. എന്നിട്ട് യന്ത്രത്തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ പായുന്നതുപോലെ നിർത്താതെ ടൈറ്റന്മാർക്ക് നേരെ എറിഞ്ഞു. ഒരാൾ ഒരേ സമയം 100 പാറക്കല്ലുകൾ എറിയുന്നു. 3 പേർ ചേർന്ന് 300 പാറക്കല്ലുകൾ. ആകാശത്തുനിന്ന് കല്ലുമഴ പെയ്യുന്നതുപോലെയായിരുന്നു അത്. ടൈറ്റന്മാർക്ക് തലയുയർത്താൻ പോലും കഴിഞ്ഞില്ല. അവർ എവിടെ നോക്കിയാലും പാറകൾ വന്നു വീഴുന്നു. അവരുടെ കവചങ്ങൾ തകർന്നു. അവരുടെ ശരീരങ്ങൾ മുറിഞ്ഞു. അറ്റ്ലസിനെപ്പോലുള്ള ശക്തരായ ടൈറ്റന്മാർ പോലും ഈ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. യുദ്ധക്കളം മുഴുവൻ പുകയിലും പൊടിയിലും മുങ്ങി. ഒടുവിൽ സിയൂസും ക്രോണസും മുഖാമുഖം വന്നു. അച്ഛനും മകനും, പഴയ രാജാവും പുതിയ രാജാവും. ക്രോണസ് തന്റെ അരിവാൾ സൈത്ത്, പണ്ട് അച്ഛനായ യുറാനസിനെ വെട്ടിവീഴ്ത്തിയ അതേ ആയുധം കയ്യിലേന്തിയിരുന്നു. പക്ഷേ അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ പരാജയഭീതി നിഴലിച്ചിരുന്നു. "നീ എന്നെ തോൽപ്പിക്കില്ല," ക്രോണസ് അലറി. "ഞാനാണ് സമയം, ഞാനാണ് എല്ലാം." സിയൂസ് ചിരിച്ചു. "സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല അച്ഛാ. അങ്ങയുടെ സമയം കഴിഞ്ഞു." സിയൂസ് തന്റെ ഏറ്റവും ശക്തമായ ഇടിമിന്നൽ പ്രയോഗിച്ചു. അത് ക്രോണസിന്റെ അരിവാളിൽ തട്ടി. ആ ദിവ്യ ആയുധം തകർന്നുപോയി. അടുത്ത മിന്നൽ ക്രോണസിന്റെ നെഞ്ചിൽ പതിച്ചു. അമരനായതുകൊണ്ട് ക്രോണസ് മരിച്ചില്ല. പക്ഷേ ആ പ്രഹരത്തിൽ അവന്റെ ശക്തി മുഴുവൻ ചോർന്നുപോയി. അവൻ നിലത്തു വീണു. വേദന കൊണ്ടവൻ പുളഞ്ഞു. ടൈറ്റന്മാരുടെ രാജാവ് വീണു. അതു കണ്ടതോടെ ബാക്കിയുള്ള ടൈറ്റന്മാർ ആയുധം വെച്ച് കീഴടങ്ങി. ചിലർ ഓടിപ്പോയി, ചിലർ മാപ്പപേക്ഷിച്ചു. യുദ്ധം കഴിഞ്ഞു. ഒളിമ്പ്യന്മാർ വിജയിച്ചു. പക്ഷേ ടൈറ്റന്മാർ മരിക്കില്ല. അവർ അമരന്മാരാണ്. അവരെ എന്തു ചെയ്യും? അവരെ വെറുതെ വിട്ടാൽ അവർ വീണ്ടും ശക്തി സംഭരിച്ച് തിരിച്ചുവരും. സിയൂസ് ഒരു കടുത്ത തീരുമാനമെടുത്തു. "ചരിത്രമാവർത്തിക്കട്ടെ," അവൻ പറഞ്ഞു. "എന്റെ അച്ഛൻ സ്വന്തം സഹോദരങ്ങളെ എവിടെയാണോ തടവിലിട്ടത് അവിടെത്തന്നെ അവനും കിടക്കട്ടെ." അങ്ങനെ സിയൂസും സഹോദരങ്ങളും ചേർന്ന് ക്രോണസിനെയും അവനെ സഹായിച്ച മറ്റ് ടൈറ്റന്മാരെയും ബന്ധിച്ചു. അവരെ വലിച്ചിഴച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി. ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ടാർട്ടറസ്, ഒരിക്കലും വെളിച്ചം കടക്കാത്ത ഇരുമ്പു മതിലുകളുള്ള നരകം. അവിടെ വലിയ ചങ്ങലകൾ കൊണ്ട് ടൈറ്റന്മാരെ ബന്ധിച്ചു. ഇവിടെ ഒരു രസകരമായ കാര്യം സംഭവിക്കുന്നുണ്ട്. പണ്ട് ടാർട്ടറസിൽ തടവുകാരായി കിടന്നിരുന്ന ഹെക്കാറ്റോ കയറുകൾ അഥവാ 100 കയ്യന്മാർ ഇപ്പോൾ അവിടുത്തെ ജയിലർമാരായി മാറി. "ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് നരകിക്കൂ," അവർ ടൈറ്റന്മാരോട് പറഞ്ഞു. "നിങ്ങൾ ഞങ്ങളെ പുറത്തിറക്കാതെ ഇട്ടിരുന്നില്ലേ? ഇനി ഞങ്ങൾ നിങ്ങളെ പുറത്തിറക്കില്ല." അങ്ങനെ ക്രോണസ് എന്നേക്കുമായി ഇരുട്ടിലായി. അവന്റെ അഹങ്കാരവും അധികാരവും അവിടെ അവസാനിച്ചു. ചില കഥകളിൽ പിന്നീട് സിയൂസ് ക്രോണസിനെ മാപ്പാക്കി ഐലൻഡ് ഓഫ് ബ്ലെസഡ് എന്ന സ്ഥലത്തേക്ക് അയച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം കഥകളിലും അവൻ ടാർട്ടറസിൽ തന്നെയാണ്. ടൈറ്റന്മാരെല്ലാവരും ടാർട്ടറസിലായി. പക്ഷെ ഒരാളെ മാത്രം സിയൂസ് അവിടെ ഇട്ടില്ല. അത് അറ്റ്ലസ് ആയിരുന്നു, ടൈറ്റന്മാരുടെ സൈന്യാധിപൻ. അവൻ വളരെ ശക്തനായിരുന്നു. അവനെ ജയിലിലിട്ടാൽ അവനത് തകർത്ത് പുറത്തുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന് സിയൂസ് ഒരു പ്രത്യേക ശിക്ഷ വിധിച്ചു. യുദ്ധം കാരണം ആകാശം വല്ലാതെ ഇളകിയിരുന്നു. അതേതു നിമിഷവും ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീഴാം എന്ന അവസ്ഥയിലായിരുന്നു. സിയൂസ് അറ്റ്ലസിനെ വിളിച്ചു. "നീയാണ് ഈ യുദ്ധം നയിച്ചത്. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. നിന്റെ ചുമലുകൾ വളരെ ശക്തമാണല്ലോ. എങ്കിൽ ആ ഭാരം നീ തന്നെ താങ്ങിക്കോ." സിയൂസ് അറ്റ്ലസിനെ ഭൂമിയുടെ പടിഞ്ഞാറൻ അറ്റത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ആകാശഗോളത്തെ അവന്റെ ചുമലിൽ എടുത്തുവച്ചു. "ഇനി മുതൽ
ആകാശം ഭൂമിയിൽ വീഴാതെ താങ്ങി നിർത്തേണ്ടത് നിന്റെ ജോലിയാണ്. അനന്തകാലത്തോളം നീ ഇത് ചുമക്കും. അങ്ങനെ അറ്റ്ലസ് ഇന്നും ആകാശത്തെ താങ്ങി നിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മൾ മാപ്പിനെ അറ്റ്ലസ് എന്ന് വിളിക്കാൻ കാരണം ഇതാണ്. യുദ്ധം അവസാനിച്ചതോടെ ലോകം ശാന്തമായി. ഇനി അധികാരം പങ്കുവെക്കണം. സിയൂസ്, പൊസൈഡൻ, ഹെയ്ഡീസ് എന്നീ 3 സഹോദരന്മാർ ലോകത്തെ 3ആയി വീതിച്ചെടുത്തു. അവർ നറുക്കിട്ടു. സിയൂസ്, അവന് ആകാശം, സ്കൈ ലഭിച്ചു. അവൻ ദേവന്മാരുടെ രാജാവായി, കിങ് ഓഫ് ഗോഡ്സ്, മഴയുടെയും ഇടിമിന്നലിന്റെയും അധികാരി. പൊസൈഡൻ, അവന് സമുദ്രം ലഭിച്ചു. സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും തിരമാലകളുടെയും അധിപൻ. ഹെയ്ഡീസ്, അവന് പാതാളം ലഭിച്ചു. മരിച്ചവരുടെ ലോകത്തിന്റെ രാജാവ്. സമ്പത്തുകളെല്ലാം, ഭൂമിക്കടിയിലുള്ള സ്വർണവും രത്നങ്ങളും അവന്റേതായി. ഭൂമി എല്ലാവർക്കും പൊതുവായ സ്ഥലമായി പ്രഖ്യാപിച്ചു. ഒളിമ്പസ് പർവ്വതം അവരുടെ ആസ്ഥാനമായി മാറി. അങ്ങനെ പ്രൈമോർഡിയൽ ഇറ അവസാനിച്ചു. ടൈറ്റന്മാരുടെ യുഗം അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് ഒളിമ്പ്യന്മാരുടെ യുഗമാണ്. ദി ഏജ് ഓഫ് ഒളിമ്പ്യൻസ്. സിയൂസ് ഭരണം തുടങ്ങി. അവൻ തന്റെ സഹോദരി ഹീരയെ വിവാഹം കഴിച്ചു. പക്ഷേ സിയൂസിന്റെ ഭരണം സമാധാനപരമായിരുന്നില്ല. ഗിയ, ഭൂമിദേവി, വീണ്ടും കോപിച്ചു. കാരണം അവളുടെ മക്കളായ ടൈറ്റന്മാരെ സിയൂസ് ടാർട്ടറസിൽ അടച്ചില്ലേ? അമ്മയ്ക്ക് മക്കൾ ആരായാലും മക്കൾ തന്നെയാണല്ലോ. സിയൂസിനെതിരെ ഗിയ പുതിയ ചില ഭീകരരെ സൃഷ്ടിക്കാൻ പോകുന്നു. അതാണ് ടൈഫോൺ. കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞത് ശൂന്യതയിൽ നിന്നുള്ള പ്രപഞ്ചസൃഷ്ടിയുടെ കഥയായിരുന്നു. ഭൂമിദേവിയായ ഗിയയും ആകാശമായ യുറാനസും ചേർന്ന് ടൈറ്റന്മാരെയും മറ്റ് ഭീകരരൂപികളെയും സൃഷ്ടിച്ചു. സ്വന്തം മക്കളെ പാതാളത്തിൽ തടവിലാക്കിയ യുറാനസിനെ മകനായ ക്രോണസ് അധികാരത്തിൽ നിന്ന് താഴെയിറക്കി. എന്നാൽ സ്വന്തം മക്കൾ തന്നെയും തോൽപ്പിക്കുമെന്ന ഭയത്താൽ ക്രോണസ് തന്റെ കുഞ്ഞുങ്ങളെ ജനിച്ചയുടനെ വിഴുങ്ങിത്തുടങ്ങി. ഒടുവിൽ അമ്മയായ റിയ രക്ഷിച്ചെടുത്ത സിയൂസ് രഹസ്യമായി വളർന്നു വലുതായി തിരികെയെത്തി തന്റെ സഹോദരങ്ങളെ മോചിപ്പിച്ചു. തുടർന്ന് ടൈറ്റന്മാരുമായുള്ള 10 വർഷം നീണ്ട മഹായുദ്ധത്തിൽ വിജയിച്ച് സിയൂസ് ദേവന്മാരുടെ രാജാവായി മാറി. എന്നാൽ തന്റെ മക്കളായ ടൈറ്റന്മാരെ പാതാളത്തിലടച്ച സിയൂസിനോട് ഗിയയ്ക്ക് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. സിയൂസിനെ ഇല്ലാതാക്കാൻ ഗിയ ടൈഫോൺ എന്ന അതിഭീകരനായ രാക്ഷസനെ സൃഷ്ടിക്കുന്നിടത്താണ് നാം കഥ നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. കഥയിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണ്, അതുപോലെ നിങ്ങളുടെ അവിടെ ഇപ്പോൾ സമയം എത്രയായപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്തരം പുരാണ കഥകളും ചരിത്രങ്ങളും തുടർന്നും കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടൈറ്റന്മാരുമായുള്ള 10 വർഷത്തെ മഹായുദ്ധം അവസാനിച്ചു. ലോകം ശാന്തമായി. വിജയികളായ ഒളിമ്പ്യൻ ദേവന്മാർ സിയൂസ്, പൊസിഡോൺ, ഹേഡിസ് തങ്ങളുടെ പുതിയ സാമ്രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ഒത്തുകൂടി. അവർ 3 പേരും സഹോദരന്മാരാണ്. മൂവരും ഒരേപോലെ ശക്തരാണ്. അതുകൊണ്ട് ആര് രാജാവാകണം എന്നതിൽ തർക്കം വരാതിരിക്കാൻ അവർ ഒരു നറുക്കെടുപ്പ് അഥവാ ഡ്രോയിങ് ലോട്ട്സ് നടത്തി. ഒരു കവചത്തിനുള്ളിൽ 3 കല്ലുകളിട്ടു. ഓരോരുത്തരായി കല്ലുകളെടുത്തു. ഭാഗ്യം തുണച്ചത് സിയൂസിനെയായിരുന്നു. അവന് ആകാശം ലഭിച്ചു. അതോടെ അവൻ ദേവന്മാരുടെ രാജാവായി മാറി. മേഘങ്ങളുടെയും മഴയുടെയും ഇടിമിന്നലിന്റെയും അധികാരിയായി അവൻ ഒളിമ്പസ് പർവ്വതത്തിലെ സ്വർണ സിംഹാസനത്തിലിരുന്നു. രണ്ടാമത് നറുക്കെടുത്തത് പൊസിഡോണായിരുന്നു. അവന് സമുദ്രം ലഭിച്ചു. കരയെ ചുറ്റി ഒഴുകുന്ന അനന്തമായ ജലരാശിയുടെ അധിപനായി അവൻ മാറി. കയ്യിൽ ത്രിശൂലവുമായി തിലമാലകൾക്കും സമുദ്രജീവികൾക്കും മുകളിലൂടെ അവൻ തന്റെ രഥമോടിച്ചു. മൂന്നാമത് ഹേഡിസായിരുന്നു. അവന് ലഭിച്ചത് പാതാളമാണ്, മരിച്ചവരുടെ ലോകം. സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത നിഴലുകൾ മാത്രം സഞ്ചരിക്കുന്ന ഇരുണ്ട ലോകം. ഹേഡിസ് അത് പരാതി ഏതുമില്ലാതെ സ്വീകരിച്ചു. ഭൂമിക്കടിയിലുള്ള എല്ലാ സമ്പത്തും, സ്വർണം, വെള്ളി, രത്നങ്ങൾ
അവൻ്റേതായി. അതുകൊണ്ട് അവനെ സമ്പന്നൻ അഥവാ പ്ലൂട്ടോൺ എന്നും വിളിക്കാറുണ്ട്. ഭൂമി ആർക്കും സ്വന്തമായിരുന്നില്ല. അത് എല്ലാവർക്കും, ദൈവങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പൊതുവായ സ്ഥലമായി പ്രഖ്യാപിച്ചു. ഒളിമ്പസ് പർവ്വതം അവരുടെ ആസ്ഥാനമായി മാറി. അവിടെ ദേവന്മാർ അമൃത് കഴിച്ച് ഒരിക്കലും മരിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഒളിമ്പസിന്റെ അടിവാരത്തിൽ, ഭൂമിയുടെ ആഴങ്ങളിൽ വീണ്ടും പകയുടെ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. ഭൂമിദേവിയായ ഗിയ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. ഓർക്കുക, സിയൂസിനെ ക്രോണസിനെതിരെ തിരിച്ചുവിട്ടത് ഗിയയായിരുന്നു. അവൾ ആഗ്രഹിച്ചത് തന്റെ മക്കളായ ടൈറ്റന്മാരെ ക്രോണസ് മോചിപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ സംഭവിച്ചതോ? സിയൂസ് യുദ്ധം ജയിച്ച ശേഷം ക്രോണസിനെയും മറ്റു ടൈറ്റന്മാരെയും പാതാളത്തിലെ ടാർട്ടറസിൽ ചങ്ങലയിട്ടു. ഗിയയ്ക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മക്കൾ, എന്റെ പ്രിയപ്പെട്ട മക്കൾ, അവർ വീണ്ടും ഇരുട്ടിലായി. എന്റെ പേരക്കുട്ടി സിയൂസ് എന്നെ ചതിച്ചു, അവൾ വിലപിച്ചു. ഒരമ്മയുടെ സങ്കടം പെട്ടെന്ന് വലിയൊരു പകയായി മാറി. ഒളിമ്പ്യൻ ദേവന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. സാധാരണ ആയുധങ്ങൾ കൊണ്ടോ സൈന്യം കൊണ്ടോ സിയൂസിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഗിയയ്ക്കറിയാം. സിയൂസിന്റെ കയ്യിൽ ഇടിമിന്നലുണ്ട്. അവനെ വെല്ലുവിളിക്കണമെങ്കിൽ പ്രപഞ്ചം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സിയൂസിനേക്കാൾ ഭീകരമായൊരു ശക്തി വേണം. അതിനായി ഗിയ പാതാളത്തിന്റെ ആൾരൂപമായ ടാർട്ടറസുമായി ചേർന്നു. ടാർട്ടറസ് ഒരു സ്ഥലവും ഒപ്പം ഒരു ദേവനുമാണ്. ഭൂമിയും പാതാളവും ഒന്നിച്ചപ്പോൾ അവിടെ ഒരു രാക്ഷസൻ പിറന്നു. അവന്റെ പേരായിരുന്നു ടൈഫോൺ. ടൈഫണിനെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം ഗ്രീക്ക് പുരാണങ്ങളിലെ ഏറ്റവും ഭീകരനും ഏറ്റവും അപകടകാരിയുമായ വില്ലനാണ് ടൈഫോൺ. അവൻ ജനിച്ചപ്പോൾ ഭൂമി കുലുങ്ങി, സമുദ്രങ്ങൾ വറ്റിപ്പോയി. അവന്റെ രൂപം വർണ്ണിക്കാൻ പോലും പ്രയാസമാണ്. അവന്റെ തല മേഘങ്ങൾക്കും മുകളിൽ നക്ഷത്രങ്ങളെ തൊട്ടുനിൽക്കും. 2 കൈകളും വിരിച്ചാൽ അത് കിഴക്കും പടിഞ്ഞാറും ചക്രവാളങ്ങളെ സ്പർശിക്കും. ഏറ്റവും ഭയാനകമായ കാര്യമെന്തെന്നാൽ അവന് മനുഷ്യന്റെ തലയല്ല ഉണ്ടായിരുന്നത്. അവന്റെ തോളിൽ നിന്ന് 100 പാമ്പിന്റെ തലകൾ, സ്നേക്ക് ഹെഡ്സ്, ഉയർന്നു നിന്നിരുന്നു. ഈ 100 തലകളിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദങ്ങൾ, സിംഹത്തിന്റെ ഗർജനം, പട്ടിയുടെ കുര, കാളയുടെ മുക്കുറ, പാമ്പിന്റെ ചീറ്റൽ ഒരേ സമയം കേൾക്കാം. അവന്റെ അരയ്ക്ക് താഴേക്ക് മനുഷ്യന്റെ കാലുകളല്ല, മറിച്ച് ചുരുണ്ടുകൂടിയ വലിയ വിഷപ്പാമ്പുകളായിരുന്നു. അവന്റെ ചിറകുകൾ സൂര്യനെപ്പോലും മറയ്ക്കാൻ പോന്നതായിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് തീ ജ്വലിച്ചു. വായിൽ നിന്ന് ലാവയും തീയും തുപ്പാൻ അവന് കഴിയുമായിരുന്നു. ഗിയ അവനോട് പറഞ്ഞു, മോനെ, ഒളിമ്പസിലേക്ക് പോകൂ. ആ അഹങ്കാരികളായ ദേവന്മാരെ തീയിട്ട് നശിപ്പിക്കൂ. നിനക്കാണ് ഈ ലോകം ഭരിക്കാൻ യോഗ്യത. ടൈഫോൺ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് നടന്നു നീങ്ങി. അവൻ ഓരോ ചുവടുവെക്കുമ്പോഴും പർവ്വതങ്ങൾ തകർന്നു വീണു, നദികൾ തിളച്ചു മറിഞ്ഞു. അവന്റെ അലർച്ച കേട്ട് ആകാശം വിറച്ചു. ഒളിമ്പസിലെ ദേവന്മാർ സിയൂസ്, ഹീര, അപ്പോളോ, ഏരീസ്, ഹെർമിസ് തുടങ്ങിയവർ താഴേക്കു നോക്കി. അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതുപോലൊരു ജീവിയെ അവർ കണ്ടിട്ടില്ല. ടൈറ്റന്മാർ പോലും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇവനെ തോൽപ്പിക്കാൻ നമുക്കാവില്ല, ദേവന്മാർ വിളിച്ചുകൂട്ടി. ഭയം കൊണ്ട് ദേവന്മാർ ഒളിമ്പസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവർ നേരെ പോയത് ഈജിപ്തിലേക്കാണ്. അവിടെ ചെന്നിട്ടും ടൈഫോൺ തങ്ങളെ കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ച് അവർ ഓരോരുത്തരും മൃഗങ്ങളുടെ രൂപം സ്വീകരിച്ചു. അപ്പോളോ ഒരു കാക്കയായി മാറി, ആർട്ടമിസ് ഒരു പൂച്ചയായി മാറി, ഹെർമിസ് ഒരു കൊക്കായി മാറി, ഏരീസ് ഒരു മത്സ്യമായി മാറി. എന്നാൽ ഒരാൾ മാത്രം ഓടിപ്പോയില്ല. അത് സിയൂസ് ആയിരുന്നു. ദേവന്മാരുടെ രാജാവായ താൻ ഭയന്നോടിയാൽ പിന്നെ ഈ ലോകത്തിന് ആരുണ്ട്? അവൻ തന്റെ ഇടിമിന്നലുമായി ഒളിമ്പസിന്റെ മുകളിൽ ഉറച്ചുനിന്നു. വരാൻ പറയൂ ആ രാക്ഷസനോട്, അവൻ പറഞ്ഞു. ടൈഫോൺ ഒളിമ്പസിലെത്തി. അവൻ വലിയ പാറക്കല്ലുകൾ സിയൂസിന് നേരെ എറിഞ്ഞു. സിയൂസ് തിരിച്ച് ഇടിമിന്നലുകൾ എറിഞ്ഞു. ആകാശം മുഴുവൻ തീപിടിച്ചു. സിയൂസിന്റെ മിന്നലുകൾ ടൈഫോണിന്റെ 100 തലകളിൽ പലതിനെയും കരിച്ചുകളഞ്ഞു. പക്ഷെ ടൈഫോൺ വീണില്ല. അവൻ കൂടുതൽ അരിശത്തോടെ മുന്നോട്ടു വന്നു. അവർ തമ്മിൽ നേരിട്ടുള്ള യുദ്ധം തുടങ്ങി. സിയൂസ് തന്റെ വജ്രായുധമായ ഇടിമിന്നൽ കൊണ്ട് ടൈഫോണിനെ പ്രഹരിച്ചു. ടൈഫോൺ പിന്നോട്ടു മാറി. സിയൂസ് വിചാരിച്ചു താൻ ജയിക്കാറായി എന്ന്.
അവൻ ആവേശത്തോടെ ടൈഫോണിന്റെ അടുത്തേക്ക് ചെന്നു. കയ്യിൽ ഇടിമിന്നലിന് പകരം മൂർച്ചയുള്ള ഒരരിവാൾ, അതെ, പണ്ട് ക്രോനസ് യുറാനസിനെ വെട്ടിയ അതേ അരിവാൾ ഉണ്ടായിരുന്നു. ഇതൊരബദ്ധമായിരുന്നു. അടുത്തെത്തിയ സിയൂസിനെ ടൈഫോൺ തന്റെ പാമ്പുപോലുള്ള കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി. സിയൂസിന് അനങ്ങാൻ കഴിഞ്ഞില്ല. ടൈഫോൺ ആ അരിവാൾ സിയൂസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. എന്നിട്ട് സിയൂസിന്റെ കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ, സിന്യൂസ്, അവൻ അറുത്തുമാറ്റി. ദൈവങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല, പക്ഷെ ഞരമ്പുകൾ അട്ടാൽ അനങ്ങാൻ കഴിയില്ല. ശക്തിയില്ലാത്ത ഒരു പാവയെപ്പോലെ സിയൂസ് താഴെ വീണു. ടൈഫോൺ സിയൂസിനെ എടുത്ത് തന്റെ തോളിലിട്ടു. ഇതാണോ ദേവന്മാരുടെ രാജാവ്? അവൻ പരിഹസിച്ചു. അവൻ സിയൂസിനെ കൊണ്ടുപോയി കൊറീഷ്യൻ ഗുഹ എന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു. കാവലിനായി ഡെൽഫെയിൻ എന്ന പെൺ ഡ്രാഗനെ നിയമിച്ചു. സിയൂസിന്റെ അറുത്തുമാറ്റിയ ഞരമ്പുകൾ ഒരു കരടിത്തോലിൽ പൊതിഞ്ഞ് അവൻ അവിടെ വെച്ചു. ലോകം ഇരുട്ടിലായി. ടൈഫോൺ വിജയിച്ചു. സിയൂസ് തിരിച്ചുവന്നത് ടൈഫോൺ അറിഞ്ഞില്ല. അവൻ വിജയാഘോഷത്തിലായിരുന്നു. പെട്ടെന്ന് ആകാശത്തുനിന്ന് 1000 മിന്നലുകൾ ഒന്നിച്ചു പതിച്ചു. ടൈഫോൺ ഞെട്ടിപ്പോയി. സിയൂസ് ഇത്തവണ ഒരു ദയയും കാണിച്ചില്ല. അവൻ ടൈഫോണിനെ ഓടിച്ചു. ലോകം മുഴുവൻ അവർ യുദ്ധം ചെയ്തു. ഒടുവിൽ ടൈഫോൺ സിസിലി എന്ന ദ്വീപിലെത്തി. അവിടെ വെച്ച് സിയൂസ് തന്റെ അവസാനത്തെ അടവ് പുറത്തെടുത്തു. സിസിലിയിൽ ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന എറ്റ്ന പർവ്വതമുണ്ടായിരുന്നു. സിയൂസ് തന്റെ സർവ്വശക്തിയുമെടുത്ത് ആ പർവ്വതം അപ്പാടെ പിഴുതെടുത്തു. ടൈഫോൺ ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ സിയൂസ് ആ പർവ്വതം ടൈഫോണിന്റെ തലയിലേക്കെറിഞ്ഞു. ഭീമാകാരമായ ആ പർവ്വതത്തിനടിയിൽ ടൈഫോൺ കുടുങ്ങിപ്പോയി. അവന് പുറത്തുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ മരിച്ചില്ല. ഇന്നും എറ്റ്ന പർവ്വതത്തിനടിയിൽ കിടന്ന് അവൻ ശ്വാസം വിടുന്നുണ്ട്. അവൻ ശ്വാസം വിടുമ്പോഴാണ് എറ്റ്ന പർവ്വതത്തിൽ നിന്ന് തീയും പുകയും, അഥവാ വോൾക്കാനിക് ഇറക്ഷൻ, പുറത്തുവരുന്നത് എന്ന് ഗ്രീക്കുകാർ വിശ്വസിച്ചു. അങ്ങനെ ഗിയയുടെ അവസാനത്തെ ശ്രമവും പരാജയപ്പെട്ടു. സിയൂസ് തന്റെ സിംഹാസനം ഉറപ്പിച്ചു. യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു. ടൈറ്റന്മാർ പോയി. രാക്ഷസന്മാർ പോയി. ഭൂമി ഇപ്പോൾ സുന്ദരിയാണ്. പക്ഷേ അവിടെ മൃഗങ്ങളും പക്ഷികളും മാത്രമേ ഉള്ളൂ. ദൈവങ്ങളെ ആരാധിക്കാനോ അവരുടെ കഥകൾ പാടി നടക്കാനോ ആരുമില്ല. അതുകൊണ്ട് സിയൂസ് ഒരു തീരുമാനമെടുത്തു. നമുക്ക് പുതിയൊരു വർഗത്തെ സൃഷ്ടിക്കണം, മനുഷ്യർ. ഈ ജോലി സിയൂസ് ഏൽപ്പിച്ചത് 2 ടൈറ്റൻ സഹോദരന്മാരെയാണ്. യുദ്ധത്തിൽ സിയൂസിനെ സഹായിച്ച ടൈറ്റന്മാർ പ്രൊമിത്യൂസും അവന്റെ സഹോദരൻ എപ്പിമിത്യൂസും. പ്രൊമിത്യൂസ് എന്നാൽ മുൻകൂട്ടി ചിന്തിക്കുന്നവൻ എന്നും എപ്പിമിത്യൂസ് എന്നാൽ വൈകി ചിന്തിക്കുന്നവൻ എന്നുമാണ് അർത്ഥം. സിയൂസ് അവർക്ക് കളിമണ്ണും ജീവന്റെ ശ്വാസവും നൽകി. എപ്പിമിത്യൂസ് പറഞ്ഞു, മൃഗങ്ങളെ ഞാനുണ്ടാക്കാം. അവൻ പണി തുടങ്ങി. അവൻ മൃഗങ്ങളെ ഉണ്ടാക്കി. ഓരോന്നിനും ഓരോ കഴിവുകൾ നൽകി. സിംഹത്തിന് ശക്തി കൊടുത്തു, പുലിക്ക് വേഗത കൊടുത്തു, പരുന്തിന് ചിറകുകൾ കൊടുത്തു, ആമയ്ക്ക് തോട് കൊടുത്തു. അങ്ങനെ അവൻ കയ്യിലുള്ള കഴിവുകളെല്ലാം ഗിഫ്റ്റ്സ് മൃഗങ്ങൾക്ക് വീതിച്ചു നൽകി. അവസാനം പ്രൊമിത്യൂസ് മനുഷ്യനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കൊടുക്കാൻ ബാക്കി ഒന്നുമില്ല. ശക്തിയില്ല, വേഗതയില്ല, പറക്കാൻ ചിറകില്ല, തണുപ്പിനെ തടുക്കാൻ രോമമില്ല. വെറും നഗ്നരായ, ദുർബലരായ മനുഷ്യർ. ഇവരെങ്ങനെ ജീവിക്കും? പ്രൊമിത്യൂസ് ചിന്തിച്ചു. മറ്റു മൃഗങ്ങൾ ഇവരെ കൊന്നു തിന്നില്ലേ? പ്രൊമിത്യൂസിന് മനുഷ്യരോട് വലിയ സ്നേഹമായിരുന്നു. അവൻ കളിമണ്ണിൽ തീർത്ത മനുഷ്യരൂപങ്ങളെ നോക്കി സങ്കടപ്പെട്ടു. അവൻ തീരുമാനിച്ചു, മറ്റു മൃഗങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും മനുഷ്യന് നൽകണം. അവരെ ദൈവങ്ങളെപ്പോലെ എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ പഠിപ്പിക്കും. പിന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന ഏറ്റവും വലിയ ആയുധം ഞാൻ നൽകും. എന്തായിരുന്നു ആ ആയുധം? തീ, ഫയർ. പക്ഷേ തീ ഒളിമ്പസിലെ ദൈവങ്ങളുടെ സ്വത്താണ്. അത് മനുഷ്യർക്ക് കൊടുക്കാൻ സിയൂസ് സമ്മതിക്കില്ല. മനുഷ്യർ തണുത്തു വിറച്ച് ഇരുട്ടിലിരുന്നോട്ടെ, അവർക്ക് തീ വേണ്ട എന്നായിരുന്നു സിയൂസിന്റെ കൽപ്പന. പക്ഷെ പ്രൊമിത്യൂസ് അത് വകവെച്ചില്ല. അവൻ സിയൂസിനെ ചതിക്കാൻ തീരുമാനിച്ചു. ഒളിമ്പസിൽ നിന്ന് തീ മോഷ്ടിച്ച് മനുഷ്യന് നൽകാൻ അവൻ പദ്ധതിയിട്ടു. ഈ തീരുമാനം പ്രൊമിത്യൂസിന്റെ വിധി തന്നെ മാറ്റിമറിച്ചു. പ്രൊമിത്യൂസും സഹോദരനായ എപ്പിമിത്യൂസും ചേർന്ന് കളിമണ്ണിൽ നിന്ന് മനുഷ്യരൂപങ്ങളുണ്ടാക്കി. പക്ഷേ ഒരു വലിയ പ്രശ്നം അവിടെ അവശേഷിച്ചിരുന്നു. എപ്പിമിത്യൂസ് തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കഴിവുകളും, വേഗത, ശക്തി, കൂർത്ത പല്ലുകൾ, പറക്കാനുള്ള ചിറകുകൾ, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള രോമങ്ങൾ മൃഗങ്ങൾക്ക് വീതിച്ചു നൽകിക്കഴിഞ്ഞിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേക്കും കൊടുക്കാൻ ബാക്കിയൊന്നുമില്ലായിരുന്നു. മനുഷ്യർ ഭൂമിയിൽ പിറന്നു വീണു.
പക്ഷേ അവർ അങ്ങേയറ്റം ദയനീയമായ അവസ്ഥയിലായിരുന്നു. കൊടും തണുപ്പിൽ വിറച്ചുലയുന്ന, ഇരുട്ടിൽ തപ്പിത്തടയുന്ന, വന്യമൃഗങ്ങളെ ഭയന്ന് ഗുഹകളിൽ ഒളിച്ചിരിക്കുന്ന വെറും ദുർബലരായ ജീവികൾ. അവർക്ക് വേട്ടയാടാൻ അറിയില്ലായിരുന്നു, വേവിച്ചു കഴിക്കാനറിയില്ലായിരുന്നു. പച്ചമാംസവും പച്ചക്കറികളും കഴിച്ച് മൃഗങ്ങളെപ്പോലെ അവർ ജീവിച്ചു. രാത്രിയായാൽ ഭയം അവരെ വരിഞ്ഞുമുറുക്കി. ഇത് കണ്ട് പ്രൊമിത്യൂസിന്റെ ഹൃദയം വേദനിച്ചു. താൻ സൃഷ്ടിച്ച ഈ ജീവികൾ ഇങ്ങനെ നശിച്ചുപോകുന്നത് കാണാൻ അവന് കഴിഞ്ഞില്ല. ഇവർക്ക് ജീവിക്കണമെങ്കിൽ മൃഗങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഇവർക്ക് വേണം, അവൻ ചിന്തിച്ചു. ദൈവങ്ങൾക്കു മാത്രം സ്വന്തമായ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി, അഗ്നി, ഫയർ, അതിവർക്ക് കിട്ടിയാൽ എല്ലാം മാറും. അഗ്നി വെറുമൊരു വെളിച്ചമല്ല, അത് അറിവാണ്, അത് സാങ്കേതികവിദ്യയാണ്, അത് സംരക്ഷണമാണ്. പ്രൊമിത്യൂസ് നേരെ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് പോയി. ദേവരാജാവായ സിയൂസിന്റെ മുന്നിൽ അവൻ അപേക്ഷിച്ചു. പ്രഭു, താഴെ ഭൂമിയിൽ മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. അവർക്ക് തണുപ്പകറ്റാനും ഭക്ഷണം പാകം ചെയ്യാനും അല്പം തീ നൽകാൻ അനുവദിക്കൂ. സിയൂസ് സിംഹാസനത്തിൽ നിന്ന് പുച്ഛത്തോടെ ചിരിച്ചു. തീ നൽകുകയോ മനുഷ്യർക്കോ? ഒരിക്കലുമില്ല. അഗ്നി എന്നത് ദൈവങ്ങളുടെ സ്വത്താണ്. അത് അമരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മനുഷ്യർക്ക് കൊടുത്താൽ അവർ അഹങ്കാരികളാവും. അവർ ദൈവങ്ങളെ വെല്ലുവിളിക്കും. അവർ നമ്മളെപ്പോലെയാകാൻ ശ്രമിക്കും. വേണ്ട, അവർ അവിടെ ഇരുട്ടിൽ നമ്മുടെ അടിമകളായി ഭയത്തോടെ ജീവിച്ചാൽ മതി. അവർക്ക് തീ നൽകരുത്. സിയൂസിന്റെ തീരുമാനം അന്തിമമായിരുന്നു. പക്ഷേ പ്രൊമിത്യൂസ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവൻ മനുഷ്യരെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. സിയൂസിനെ ധിക്കരിച്ചുകൊണ്ട്, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവനൊരു വലിയ സാഹസത്തിന് മുതിർന്നു. രാത്രിയുടെ മറവിൽ പ്രൊമിത്യൂസ് ഒളിമ്പസിലേക്ക് രഹസ്യമായി കയറി. ദേവന്മാർ ഉറങ്ങുന്ന സമയം ഹെസ്റ്റിയ എന്ന ദേവതയുടെ അടുപ്പിൽ കെടാവിളക്കായി കട്ടുന്ന ദിവ്യമായ അഗ്നി അവിടെ ഉണ്ടായിരുന്നു. ചില കഥകളിൽ സൂര്യദേവനായ ഹീലിയോസിന്റെ രഥത്തിൽ നിന്നാണ് തീയെടുത്തതെന്ന് പറയുന്നു. പ്രൊമിത്യൂസ് കയ്യിൽ കരുതിയിരുന്ന ഒരു ചെടിയുടെ തണ്ട് പുറത്തെടുത്തു. ഫെനൽ ചെടി എന്നറിയപ്പെടുന്ന ഒരുതരം ചെടിയാണിത്. ഇതിന്റെ തണ്ടിനുള്ളിൽ പഞ്ഞി പോലെയുള്ള മൃദുവായ ഭാഗമുണ്ട്. തീപ്പൊരി അതിലേക്കിട്ടാൽ അത് കെട്ടുപോകാതെ, പുകയാതെ മണിക്കൂറുകളോളം നിൽക്കും. അവൻ ആ ദിവ്യമായ അഗ്നിയിൽ നിന്ന് ഒരു ചെറിയ കനൽ തരി മോഷ്ടിച്ചു. അതാ തണ്ടിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ചു. ആരും കാണാതെ അതീവ ജാഗ്രതയോടെ അവൻ ഒളിമ്പസിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങി. ഭൂമിയിലെത്തിയ പ്രൊമിത്യൂസ് ആ അഗ്നി മനുഷ്യർക്ക് കൈമാറി. അവൻ അവരെ തീ കത്തിക്കാൻ പഠിപ്പിച്ചു. ഇതാ, ഇത് നിങ്ങളുടെ ആയുധമാണ്, ഇനി ഭയപ്പെടേണ്ടതില്ല, അവൻ പറഞ്ഞു. ആ നിമിഷം മുതൽ മനുഷ്യന്റെ ചരിത്രം മാറിമറിഞ്ഞു. ഗുഹകളിൽ വെളിച്ചം വന്നു. അവർ ഭക്ഷണം വേവിച്ചു കഴിക്കാൻ തുടങ്ങി. മാംസം ചുട്ടുതിന്നപ്പോൾ അവരുടെ ബുദ്ധി വളർന്നു. തീ ഉപയോഗിച്ച് അവർ ലോഹങ്ങൾ ഉരുക്കി, ആയുധങ്ങളുണ്ടാക്കി. വന്യമൃഗങ്ങളെ അവർ ഓടിച്ചുവിട്ടു. അവർ കൃഷി ചെയ്യാനും വീടുകളുണ്ടാക്കാനും പഠിച്ചു. കലയും ശാസ്ത്രവും സംസ്കാരവും ആ അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മനുഷ്യൻ ദൈവങ്ങളോട് കിടപിടിക്കുന്ന തലത്തിലേക്ക് വളരാൻ തുടങ്ങി. ഒളിമ്പസിലിരുന്ന് സിയൂസ് താഴേക്ക് നോക്കി. അവൻ ഞെട്ടിപ്പോയി. ഭൂമിയിലെങ്ങും വെളിച്ചം. രാത്രിയിൽ നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുള്ള ആയിരക്കണക്കിന് തീനാളങ്ങൾ ഭൂമിയിൽ മിന്നിമറയുന്നു. പുകയുയരുന്നു. മനുഷ്യർ ആഹ്ലാദിക്കുന്നു. സിയൂസിന് കാര്യം മനസ്സിലായി. പ്രൊമിത്യോസ്, നീ എന്നെ ചതിച്ചു! സിയൂസ് അലറി. അവന്റെ കോപം ഒളിമ്പസിനെ പിടിച്ചുകുലുക്കി. തീ തിരിച്ചെടുക്കാൻ ഇനി കഴിയില്ല. കാരണം മനുഷ്യർ അതുപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ തീ മോഷ്ടിച്ചവനെ വെറുതെ വിടാൻ സിയൂസ് തയ്യാറല്ലായിരുന്നു. പ്രൊമിത്യൂസിന് അവൻ വിധിച്ചത് മരണമായിരുന്നില്ല. മരണത്തേക്കാൾ ഭീകരമായ, അനന്തകാലം നീണ്ടുനിൽക്കുന്ന കൊടും പീഡനമായിരുന്നു. സിയൂസ് തന്റെ മകനും കൊല്ലപ്പണിക്കാരനുമായ ഹെഫസ്റ്റസിനെ വിളിച്ചു. കൂടെ ബലവും ശക്തിയും എന്ന 2 സേവകരെയും അയച്ചു. അവർ പ്രൊമിത്യൂസിനെ പിടികൂടി. ലോകത്തിന്റെ അറ്റത്തുള്ള വിജനമായ കോക്കസസ് പർവ്വതനിരകളിലേക്ക് അവനെ കൊണ്ടുപോയി. ഹെഫസ്റ്റസിന് പ്രൊമിത്യൂസിനോട് സഹതാപമുണ്ടായിരുന്നു. പക്ഷേ സിയൂസിന്റെ കൽപ്പന ലംഘിക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. ക്ഷമിക്കൂ സഹോദരാ എന്നു പറഞ്ഞുകൊണ്ട് ഹെഫസ്റ്റസ് പ്രൊമിത്യൂസിനെ ആ കൂറ്റൻ പാറക്കെട്ടിൽ ചേർത്തു നിർത്തി. ഒരിക്കലും പൊട്ടാത്ത വമ്പൻ ചങ്ങലകൾ കൊണ്ട് അവന്റെ കൈകളും കാലുകളും ബന്ധിച്ചു. നെഞ്ചിലൂടെ ഒരു വലിയ ആണി അടിച്ചു കയറ്റി
അവനെ ആ പാറയിൽ തറച്ചു. അവിടെ വെയിലും മഴയും മഞ്ഞും കൊണ്ട് അനങ്ങാൻ കഴിയാതെ പ്രൊമിത്യൂസ് കിടന്നു. പക്ഷേ ശിക്ഷ അവിടെ അവസാനിച്ചില്ല. സിയൂസ് ഒരു ഭീമാകാരമായ കഴുകനെ അവിടേക്കയച്ചു. എല്ലാ ദിവസവും രാവിലെ ആ കഴുകൻ പറന്നെത്തും. അത് പ്രൊമിത്യൂസിന്റെ നെഞ്ചിൽ വന്നിരുന്ന് അവന്റെ വയർ കൊത്തിക്കീറും. എന്നിട്ട് അവന്റെ കരൽ കൊത്തിത്തിന്നും. അസഹനീയമായ വേദന. പ്രൊമിത്യൂസ് വേദന കൊണ്ട് അലറി വിളിക്കും. പ്രൊമിത്യൂസ് ഒരു ടൈറ്റനായതുകൊണ്ട് അവന് മരിക്കാൻ കഴിയില്ല. രാത്രിയാകുമ്പോൾ കഴുകൻ തിരിച്ചുപോകും. ആ രാത്രിയിൽ അവന്റെ കരൽ വീണ്ടും വളരും, റീജനറേറ്റ് ചെയ്യും. മുറിവുകൾ ഉണങ്ങും. പക്ഷേ പിറ്റേന്ന് രാവിലെ കഴുകൻ വീണ്ടും വരും, വീണ്ടും കരൽ കൊത്തിത്തിന്നും. ഇതൊരനന്തമായ ചക്രമായിരുന്നു. യുഗങ്ങളോളം പ്രൊമിത്യൂസ് ഈ വേദന സഹിച്ചു, മനുഷ്യർക്ക് വെളിച്ചം നൽകിയതിന്റെ പേരിൽ. ഭാഗം 8. അഗ്നിയുടെ മോഷണവും പാൻഡോറയുടെ പെട്ടിയും. ദ തെഫ്റ്റ് ഓഫ് ഫയർ ആൻഡ് പാൻഡോറാസ് ബോക്സ്. മനുഷ്യന്റെ ദയനീയാവസ്ഥ. ദ റെച്ചഡ് സ്റ്റേറ്റ് ഓഫ് മാൻ. പ്രൊമിത്യൂസും സഹോദരനായ എപ്പിമിത്യൂസും ചേർന്ന് കളിമണ്ണിൽ നിന്ന് മനുഷ്യരൂപങ്ങളുണ്ടാക്കി. പക്ഷേ ഒരു വലിയ പ്രശ്നം അവിടെ അവശേഷിച്ചിരുന്നു. എപ്പിമിത്യൂസ് തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കഴിവുകളും, വേഗത, ശക്തി, കൂർത്ത പല്ലുകൾ, പറക്കാനുള്ള ചിറകുകൾ, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള രോമങ്ങൾ മൃഗങ്ങൾക്ക് വീതിച്ചു നൽകിക്കഴിഞ്ഞിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേക്കും കൊടുക്കാൻ ബാക്കിയൊന്നുമില്ലായിരുന്നു. മനുഷ്യർ ഭൂമിയിൽ പിറന്നുവീണു. പക്ഷേ അവർ അങ്ങേയറ്റം ദയനീയമായ അവസ്ഥയിലായിരുന്നു. കൊടും തണുപ്പിൽ വിറച്ചുലയുന്ന, ഇരുട്ടിൽ തപ്പിത്തടയുന്ന, വന്യമൃഗങ്ങളെ ഭയന്ന് ഗുഹകളിൽ ഒളിച്ചിരിക്കുന്ന വെറും ദുർബലരായ ജീവികൾ. അവർക്ക് വേട്ടയാടാൻ അറിയില്ലായിരുന്നു, വേവിച്ചു കഴിക്കാൻ അറിയില്ലായിരുന്നു. പച്ചമാംസവും പച്ചക്കറികളും കഴിച്ച് മൃഗങ്ങളെപ്പോലെ അവർ ജീവിച്ചു. രാത്രിയായാൽ ഭയം അവരെ വരിഞ്ഞുമുറുക്കി. ഇതുകണ്ട് പ്രൊമിത്യൂസിന്റെ ഹൃദയം വേദനിച്ചു. താൻ സൃഷ്ടിച്ച ഈ ജീവികൾ ഇങ്ങനെ നശിച്ചുപോകുന്നത് കാണാൻ അവന് കഴിഞ്ഞില്ല. ഇവർക്ക് ജീവിക്കണമെങ്കിൽ മൃഗങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഇവർക്ക് വേണം, അവൻ ചിന്തിച്ചു. ദൈവങ്ങൾക്ക് മാത്രം സ്വന്തമായ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി, അഗ്നി, അവിവർക്ക് കിട്ടിയാൽ എല്ലാം മാറും. അഗ്നി വെറുമൊരു വെളിച്ചമല്ല, അത് അറിവാണ്, അത് സാങ്കേതിക വിദ്യയാണ്, അത് സംരക്ഷണമാണ്. സിയൂസിന്റെ നിഷേധം. സിയൂസസ് ഡിനായൽ. പ്രൊമിത്യൂസ് നേരെ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് പോയി. ദേവരാജാവായ സിയൂസിന്റെ മുന്നിൽ അവൻ അപേക്ഷിച്ചു, പ്രഭോ, താഴെ ഭൂമിയിൽ മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. അവർക്ക് തണുപ്പകറ്റാനും ഭക്ഷണം പാകം ചെയ്യാനും അല്പം തീ നൽകാൻ അനുവദിക്കൂ. സിയൂസ് സിംഹാസനത്തിൽ നിന്ന് പുച്ഛത്തോടെ ചിരിച്ചു. തീ നൽകുകയോ? മനുഷ്യർക്കോ? ഒരിക്കലുമില്ല. അഗ്നി എന്നത് ദൈവങ്ങളുടെ സ്വത്താണ്. അത് അമരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മനുഷ്യർക്ക് കൊടുത്താൽ അവർ അഹങ്കാരികളാകും. അവർ ദൈവങ്ങളെ വെല്ലുവിളിക്കും. അവർ നമ്മളെപ്പോലെയാകാൻ ശ്രമിക്കും. വേണ്ട, അവർ അവിടെ ഇരുട്ടിൽ നമ്മുടെ അടിമകളായി ഭയത്തോടെ ജീവിച്ചാൽ മതി. അവർക്ക് തീ നൽകരുത്. സിയൂസിന്റെ തീരുമാനം അന്തിമമായിരുന്നു. പക്ഷേ പ്രൊമിത്യൂസ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവൻ മനുഷ്യരെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. സിയൂസിനെ ധിക്കരിച്ചുകൊണ്ട്, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവനൊരു വലിയ സാഹസത്തിന് മുതിർന്നു. രാത്രിയുടെ മറവിൽ പ്രൊമിത്യൂസ് ഒളിമ്പസിലേക്ക് കയറി. ദേവന്മാർ ഉറങ്ങുന്ന സമയം. ഹെസ്റ്റിയ എന്ന ദേവതയുടെ അടുപ്പിൽ കെടാവിളക്കായി കത്തുന്ന ദിവ്യമായ അഗ്നി അവിടെയുണ്ടായിരുന്നു. ചില കഥകളിൽ സൂര്യദേവനായ ഹീലിയോസിന്റെ രഥത്തിൽ നിന്നാണ് തീയെടുത്തതെന്നു പറയുന്നു. പ്രൊമിത്യൂസ് കയ്യിൽ കരുതിയിരുന്ന ഒരു ചെടിയുടെ തണ്ട് പുറത്തെടുത്തു. ഫെനൽ ചെടി എന്നറിയപ്പെടുന്ന ഒരു തരം ചെടിയാണിത്. ഇതിന്റെ തണ്ടിനുള്ളിൽ പഞ്ഞി പോലുള്ള മൃദുലമായ ഭാഗമുണ്ട്. തീപ്പൊരി അതിലേക്കിട്ടാൽ അത് കെട്ടുപോകാതെ പുകയാതെ മണിക്കൂറുകളോളം നിൽക്കും. അവൻ ആ ദിവ്യമായ അഗ്നിയിൽ നിന്ന് ഒരു ചെറിയ കനൽത്തരി മോഷ്ടിച്ചു. അതാ തണ്ടിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ചു. ആരും കാണാതെ അതീവ ജാഗ്രതയോടെ അവൻ ഒളിമ്പസിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങി. ഭൂമിയിലെത്തിയ പ്രൊമിത്യൂസ് ആ അഗ്നി മനുഷ്യർക്ക് കൈമാറി. അവൻ അവരെ തീ കത്തിക്കാൻ പഠിപ്പിച്ചു. ഇതാ, ഇത് നിങ്ങളുടെ ആയുധമാണ്. ഇനി ഭയപ്പെടേണ്ടതില്ല, അവൻ പറഞ്ഞു. ആ നിമിഷം മുതൽ മനുഷ്യന്റെ ചരിത്രം മാറിമറിഞ്ഞു. ഗുഹകളിൽ വെളിച്ചം വന്നു. അവർ ഭക്ഷണം വേവിച്ചു കഴിക്കാൻ തുടങ്ങി.
മാംസം ചുട്ടുതിന്നപ്പോൾ അവരുടെ ബുദ്ധി വളർന്നു. തീ ഉപയോഗിച്ച് അവർ ലോഹങ്ങൾ ഉരുക്കി, ആയുധങ്ങളുണ്ടാക്കി. വന്യമൃഗങ്ങളെ അവർ ഓടിച്ചുവിട്ടു. അവർ കൃഷി ചെയ്യാനും വീടുകളുണ്ടാക്കാനും പഠിച്ചു. കലയും ശാസ്ത്രവും സംസ്കാരവും ആ അഗ്നിയിൽ നിന്നുയർത്തെഴുന്നേറ്റു. മനുഷ്യൻ ദൈവങ്ങളോട് കിടപിടിക്കുന്ന തലത്തിലേക്ക് വളരാൻ തുടങ്ങി. ഒളിമ്പസിലിരുന്ന സിയൂസ് താഴേക്ക് നോക്കി. അവൻ ഞെട്ടിപ്പോയി. ഭൂമിയിലെങ്ങും വെളിച്ചം. രാത്രിയിൽ നക്ഷത്രങ്ങളേക്കാൾ തിളക്കമുള്ള ആയിരക്കണക്കിന് തീനാളങ്ങൾ ഭൂമിയിൽ മിന്നിമറയുന്നു. പുകയുയരുന്നു. മനുഷ്യർ ആഹ്ലാദിക്കുന്നു. സിയൂസിന് മനസ്സിലായി. പ്രൊമിത്യൂസ്, നീ എന്നെ ചതിച്ചു. സിയൂസ് അലറി. അവന്റെ കോപം ഒളിമ്പസിനെ പിടിച്ചുകുലുക്കി. തീ തിരിച്ചെടുക്കാൻ ഇനി കഴിയില്ല, കാരണം മനുഷ്യരത് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ തീ മോഷ്ടിച്ചവനെ വെറുതെ വിടാൻ സിയൂസ് തയ്യാറല്ലായിരുന്നു. പ്രൊമിത്യൂസിന് അവൻ വിധിച്ചത് മരണമായിരുന്നില്ല, മരണത്തേക്കാൾ ഭീകരമായ അനന്തകാലം നീണ്ടുനിൽക്കുന്ന കൊടും പീഡനമായിരുന്നു. പ്രൊമിത്യൂസിന്റെ ശിക്ഷ, ദ പനിഷ്മെന്റ് ഓഫ് പ്രൊമീത്തിയസ്. സിയൂസ് തന്റെ മകനും കൊല്ലപ്പണിക്കാരനുമായ ഹെഫസ്റ്റസിനെ വിളിച്ചു. കൂടെ ബലവും ശക്തിയും എന്ന 2 സേവകരെയും അയച്ചു. അവർ പ്രൊമിത്യൂസിനെ പിടികൂടി. ലോകത്തിന്റെ അറ്റത്തുള്ള വിജനമായ കോക്കസസ് പർവ്വതനിരകളിലേക്ക് അവനെ കൊണ്ടുപോയി. ഹെഫസ്റ്റസിന് പ്രൊമിത്യൂസിനോട് സഹതാപമുണ്ടായിരുന്നു. പക്ഷേ സിയൂസിന്റെ കാൽപ്പന ലംഘിക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. ക്ഷമിക്കൂ സഹോദരാ എന്നു പറഞ്ഞുകൊണ്ട് ഹെഫസ്റ്റസ് പ്രൊമിത്യൂസിനെ ആ കൂറ്റൻ പാറക്കെട്ടിൽ ചേർത്തു നിർത്തി. ഒരിക്കലും പൊട്ടാത്ത വമ്പൻ ചങ്ങലകൾ കൊണ്ട് അവന്റെ കൈകളും കാലുകളും ബന്ധിച്ചു. നെഞ്ചിലൂടെ ഒരു വലിയ ആണി അടിച്ചുകയറ്റി അവനെ ആ പാറയിൽ തറച്ചു. അവിടെ വെയിലും മഴയും മഞ്ഞും കൊണ്ട് അനങ്ങാൻ കഴിയാതെ പ്രൊമിത്യൂസ് കിടന്നു. പക്ഷേ ശിക്ഷ അവിടെ അവസാനിച്ചില്ല. സിയൂസ് ഒരു ഭീമാകാരമായ കഴുകനെ അവിടേക്ക് അയച്ചു. എല്ലാ ദിവസവും രാവിലെ ആ കഴുകൻ പറന്നെത്തും. അത് പ്രൊമിത്യൂസിന്റെ നെഞ്ചിൽ വന്നിരുന്ന് അവന്റെ വയർ കുത്തിക്കീറും. എന്നിട്ട് അവന്റെ കരൾ കൊത്തിത്തിന്നും. അസഹനീയമായ വേദന. പ്രൊമിത്യൂസ് വേദന കൊണ്ട് അലറി വിളിക്കും. പ്രൊമിത്യൂസ് ഒരു ടൈറ്റൻ ആയതുകൊണ്ട് അവനു മരിക്കാൻ കഴിയില്ല. രാത്രിയാകുമ്പോൾ കഴുകൻ തിരിച്ചുപോകും. ആ രാത്രിയിൽ അവന്റെ കരൾ വീണ്ടും വളരും, റീജനറേറ്റ് ചെയ്യും, മുറിവുകൾ ഉണങ്ങും. പക്ഷേ പിറ്റേന്ന് രാവിലെ കഴുകൻ വീണ്ടും വരും, വീണ്ടും കരൾ കൊത്തിത്തിന്നും. ഇതൊരനന്തമായ ചക്രമായിരുന്നു. യുഗങ്ങളോളം പ്രൊമിത്യൂസ് ഈ വേദന സഹിച്ചു, മനുഷ്യർക്ക് വെളിച്ചം നൽകിയതിന്റെ പേരിൽ. മനുഷ്യർക്കുള്ള ശിക്ഷ, പാൻഡോറയുടെ സൃഷ്ടി. ദ പണിഷ്മെന്റ് ഫോർ മാൻകൈൻഡ്, ക്രിയേഷൻ ഓഫ് പാൻഡോറ. പ്രൊമിത്യൂസിനെ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം സിയൂസ് തൃപ്തനായില്ല. തീയുപയോഗിച്ച് അഹങ്കരിക്കുന്ന മനുഷ്യരെയും പാഠം പഠിപ്പിക്കണം. അതിനായി സിയൂസ് ഒരു വലിയ കെണിയൊരുക്കി. അവൻ ഹെഫസ്റ്റസിനോട് പറഞ്ഞു, കളിമണ്ണുകൊണ്ട് ഒരു സ്ത്രീ രൂപമുണ്ടാക്കുക, അതിമനോഹരമായ, ആർക്കും കണ്ണെടുക്കാൻ തോന്നാത്ത ഒരു സ്ത്രീ. അങ്ങനെ ആദ്യത്തെ സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് എല്ലാ ദേവന്മാരും അവൾക്കോരോ സമ്മാനങ്ങൾ നൽകി. ആഫ്രോഡൈറ്റ് അവൾക്ക് അതിമനോഹരമായ സൗന്ദര്യവും ആകർഷണശക്തിയും നൽകി. അഥന അവൾക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും നെയ്ത്തുവിദ്യയും നൽകി. ഹെർമിസ് അവൾക്ക് സംസാരശേഷിയും കൗശലവും വഞ്ചിക്കാനുള്ള കഴിവും ആകാംക്ഷയും നൽകി. എല്ലാ ദേവന്മാരും സമ്മാനങ്ങൾ നൽകിയതുകൊണ്ട് അവൾക്ക് പാൻഡോറ എന്നു പേരിട്ടു. പാൻ എന്നാൽ എല്ലാമെന്നും ഡോറ എന്നാൽ സമ്മാനമെന്നുമാണർത്ഥം. സർവവരം ലഭിച്ചവൾ. അവസാനമായി സിയൂസ് അവൾക്കൊരു പ്രത്യേക സമ്മാനം നൽകി, ഒരു മനോഹരമായ ഭരണി, ജാർ അല്ലെങ്കിൽ ബോക്സ്. സിയൂസ് പറഞ്ഞു, പാൻഡോറ, ഈ ഭരണി നിനക്കുള്ളതാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഒരിക്കലും എന്ത് സംഭവിച്ചാലും ഈ ഭരണി തുറന്നു നോക്കരുത്. സിയൂസ് പാൻഡോറയെ ഭൂമിയിലേക്ക് അയച്ചു. ആരുടെ അടുത്തേക്കാണ് അയച്ചത്? പ്രൊമിത്യൂസിന്റെ സഹോദരനായ എപ്പിമിത്യൂസിന്റെ അടുത്തേക്ക്. പ്രൊമിത്യൂസ് ജയിലിൽ പോകുന്നതിന് മുൻപ് എപ്പിമിത്യൂസിനോട് കർശനമായി പറഞ്ഞിരുന്നു, സിയൂസിൽ നിന്നു വരുന്ന ഒരു സമ്മാനവും നീ ഒരിക്കലും സ്വീകരിക്കരുത്. അവൻ ചതിയനാണ്. അവൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കും. പക്ഷേ എപ്പിമിത്യൂസ് വൈകിച്ചിന്തിക്കുന്നവനാണല്ലോ. ഹെർമിസ് പാൻഡോറയുമായി എപ്പിമിത്യൂസിന്റെ മുന്നിലെത്തി. പാൻഡോറയെ കണ്ട നിമിഷം എപ്പിമിത്യൂസ് എല്ലാം മറന്നുപോയി. അവളുടെ സൗന്ദര്യത്തിൽ അവൻ മയങ്ങി. സഹോദരന്റെ ഉപദേശം കാറ്റിൽ പറത്തി അവൻ പാൻഡോറയെ സ്വീകരിച്ചു. അവളെ വിവാഹം കഴിച്ചു. അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. പാൻഡോറയുടെ കയ്യിൽ സിയൂസ് കൊടുത്ത ആ ഭരണിയുണ്ടായിരുന്നു. അത് വീടിന്റെ ഒരു മൂലയിൽ സുരക്ഷിതമായി വെച്ചു.
ദിവസങ്ങൾ കഴിയുന്തോറും പാൻഡോറയ്ക്ക് ഒരസ്വസ്ഥത തോന്നിത്തുടങ്ങി. ഹെർമിസ് അവൾക്കു നൽകിയ ആകാംക്ഷ, ക്യൂരിയോസിറ്റി അവളെ വെറുതെ വിട്ടില്ല. എന്തായിരിക്കും ആ ഭരണിയിൽ? സ്വർണമാണോ? രത്നങ്ങളാണോ? അതോ അപൂർവമായ എന്തെങ്കിലും ശക്തിയാണോ? ഈ ചിന്ത അവളെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഭരണിക്കുള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. തുറക്കരുത് എന്ന് സിയൂസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിരോധിച്ച കാര്യത്തോടാണല്ലോ മനുഷ്യർക്ക് എപ്പോഴും കൂടുതൽ താൽപ്പര്യം. ഒടുവിൽ ഒരു ദിവസം എപ്പിമെത്യൂസ് വീട്ടിലില്ലാത്ത സമയം പാൻഡോറ ആ ഭരണിയുടെ അടുത്തെത്തി. ഞാനൊന്ന് തുറന്നു നോക്കുന്നതേയുള്ളൂ, ഉള്ളിൽ എന്താണെന്ന് കണ്ടാലുടനെ അടയ്ക്കാം, അവൾ സ്വയം പറഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ ഭരണിയുടെ മൂടി മെല്ലെ തുറന്നു. ഭരണി തുറന്നതും അതിനുള്ളിൽ നിന്ന് കറുത്ത പുക പോലെ ഭീകരമായ രൂപങ്ങൾ പുറത്തേക്ക് പാഞ്ഞു. അതുവരെ ഭൂമിയിൽ ഇല്ലാതിരുന്ന മനുഷ്യർക്കറിയാത്ത കാര്യങ്ങളായിരുന്നു അതിനുള്ളിൽ സിയൂസ് നിറച്ചിരുന്നത്. വാർദ്ധക്യം, രോഗങ്ങൾ, മരണം, അസൂയ, വിശപ്പ്, യുദ്ധം, സങ്കടം, കള്ളം. ഈ ദുരന്തങ്ങളെല്ലാം വണ്ടുകളെപ്പോലെയും വവ്വാലുകളെപ്പോലെയും പുറത്തേക്ക് പറന്നു. അവ പാൻഡോറയെ കുത്തിനോവിച്ചു. ജനലിലൂടെ പുറത്തേക്ക് പറന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു. അതുവരെ മനുഷ്യർക്ക് അസുഖങ്ങളില്ലായിരുന്നു, വാർദ്ധക്യമില്ലായിരുന്നു, സങ്കടങ്ങളില്ലായിരുന്നു. ആ നിമിഷം മുതൽ മനുഷ്യരാശിയുടെ കഷ്ടപ്പാടുകൾ തുടങ്ങി. പാൻഡോറ ഭയന്നുപോയി. അവൾ കരഞ്ഞുകൊണ്ട് ആ ഭരണിയുടെ മൂടി വലിച്ചടച്ചു. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ദുരന്തങ്ങളെല്ലാം പുറത്തുപോയി കഴിഞ്ഞു. എങ്കിലും ഭരണിക്കുള്ളിൽ ഒരേയൊരു കാര്യം മാത്രം ബാക്കിയായി. പുറത്തുപോകാൻ കഴിയാതെ ആ ഭരണിയുടെ അടിത്തട്ടിൽ കുടുങ്ങിപ്പോയ ഒരു ചെറിയ വെളിച്ചം. അതായിരുന്നു പ്രതീക്ഷ, ഹോപ്പ്, അല്ലെങ്കിൽ എൽപിസ്. അതുകൊണ്ടാണ് ഇന്നും എത്ര വലിയ ദുരന്തം വന്നാലും, എത്ര വലിയ സങ്കടം വന്നാലും മനുഷ്യന്റെ മനസ്സിൽ അവസാനം വരെ പ്രതീക്ഷ മാത്രം ബാക്കിയുണ്ടാകുന്നത്. ലോകം മുഴുവൻ തിന്മകൾ കൊണ്ട് നിറഞ്ഞപ്പോഴും സിയൂസ് അറിയാതെ അതോ അറിഞ്ഞുകൊണ്ടോ മനുഷ്യന് ലഭിച്ച ഒരേയൊരാശ്വാസം ആ പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ മനുഷ്യർക്ക് തീയുണ്ട്, പക്ഷേ കൂടെ രോഗങ്ങളും മരണവുമുണ്ട്. പ്രൊമിത്യൂസ് പാറയിൽ കിടന്ന് നരകിക്കുന്നു. എപ്പിമെത്യൂസ് കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി. പക്ഷേ സിയൂസിന്റെ കോപം അപ്പോഴും അവസാനിച്ചിരുന്നില്ല. മനുഷ്യർ, പ്രത്യേകിച്ച് വെങ്കലയുഗത്തിലെ മനുഷ്യർ, കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. അവർ അഹങ്കാരികളും അക്രമികളുമായി മാറി, ദൈവങ്ങളെ ബഹുമാനിക്കാതെയായി. ഇത് കണ്ട് സിയൂസ് ഒരു അന്തിമ തീരുമാനമെടുത്തു. ഇനി ഈ മനുഷ്യവംശം വേണ്ട, ഇവരെ മുഴുവനായി നശിപ്പിക്കണം, ഭൂമിയെ ശുദ്ധീകരിക്കണം. അതിനായി അവനൊരു വലിയ പ്രളയം, ദി ഗ്രേറ്റ് ഫ്ലഡ്, സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. നോഹയുടെ പെട്ടകം പോലെ ഗ്രീക്ക് പുരാണത്തിലും ഒരു പ്രളയവും ഒരു രക്ഷപ്പെടലുമുണ്ട്. ആരാണ് ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? പ്രൊമിത്യൂസിന്റെ മകൻ. പാൻഡോറയുടെ പെട്ടി തുറന്നതോടെ ലോകമാകെ ദുരിതങ്ങൾ നിറഞ്ഞു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ അതിനേക്കാൾ വലിയൊരു ദുരന്തം മനുഷ്യന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമായിരുന്നു. പ്രൊമിത്യൂസ് നൽകിയ തീയുപയോഗിച്ച് മനുഷ്യർ പുരോഗതി നേടി. പക്ഷേ ഒപ്പം അവരുടെ അഹങ്കാരവും വളർന്നു. ദൈവങ്ങളെ ബഹുമാനിക്കാത്ത, പരസ്പരം കൊല്ലുന്ന, ചതിയും വഞ്ചനയും ശീലമാക്കിയ ഒരു തലമുറ ഭൂമിയിൽ വളർന്നുവന്നു. ഇതിനെ ഗ്രീക്ക് പുരാണങ്ങളിൽ വെങ്കലയുഗം അല്ലെങ്കിൽ ഇരുമ്പുയുഗം എന്ന് വിളിക്കുന്നു. ഒളിമ്പസ് പർവ്വതത്തിന്റെ മുകളിലിരുന്ന് സിയൂസ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മനുഷ്യരുടെ ക്രൂരത കണ്ട് അവൻ അറപ്പുളവാക്കി. ഇവർക്ക് ഞാൻ നൽകിയ സൗകര്യങ്ങൾ ഇവർ ദുരുപയോഗം ചെയ്യുകയാണ്. സത്യത്തിൽ ഇവർ ഇത്രത്തോളം മോശക്കാരാണോ എന്ന് നേരിട്ട് പരിശോധിക്കാൻ സിയൂസ് തീരുമാനിച്ചു. അവൻ തന്റെ ഇടിമിന്നലും രാജകീയ വസ്ത്രങ്ങളും ഉപേക്ഷിച്ചു. പകരം ഒരു സാധാരണ മനുഷ്യന്റെ വേഷം ധരിച്ചു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു യാത്രക്കാരനെപ്പോലെ അവൻ ഭൂമിയിലേക്കിറങ്ങി. നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും അവൻ നടന്നു. അവൻ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നു. അതിഥികളെ ആരും സ്വീകരിക്കുന്നില്ല, അഗതികളെ ആരും സഹായിക്കുന്നില്ല. എവിടെയും രക്തം ചിന്തുന്ന കാഴ്ചകൾ മാത്രം. യാത്രക്കിടയിൽ സിയൂസ് അർക്കേഡിയ എന്ന സ്ഥലത്തെത്തി. അവിടെ ഭരിച്ചിരുന്നത് ലൈക്കോൺ എന്ന ക്രൂരനായ രാജാവായിരുന്നു. രാത്രി വൈകിയ സമയത്താണ് സിയൂസ് കൊട്ടാരത്തിലെത്തിയത്. ഞാനൊരു യാത്രക്കാരനാണ്, എനിക്കല്പം ഭക്ഷണവും കിടക്കാൻ ഒരിടവും തരൂ, സിയൂസ് ആവശ്യപ്പെട്ടു. ആദ്യം രാജാവ് പുച്ഛിച്ചു. എന്നാൽ സിയൂസ് തന്റെ ശരീരത്തിൽ നിന്ന് അല്പം ദൈവീക പ്രകാശം പുറപ്പെടുവിച്ചു. ഇത് കണ്ട സാധാരണ ജനങ്ങൾ ഭയന്നു മുട്ടുകുത്തി വണങ്ങി.
ഇതൊരു സാധാരണക്കാരനല്ല, ഏതോ ദേവനാണ് എന്നവർക്ക് മനസ്സിലായി. എന്നാൽ അഹങ്കാരിയായ ലൈക്കോൺ രാജാവ് ഇത് വിശ്വസിച്ചില്ല. ഇവൻ ദേവനാണോ എന്നെനിക്കൊന്ന് പരിശോധിക്കണം, അവൻ മനസ്സിൽ കരുതി. അതിനായി അവനൊരു കൊടും ക്രൂരത ചെയ്തു. തന്റെ തടവറയിൽ കിടന്നിരുന്ന ഒരു നിരപരാധിയായ മനുഷ്യനെ, ചില കഥകളിൽ സ്വന്തം മകനെ തന്നെ, അവൻ കൊന്നു. ആ മനുഷ്യന്റെ മാംസം അവൻ വേവിച്ചു. എന്നിട്ടത് ഒരു സ്വർണ്ണപാത്രത്തിലാക്കി സിയൂസിന് വിളമ്പി. നീ ദേവനാണെങ്കിൽ ഇതെന്തിറച്ചിയാണെന്ന് കണ്ടുപിടിക്കൂ. ലൈക്കോൺ മനസ്സിൽ ചിരിച്ചു. ഭക്ഷണം മുന്നിൽ വെച്ച നിമിഷം സിയൂസിന് കാര്യം മനസ്സിലായി. മനുഷ്യമാംസം. ദൈവങ്ങളെ പരീക്ഷിക്കാൻ മനുഷ്യൻ ഇത്രത്തോളം അധപ്പതിച്ചു. സിയൂസിന്റെ കോപം അണപൊട്ടി. അവൻ ആ ഭക്ഷണമേശ തട്ടിത്തെറിപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് തീ ജ്വലിച്ചു. ലൈക്കോൺ, നീ മൃഗങ്ങളെക്കാൾ കഷ്ടമാണ്. നീ മനുഷ്യനായി ജീവിക്കാൻ യോഗ്യനല്ല. നിന്റെ സ്വഭാവം ചെന്നായയുടേതാണ്. അതുകൊണ്ട് നീ ഇനി ചെന്നായയായി ജീവിക്കും. സിയൂസ് ശപിച്ച ആ നിമിഷം ലൈക്കോണിന്റെ ശരീരം മാറാൻ തുടങ്ങി. അവന്റെ വസ്ത്രങ്ങൾ രോമങ്ങളായി മാറി. കൈകൾ നഖങ്ങളുള്ള കാലുകളായി മാറി. ശബ്ദം അലർച്ചയായി. അവനൊരു ചെന്നായയായി മാറി കാട്ടിലേക്ക് ഓടിപ്പോയി. ഇതിൽ നിന്നാണ് ലൈക്കാൻത്രോപ്പി, മനുഷ്യൻ ചെന്നായയാകുന്ന കഥകൾ ഉണ്ടായത്. ലൈക്കോണിന്റെ കൊട്ടാരം ഇടിമിന്നലിൽ തകർത്തിട്ട് സിയൂസ് നേരെ ഒളിമ്പസിലേക്ക് തിരിച്ചുപോയി. അവനുടൻ തന്നെ ദേവന്മാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. ഇനി ക്ഷമിക്കാൻ കഴിയില്ല, സിയൂസ് പ്രഖ്യാപിച്ചു. ഭൂമിയിലെ മനുഷ്യവംശം മുഴുവൻ അഴുകിപ്പോയിരിക്കുന്നു. അവരെ ഉന്മൂലനം ചെയ്യണം. ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കണം. എങ്ങനെ നശിപ്പിക്കണം? ആദ്യം സിയൂസ് വിചാരിച്ചത് ലോകം മുഴുവൻ തീയിട്ട് നശിപ്പിക്കാനാണ്. തന്റെ വജ്രായുധമായ ഇടിമിന്നലുകൾ അഥവാ തണ്ടർ ബോൾസ് തുടർച്ചയായി എറിഞ്ഞാൽ ഭൂമി മുഴുവൻ കത്തിയമരും. പക്ഷേ അവനൊന്നു ഭയന്നു. ഭൂമി കത്തിയാൽ ആ തീ പടർന്ന ആകാശത്തേക്കും ഒടുവിൽ ഒളിമ്പസിലേക്കും എത്തിയേക്കാം. പ്രപഞ്ചം മുഴുവൻ കത്തിപ്പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് തീ വേണ്ട എന്നവൻ തീരുമാനിച്ചു. പകരം വെള്ളം, മഹാപ്രളയം. മനുഷ്യരാശിയെ മുഴുവൻ മുക്കിക്കൊല്ലാൻ അവൻ തീരുമാനിച്ചു. സിയൂസിന്റെ ഈ തീരുമാനം ഒളിമ്പസിലെ രഹസ്യമായിരുന്നു. പക്ഷേ ഭാവി കാണാൻ കഴിവുള്ള ഒരാൾ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കോക്കസസ് പർവ്വതത്തിൽ ചങ്ങലയിൽ കിടക്കുന്ന പ്രൊമിത്യൂസ്. ലോകം അവസാനിക്കാൻ പോകുന്നുവെന്ന് പ്രൊമിത്യൂസ് തന്റെ ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടു. ലോകം നശിക്കാൻ പോകുന്നു. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, താൻ സ്നേഹിക്കുന്ന മനുഷ്യർ. അവരെ രക്ഷിക്കാൻ പ്രൊമിത്യൂസിന് കഴിയില്ല. പക്ഷേ തന്റെ മകനെ രക്ഷിക്കാൻ അവന് കഴിയും. പ്രൊമിത്യൂസിനൊരു മകനുണ്ടായിരുന്നു, ഡ്യൂക്കാലിയോൺ. അവൻ സത്യസന്ധനും ദൈവഭയമുള്ളവനുമായിരുന്നു. അവന്റെ ഭാര്യ പൈറയായിരുന്നു, പാൻഡോറയുടെയും എപ്പിമിത്യൂസിന്റെയും മകൾ. അതായത് ഡ്യൂക്കാലിയോണും പൈറയും അർത്ഥത്തിൽ സഹോദരങ്ങളുടെ മക്കളാണ്. ഇവർ രണ്ടുപേരും തിന്മ ചെയ്യാത്ത നല്ല മനുഷ്യരായിരുന്നു. പ്രൊമിത്യൂസ് തന്റെ മകന് ഒരു സന്ദേശമെത്തിച്ചു, സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ കാറ്റിലൂടെയോ. മകനെ, സിയൂസ് മനുഷ്യരെ നശിപ്പിക്കാൻ പോകുന്നു. വലിയൊരു മഴ വരാൻ പോകുന്നു. നീ ഉടൻ തന്നെ വലിയൊരു മരപ്പട്ടി ഉണ്ടാക്കണം. അതിൽ വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും കരുതുക. മഴ തുടങ്ങുമ്പോൾ നീയും പൈറയും അതിൽ കയറി രക്ഷപ്പെടുക. ഡ്യൂക്കാലിയോൺ അച്ഛന്റെ വാക്കനുസരിച്ചു. അവൻ ഉറപ്പുള്ള തടികൾ കൊണ്ട് ഒരു വലിയ പേടകം നിർമ്മിച്ചു. നിശ്ചയിച്ച ദിവസം സിയൂസ് തന്റെ പദ്ധതി നടപ്പിലാക്കി. ആദ്യം അവൻ വടക്കൻ കാറ്റിനെ തടവിലാക്കി. കാരണം വടക്കൻ കാറ്റ് മേഘങ്ങളെ അകറ്റുന്ന കാറ്റാണ്. എന്നിട്ട് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. നനഞ്ഞ ചിറകുകളുള്ള, വെള്ളം നിറഞ്ഞ മേഘങ്ങളെ വഹിക്കുന്ന കാറ്റ്. ആകാശം ഇരുണ്ടു. കറുത്ത മേഘങ്ങൾ ഭൂമിയെ മൂടി. സിയൂസ് തന്റെ സഹോദരനായ പൊസൈഡോണിനെ വിളിച്ചു. സമുദ്രങ്ങളെ അഴിച്ചുവിടൂ, സിയൂസ് ആജ്ഞാപിച്ചു. പൊസൈഡോൺ തന്റെ ത്രിശൂലം കൊണ്ട് ഭൂമിയിൽ ആഞ്ഞടിച്ചു. ഭൂമിക്കടിയിലെ ഉറവകൾ പൊട്ടി. നദികൾ കരകവിഞ്ഞു. കടൽ കരയിലേക്ക് ഇരച്ചു കയറി. മഴയല്ല, മറിച്ച് ആകാശം പിളർന്നൊഴുകുന്ന ജലപ്രവാഹമായിരുന്നു അത്. മനുഷ്യർ ഭയന്നോടി. അവർ കുന്നുകൾക്ക് മുകളിലേക്ക് കയറി. പക്ഷേ വെള്ളം അവിടെയുമെത്തി. വീടുകൾ ഒലിച്ചുപോയി. ക്ഷേത്രങ്ങൾ മുങ്ങി. കാട്ടിലെ സിംഹങ്ങളും പുലികളും വെള്ളത്തിൽ മുങ്ങിച്ചത്തു. ഡോൾഫിനുകൾ മരങ്ങളുടെ ചില്ലകൾക്കിടയിലൂടെ നീന്തി നടന്നു. സ്രാവുകൾ പുൽമേടുകളിൽ ഇരതേടി. ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായി. അലറിക്കരയുന്ന മനുഷ്യരുടെ ശബ്ദം നിലച്ചു. എങ്ങും നിശബ്ദത മാത്രം. വെള്ളത്തിന്റെ ഇരമ്പൽ മാത്രം.
ആ മഹാപ്രളയത്തിൽ ഒഴുകി നടക്കുന്ന ഒരേ ഒരു വസ്തു ആ മരപ്പപ്പെട്ടിയായിരുന്നു. അതിനുള്ളിൽ ഡ്യൂക്കാലിയോണും പൈറയും ഭയത്തോടെ കെട്ടിപ്പിടിച്ചിരുന്നു. അവർക്ക് പുറത്ത് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആകാശവും കടലും ഒന്നായി മാറിയിരുന്നു. 9 പകലും 9 രാത്രിയും അവർ ആ പേടകത്തിൽ ഒഴുകി നടന്നു. 10ാം ദിവസം മഴയുടെ ശക്തി കുറഞ്ഞു. പേടകം എന്തിലോ തട്ടി നിന്നു. അതൊരു പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായിരുന്നു. ഗ്രീസിലെ ഏറ്റവും ഉയരം കൂടിയ പാർനാസസ് പർവ്വതം. ചില കഥകളിൽ ഇത് എറ്റ്നയാണെന്നും പറയുന്നു. പ്രളയജലത്തിനു പോലും മൂടാൻ കഴിയാത്തത്ര ഉയരത്തിലായിരുന്നു അതിന്റെ തലപ്പ്. സ്യൂസ് ആകാശത്തുനിന്ന് താഴേക്ക് നോക്കി. ഭൂമി മുഴുവൻ നശിച്ചു. പക്ഷേ ആ പർവ്വതത്തിന്റെ മുകളിൽ 2 പേർ മാത്രം ബാക്കിയുണ്ട്. അവർ തിന്മ ചെയ്യാത്തവരാണ്. പ്രൊമിത്യൂസിന്റെ മകനാണെങ്കിലും ഡ്യൂക്കാലിയോൺ ദൈവങ്ങളെ നിന്ദിച്ചിട്ടില്ല. ഇവർ ജീവിക്കട്ടെ, സ്യൂസ് തീരുമാനിച്ചു. അവൻ മഴ നിർത്തി, കാറ്റിനെ പിൻവലിച്ചു. പോസിഡോൺ തന്റെ മകനായ ട്രൈട്ടണെ വിളിച്ചു. ട്രൈട്ടൺ സമുദ്രത്തിന്റെ ശംഖൂതി. ആ ശബ്ദം കേട്ടതോടെ നദികളും കടലും തിരികെ പോയി. വെള്ളമിറങ്ങി. ഡ്യൂക്കാലിയോണും പൈറിയും പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങി. അവർ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. എവിടെയും ചെളിയും പായലും മാത്രം. മരങ്ങളിൽ ചത്ത മൃഗങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. നഗരങ്ങളില്ല, മനുഷ്യരില്ല, കിളികളുടെ ശബ്ദം പോലുമില്ല. മരണതുല്യമായ നിശബ്ദത. നമ്മൾ മാത്രം ബാക്കി. പൈറ കരഞ്ഞു. ഇനി എന്തു ചെയ്യും? നമ്മൾ 2 പേർ വിചാരിച്ചാൽ ഈ ലോകം മുഴുവൻ വീണ്ടും മനുഷ്യരെ കൊണ്ട് നിറയ്ക്കാൻ കഴിയുമോ? എനിക്ക് പേടിയാറുന്നു. ഡ്യൂക്കാലിയോണും സങ്കടത്തിലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, അവൻ പറഞ്ഞു. അവർ പാർനാസസ് പർവ്വതത്തിന്റെ താഴ്വാരത്ത് തീമിസ് ദേവിയുടെ ക്ഷേത്രം കണ്ടു. ക്ഷേത്രം മുഴുവൻ പായൽ പിടിച്ചിരുന്നു. എങ്കിലും അവർ ആ അൾത്താരയുടെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി. തീമിസ് ന്യായത്തിന്റെയും പ്രവചനങ്ങളുടെയും ദേവതയാണ്. പിൽക്കാലത്ത് ഡെൽഫിയിലെ ഒറാക്കിൾ വരുന്നതിനു മുൻപ് അവിടെ തീമിസായിരുന്നു. ദേവി, ഞങ്ങളെ സഹായിക്കൂ. ഈ ലോകമിങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണാൻ വയ്യ. മനുഷ്യരാശിയെ എങ്ങനെ തിരികെ കൊണ്ടുവരും? ഞങ്ങൾക്ക് വഴി കാണിച്ചു തരൂ. അവരുടെ പ്രാർത്ഥന കേട്ട് തീമിസ് ദേവി അശരീരിയായി മറുപടി നൽകി. പക്ഷേ അതൊരു കടങ്കഥയായിരുന്നു. ദേവി പറഞ്ഞു, നിങ്ങളുടെ മുഖം മൂടുക, വസ്ത്രങ്ങൾ അയച്ചിടുക, എന്നിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുക. നടക്കുമ്പോൾ നിങ്ങളുടെ വലിയ അമ്മയുടെ എല്ലുകൾ, ബോൺസ് ഓഫ് എ ഗ്രേറ്റ് മദർ, പുറകിലേക്ക് എറിയുക. ഇത് കേട്ട പൈറ ഞെട്ടിപ്പോയി. അമ്മയുടെ എല്ലുകളോ? ദൈവമേ, ഇതെന്ത് പരീക്ഷണമാണ്! മരിച്ചുപോയ എന്റെ അമ്മയുടെ ശവകുടീരം തുറന്ന് എല്ലുകളെടുത്ത് എറിയാനോ? അത് വലിയ പാപമാണ്, എനിക്ക് വയ്യ, അവൾ വിറച്ചു. ഡ്യൂക്കാലിയോൺ ചിന്തയിലാണ്ടു. ദേവന്മാർ ഒരിക്കലും പാപം ചെയ്യാൻ ആവശ്യപ്പെടില്ല. ഇതിലെന്തോ അർത്ഥമൊളിഞ്ഞിരിപ്പുണ്ട്. വലിയ അമ്മ. ആരാണ് വലിയ അമ്മ? അവൻ ആലോചിച്ചു. പെട്ടെന്നവന് ഉത്തരം കിട്ടി. പൈറ, പേടിക്കണ്ട. ദേവി ഉദ്ദേശിച്ചത് നമ്മുടെ സ്വന്തം അമ്മയെയല്ല, എല്ലാവരുടെയും അമ്മയെയാണ്. ഭൂമിദേവി, ഗായ. അപ്പോൾ എല്ലുകൾ? പൈറ ചോദിച്ചു. ഭൂമിയുടെ എല്ലുകൾ. അത് പാറക്കല്ലുകളാണ്, സ്റ്റോൺസ്. നമ്മളോട് കല്ലുകൾ പുറകിലേക്ക് എറിയാനാണ് ദേവി പറഞ്ഞത്. അവർക്കത് ശരിയാണെന്ന് തോന്നി. അവർ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി. മുഖം തുണികൊണ്ട് മൂടി. ദൈവീകമായ പ്രവൃത്തി ചെയ്യുമ്പോൾ മുഖം മൂടണമെന്നാണ് ചട്ടം. അവർ നടക്കാൻ തുടങ്ങി. വഴിയിൽ കണ്ട വലിയ കല്ലുകൾ അവർ പെറുക്കിയെടുത്തു. ഡ്യൂക്കാലിയോൺ ഒരു കല്ല് തന്റെ തോളിന് മുകളിലൂടെ പുറകിലേക്കെറിഞ്ഞു. പൈറയും ഒരു കല്ല് പുറകിലേക്കെറിഞ്ഞു. അപ്പോൾ അദ്ഭുതം സംഭവിച്ചു. ഡ്യൂക്കാലിയോൺ എറിഞ്ഞ കല്ല് നിലത്തു വീണപ്പോൾ അതിന്റെ കാഠിന്യം മാറി. അത് മൃദുവായി, അത് വലുതായി. അതിൽ നിന്നൊരു രൂപം തെളിഞ്ഞുവന്നു. അതൊരു പുരുഷനായി മാറി. പൈറ എറിഞ്ഞ കല്ല് നിലത്തു വീണപ്പോൾ അത് മാറി ഒരു സ്ത്രീയായി രൂപപ്പെട്ടു. അവർ കൂടുതൽ കല്ലുകൾ എറിഞ്ഞു. ഓരോ കല്ലും ഓരോ മനുഷ്യനായി മാറി. കല്ലിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഈ പുതിയ മനുഷ്യർ വളരെ ശക്തരും കഠിനാധ്വാനികളും വേദന സഹിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ മനുഷ്യർ. ഗ്രീക്ക് പുരാണപ്രകാരം നമ്മൾ കളിമണ്ണിൽ നിന്നല്ല, കല്ലിൽ നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. അങ്ങനെ ലോകം വീണ്ടും ജനിച്ചു. പക്ഷേ ഡ്യൂക്കാലിയോനും പൈറിയ്ക്കും സ്വന്തമായൊരു മകൻ ജനിച്ചു. അവന്റെ പേരായിരുന്നു ഹെലൻ.
ട്രോയിലെ ഹെലനല്ല. ഈ ഹെലനിൽ നിന്നാണ് ഹെലനീസ് അഥവാ ഗ്രീക്കുകാർ എന്ന പേരുണ്ടായത്. ഗ്രീക്കുകാർ തങ്ങളുടെ പൂർവികനായി കാണുന്നത് ഹെലനെയാണ്. ലോകം പഴയതുപോലെയല്ല. പുതിയ നിയമങ്ങൾ, പുതിയ രാജാക്കന്മാർ, പുതിയ നായകന്മാർ. എന്നാൽ മനുഷ്യർ പെരുകിയതോടെ സിയൂസിന് പുതിയ തലവേദനകൾ തുടങ്ങി. കൂടാതെ സിയൂസിന്റെ തന്നെ പ്രണയകഥകൾ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറാൻ തുടങ്ങി. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സിയൂസിന്റെ പ്രണയങ്ങളും അതിൽ നിന്ന് ജനിച്ച വീരനായകന്മാരായ പെർസിയസിനെയും ഹെർക്യുലീസിനെയുമൊക്കെയാണ്. പക്ഷെ അതിനു മുൻപ് സിയൂസ് ഒരു വലിയ ശിക്ഷ വിധിക്കാൻ ബാക്കിയുണ്ട്. പണ്ട് താൻ എറ്റ്നാ പർവ്വതത്തിനടിയിലിട്ട ടൈഫോണിനെ ഓർമ്മയില്ലേ? അതുപോലെ ഒരാൾ കൂടി ഒളിമ്പസിനെ വിറപ്പിക്കാൻ വരുന്നുണ്ട്. സിയൂസ് മനുഷ്യരാശിയെ പ്രളയത്തിൽ മുക്കിക്കൊന്നതിനു ശേഷവും ടൈഫോണിനെ എറ്റ്നാ പർവ്വതത്തിനടിയിൽ തളച്ചതിനു ശേഷവും ഒളിമ്പസിൽ സമാധാനം പുലർന്നിരുന്നില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ മുത്തശ്ശിയായ ഗിയ അപ്പോഴും ഉണർന്നിരിക്കുകയായിരുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട യുരാനസിന്റെ രക്തം വീണ് ഗിയ ഗർഭം ധരിച്ച ആ പഴയ സംഭവം ഓർക്കുന്നുണ്ടോ? ക്രോണസ് അച്ഛനെ വെട്ടിയപ്പോൾ തെറിച്ച ചോരയിൽ നിന്ന് 3 കൂട്ടർ ജനിച്ചുവെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഫ്യൂറികളെയും നിംഫുകളെയും നമ്മൾ കണ്ടു. എന്നാൽ 3ാമത്തെ കൂട്ടരെക്കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചില്ല. അവരായിരുന്നു ജയന്റുകൾ, ഗൈഗാൻറ്റേസ് അല്ലെങ്കിൽ ജയന്റ്സ്. ടൈറ്റന്മാരെ സിയൂസ് ടാർട്ടറസിൽ അടച്ചതും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായ ടൈഫോണിനെ പർവ്വതത്തിനടിയിൽ കുഴിച്ചു മൂടിയതും ഗിയയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഭൂമിയുടെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ രാക്ഷസന്മാരെ വിളിച്ചുണർത്തി. ഉണരൂ മക്കളെ, ആകാശത്തെ ഭരിക്കുന്ന അഹങ്കാരികളായ ദേവന്മാരെ താഴെയിറക്കാൻ സമയമായി. ഒളിമ്പസ് പർവ്വതം അകർത്തെറിയൂ. അങ്ങനെ ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അവസാന യുദ്ധത്തിന് ഗൈഗാന്റോമാക്കിക്ക് കളമൊരുങ്ങി. ഈ ജയന്റുകൾ സാധാരണക്കാരല്ല. ടൈറ്റന്മാരെക്കാൾ വലിപ്പവും ടൈഫോണിനോളം ഭീകരതയുമുള്ളവരായിരുന്നു അവർ. അവരുടെ രൂപം ആരെയും ഭയപ്പെടുത്തുന്നതാണ്. അരയ്ക്ക് മുകളിലേക്ക് മനുഷ്യന്റെ രൂപം, നീണ്ട താടിയും മുടിയും, കാട്ടിലെ മരങ്ങൾ പോലെ ഉറച്ച പേശികൾ. പക്ഷേ അരയ്ക്ക് താഴേക്ക് മനുഷ്യന്റെ കാലുകളല്ല, പകരം ഇഴയുന്ന പാമ്പുകളുടെ ഉടലുകളായിരുന്നു അവർക്ക്. അവർ നടക്കുമ്പോൾ ഭൂമി വിറച്ചു. അവർ കുന്നുകൾ പിഴുതെടുത്ത് പന്തുകളിക്കുന്നതുപോലെ അമ്മാനമാടി. അവരുടെ നേതാവ് ആൽസിയോണിയസ് ആയിരുന്നു. പിന്നെ പോർഫിറിയോൺ, എൻസെലാഡസ് എന്നിങ്ങനെ ഒരു വലിയ സൈന്യം തന്നെ ഭൂമിയിൽ നിന്ന് ഉയർന്നുവന്നു. അവർ ഒളിമ്പസ് പർവ്വതത്തിനു നേരെ ആക്രമണം തുടങ്ങി. കത്തുന്ന ഓക്കുമരങ്ങളും വലിയ പാറക്കെട്ടുകളും അവർ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. നക്ഷത്രങ്ങൾ പോലും അവരുടെ അലർച്ച കേട്ട് വഴിമാറിപ്പോയി. ഇതുകണ്ട് സിയൂസും മറ്റു ദേവന്മാരും ആയുധങ്ങളെടുത്ത് തയ്യാറായി. ഇവരെയും നമ്മൾ ടൈറ്റന്മാരെ പോലെ തോൽപ്പിക്കും എന്ന് ഏരീസ് അഹങ്കാരത്തോടെ പറഞ്ഞു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. വിധി നിർണയിക്കുന്ന മോയിറകൾ സിയൂസിനോട് ഒരു രഹസ്യം പറഞ്ഞു. സിയൂസ്, സൂക്ഷിക്കുക, ഈ ജയന്റുകൾ സാധാരണക്കാരല്ല. ഒരു ദൈവത്തിനും സ്വന്തം ശക്തി കൊണ്ട് ഇവരെ കൊല്ലാൻ കഴിയില്ല. നിങ്ങൾ എത്ര വെട്ടിയാലും എത്ര ഇടിമിന്നലെറിഞ്ഞാലും അവർ മരിക്കില്ല. അവരെ കൊല്ലണമെങ്കിൽ ഒരു മനുഷ്യന്റെ സഹായം വേണം. ഇതായിരുന്നു ഗിയയുടെ തന്ത്രം. ദേവന്മാർക്ക് ജയന്റുകളെ കൊല്ലാൻ കഴിയില്ല എന്ന് അവൾക്കുറപ്പായിരുന്നു. പക്ഷേ സിയൂസ് തോൽക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു മനുഷ്യന്റെ സഹായം വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെ തന്നെ അവൻ കൊണ്ടുവരും. ആരായിരുന്നു ആ മനുഷ്യൻ? സാക്ഷാൽ ഹെർക്കുലീസ്, സിയൂസിന് ഭൂമിയിലെ സ്ത്രീയിലുണ്ടായ മകൻ. പകുതി ദൈവവും പകുതി മനുഷ്യനും. പക്ഷേ അവൻ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. സിയൂസ് ഉടൻ തന്നെ അഥീനി ദേവിയെ ഭൂമിയിലേക്ക് അയച്ചു, ഹെർക്കുലീസിനെ ഒളിമ്പസിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. ഗിയ ഇതറിഞ്ഞു. ദേവന്മാർക്ക് മനുഷ്യന്റെ സഹായം കിട്ടിയാൽ തന്റെ മക്കൾ മരിക്കുമെന്ന് അവൾ ഭയന്നു. അതുകൊണ്ട് അവൾ ഭൂമിയിൽ ഒരു പ്രത്യേക മാന്ത്രിക ചെടി, ഫാമക്കോൺ, അന്വേഷിക്കാൻ തുടങ്ങി. ഈ ചെടി തിന്നാൽ ജയന്റുകൾക്ക് മനുഷ്യരിൽ നിന്നും മരണം സംഭവിക്കില്ല. അവർ പൂർണ്ണമായും അമരന്മാരാകും. പക്ഷേ സ്യൂസ് ഗിയയേക്കാൾ വേഗത്തിൽ ചിന്തിച്ചു. അവൻ സൂര്യദേവനായ ഹീലിയോസിനോടും ചന്ദ്രദേവിയായ സെലീനോടും പ്രഭാതത്തിന്റെ ദേവിയായ ഇയോസിനോടും ഒരു കൽപ്പന നൽകി.
ഇനി ഞാൻ പറയുന്നതുവരെ നിങ്ങൾ ആകാശത്തുദിക്കരുത്, ഭൂമിയിൽ വെളിച്ചം വീഴാൻ പാടില്ല. ലോകം കൂരിരുട്ടിലായി. ഗിയയ്ക്ക് ആ ചെടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് സ്യൂസ് തന്നെ ആ മാന്ത്രിക ചെടികൾ മുഴുവൻ കണ്ടെത്തി നശിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ സ്വയം പറിച്ചെടുത്തു. ഇനി യുദ്ധം ചെയ്യാം. നേതാവ് മരിച്ചതോടെ ജയന്റുകളുടെ രാജാവായ പോർഫിറിയോൺ കോപിഷ്ഠനായി. അവൻ നേരെ ഒളിമ്പസിന്റെ റാണിയായ ഹീരയ്ക്കു നേരെ പാഞ്ഞു ചെന്നു. ഹീര ഭയന്നുപോയി. പക്ഷേ സിയൂസ് അത് കണ്ടു. അവൻ പോർഫിറിയോണിന്റെ മനസ്സിൽ ഹീരയോട് പെട്ടെന്ന് ഒരാകർഷണം തോന്നിപ്പിച്ചു, അല്ലെങ്കിൽ ഈറോസ് അമ്പെയ്തു. ആ ഭീമൻ ഹീരയെ ആക്രമിക്കുന്നതിനു പകരം അവളുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഇത് സിയൂസിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. എന്റെ ഭാര്യയെ തൊടുന്നോടാ എന്നലറിക്കൊണ്ട് സിയൂസ് ഏറ്റവും ശക്തമായ ഇടിമിന്നൽ അവന്റെ തലയിലേക്കെറിഞ്ഞു. പോർഫിറിയോൺ ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ ഹെർക്യുലീസ് തന്റെ അമ്പുമായി ചാടി വീണു. സിയൂസിന്റെ മിന്നലും ഹെർക്യുലീസിന്റെ അമ്പും ഒരേ സമയം അവന്റെ നെഞ്ചിൽ പതിച്ചു. ആ ഭീമനും വീണു. ഇതിനിടയിൽ എഫ്യാൾട്ടസ് എന്നും ഓട്ടസ് എന്നും പേരുള്ള 2 സഹോദരന്മാർ വലിയൊരു കോലാഹലമുണ്ടാക്കി. ഇവർ സാധാരണ യുദ്ധം ചെയ്യുകയായിരുന്നില്ല. അവർ സ്വർഗത്തിലേക്കൊരു കോണിപ്പടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനായി അവർ ഒസ്സ എന്ന പർവ്വതം പിഴുതെടുത്ത് ഒളിമ്പസ് പർവ്വതത്തിന് മുകളിൽ വെച്ചു. അതിനു മുകളിൽ പെലിയോൺ എന്ന പർവ്വതവും വെച്ചു. ഇവരുടെ ആവശ്യമെന്താണെന്നോ, ഒരാൾക്ക് ഹീരയെ ഭാര്യയായി വേണം, മറ്റേയാൾക്ക് ആർട്ടമിസിനെ വേണം. ഇവരെ നേരിടാൻ ആർട്ടമിസ് ദേവി ഒരു തന്ത്രം പ്രയോഗിച്ചു. അവൾ ഒരു വെളുത്ത മാനിന്റെ രൂപം ധരിച്ചു. എന്നിട്ട് ഈ 2 സഹോദരന്മാർക്കിടയിലൂടെ പാഞ്ഞുപോയി. 2 പേരും ആവേശത്തോടെ ഞാൻ വീഴ്ത്തും, ഞാൻ വീഴ്ത്തും എന്നു പറഞ്ഞ് കുന്തമെറിഞ്ഞു. മാൻ പെട്ടെന്ന് കുനിഞ്ഞുകൊടുത്തു. 2 പേരുടെയും കുന്തങ്ങൾ നേരെ പോയി തറച്ചത് പരസ്പരം നെഞ്ചിലാണ്. സ്വന്തം സഹോദരന്റെ കൈകൊണ്ട് അവർ മരിച്ചു വീണു. മറ്റൊരു ജയന്റായ എൻസെലാഡസ് ഭയന്നോടി. അവൻ സമുദ്രത്തിലൂടെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അഥീനാദേവി അവന് വിട്ടില്ല. അവൾ വായുലിൽ ഉയർന്നു പറന്ന് സിസിലി എന്ന ദ്വീപ് മുഴുവനായി പൊക്കിയെടുത്തു. എന്നിട്ടത് എൻസെലാഡസിന്റെ മുകളിലേക്കെറിഞ്ഞു. അവൻ ആ ദ്വീപിനടിയിൽ കുടുങ്ങിപ്പോയി. ഇപ്പോഴും എറ്റ്നാ പർവ്വതത്തിനടിയിൽ കിടന്ന് പുകവിടുന്നത് ഇവനാണെന്നും ചില കഥകളുണ്ട്. ടൈഫോണിന്റെ കഥയുമായി ഇത് സാമ്യമുണ്ട്. അതുപോലെ പോളിബോട്ടസ് എന്ന ജയന്റ് പൊസിഡോണിനെ പേടിച്ച് കടലിലൂടെ ഓടി. പൊസിഡോൺ തന്റെ തൃശൂലം കൊണ്ട് കോസ് എന്ന ദ്വീപിന്റെ ഒരു ഭാഗം വെട്ടിമുറിച്ചു. ആ വലിയ പാറക്കഷണമെടുത്ത് പോളിബോട്ടസിന്റെ തലയിലിട്ടു. ആ പാറയാണ് പിന്നീട് നിസിറോസ് എന്ന ദ്വീപായി മാറിയത്. ആ ദ്വീപിനടിയിൽ കിടന്ന് ആ രാക്ഷസൻ ഇന്നും നെടുവീർപ്പിടുന്നു. യുദ്ധം അവസാന ഘട്ടത്തിലെത്തി. ബാക്കിയുള്ള ജയന്റുകളെല്ലാം ചിതറിയോടി. ഹെഫസ്റ്റസ് ഉരുകുന്ന ഇരുമ്പ് കോരിയൊഴിച്ചു. ഹെർമിസ് തന്റെ അദൃശ്യമാകുന്ന തൊപ്പിവെച്ച് ജയന്റുകളെ പിന്നിൽ നിന്നാക്രമിച്ചു. മോയിറകൾ പോലും ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് യുദ്ധത്തിനിറങ്ങി. പക്ഷേ അവസാനത്തെ വെട്ടുകത്തി എപ്പോഴും ഹെർക്കുലിസായിരുന്നു. മരിക്കുന്ന ഓരോ ജയന്റിനെയും ഹെർക്കുലീസ് തന്റെ വിഷം പുരട്ടിയ അമ്പുകൾ കൊണ്ട് ഉറപ്പുവരുത്തി. കാരണം ദൈവങ്ങൾ മുറിവേൽപ്പിച്ചാലും മനുഷ്യൻ കൊന്നാലേ അവർ മരിക്കൂ എന്നാണല്ലോ വിധി. ഒടുവിൽ ഫ്ലെഗ്രയിലെ യുദ്ധക്കളം നിശബ്ദമായി. ഭൂവിദേവിയായ ഗിയ പരാജയം സമ്മതിച്ചു. അവളുടെ അവസാനത്തെ മക്കളും തോറ്റുപോയി. ഇനി ഒളിമ്പസ് പർവ്വതത്തെ വെല്ലുവിളിക്കാൻ ഭൂമിയിൽ ആരും ബാക്കിയില്ല. ഗൈഗൻഡോമാക്കി അവസാനിച്ചതോടെ സിയൂസിന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്തതായി മാറി. പ്രപഞ്ചം മുഴുവൻ ഒളിമ്പ്യൻ ദൈവങ്ങളുടെ കാൽ കീഴിലായി. ഗിയ ഇനി ഒരിക്കലും സിയൂസിനെതിരെ യുദ്ധത്തിന് വരില്ല എന്നുറപ്പായി. അവൾ തന്റെ പേരക്കുട്ടികളുടെ ഭരണം അംഗീകരിച്ചു. പക്ഷേ യുദ്ധം കഴിഞ്ഞാലും സിയൂസിന് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ. അവന്റെ ശ്രദ്ധ ഇപ്പോൾ മനോഹരമായ സ്ത്രീകളിലേക്കും പ്രണയങ്ങളിലേക്കും തിരിഞ്ഞു. അവൻ പല രൂപങ്ങളിൽ, കാളയായും അരയന്നമായും സ്വർണമഴയായും ഭൂമിയിലെ രാജകുമാരിമാരെ തേടിയിറങ്ങി. ഈ പ്രണയങ്ങളിൽ നിന്നാണ് ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും വലിയ നായകന്മാർ ജനിക്കുന്നത്: പെർസിയസ്, ടീസിയസ്, ഹെലൻ ഓഫ് ട്രോയ്. പക്ഷെ അതിലെല്ലാം ഉപരി സിയൂസ് ഒരു വലിയ വിരുന്നിനൊരുങ്ങുകയാണ്. ഒരു വിവാഹ വിരുന്ന്. ആ വിരുന്നിൽ വെച്ചുരുണ്ടു വീഴുന്ന ഒരു സ്വർണ്ണ ആപ്പിൾ. അതൊരു ചെറിയ ആപ്പിളായിരുന്നു. പക്ഷേ അത് സൃഷ്ടിച്ചതാകട്ടെ 10 വർഷം നീണ്ടുനിന്ന മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധം, ട്രോജൻ യുദ്ധം.
അക്കിലിസും ഹെക്ടറും ഒഡീസിയസും നേർക്കുനേർ വരുന്ന ആ മഹാകാവ്യം, അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഇവിടെ ദൈവങ്ങളുടെ യുദ്ധങ്ങൾ അവസാനിക്കുന്നു, ഇനി മനുഷ്യരുടെ യുദ്ധങ്ങൾ തുടങ്ങുന്നു.